Hi all, welcome to Competitive Cracker. എല്ലാവരും എത്തിയോ നമ്മുടെ ഫൈനൽ ടച്ചിന് വേണ്ടിയിട്ടല്ലേ? നമ്മൾ കാത്തിരുന്ന HSA ഇംഗ്ലീഷ് എക്സാം എന്നാണ് 15-ാം തീയതിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ടച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായി, നിങ്ങൾ പഠിച്ചെല്ലാവരും റെഡി ആയിട്ട് ഇരിക്കുകയല്ലേ? ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടേണ്ട കാര്യമല്ലേ ഉള്ളൂ ആൻസർ എഴുതി തുടങ്ങാനായിട്ട്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഇത്രനാൾ കഷ്ടപ്പെട്ട് പഠിച്ച ആ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റിവൈസ് ചെയ്ത് പോവാം. നമ്മളിത് നമ്മുടെ CCയിൽ നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളാണ്, നമ്മൾ ലൈവ് സെഷനിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്, അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ റാപ്പിഡ് സെഷനിലും ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നുകൂടെ നമ്മളൊന്ന് എന്ത് ചെയ്യുന്നു, റിവൈസ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ഒന്ന് നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരുന്നു. അതാണ് നമ്മൾ ഈ ഒരു ഫൈനൽ ടച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആളുകൾ ജോയിൻ ചെയ്യുന്നു. സവിത, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, രേഷ്മ, കാവ്യ, ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. വേഗത്തിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. എന്ത് പറ്റി റെനി? ഒരു സാഡ് ഇമോജി ആണല്ലോ. വാട്ട് ഹാപ്പൻ റെനി? ഗുഡ് ആഫ്റ്റർനൂൺ റസീന, ഗുഡ് ആഫ്റ്റർനൂൺ ഗ്രീഷ്മ. അപ്പം എന്താണ് ഇപ്പോൾ നിങ്ങളുടെ ഒരു മൈൻഡ്? എങ്ങനെ, ടെൻഷൻ ആണോ അതോ വളരെ കൂളായിട്ടാണോ ഇരിക്കുന്നത്? എങ്ങനെയാണ് നിങ്ങളുടെ ഒരു മൈൻഡിൻ്റെ ഒരു ഇത്? ഞാനും എക്സാം എഴുതുന്നുണ്ട്, നമ്മളെല്ലാവരും ഒരുമിച്ചാണ് എക്സാം എഴുതാൻ പോകുന്നത് അല്ലേ? നിങ്ങളുടെ അത്രയൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, പോയി എഴുതി നോക്കാം. എന്നാൽ കൂളായിട്ട് എല്ലാവരും എക്സാം ഹാളിലേക്ക് പോവുക കേട്ടോ. ഒരു ടെൻഷൻ്റെയും ആവശ്യമില്ല. ടെൻഷൻ അടിക്കും തോറും നമ്മൾ പഠിച്ചതെല്ലാം നമുക്ക് എന്ത് ചെയ്യും, മാറി പോകും. അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കരുത്. ഭയങ്കര കൂളായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പോവുക. അപ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡ് കുറച്ചുകൂടെ ഫ്രീ ആയിരിക്കും. ബ്ലാങ്ക് ആണ്. ഫിദ ബഷീർ ബ്ലാങ്ക്, അതൊരു പ്രശ്നമില്ല. അതെല്ലാം പഠിച്ചുകൊണ്ടാണ് ഫിദ. അത് എക്സാം ഹാളിൽ എത്തുമ്പോൾ ഓപ്ഷൻ കാണുമ്പോൾ എല്ലാം ക്ലിയർ ആയിട്ട് ഇങ്ങനെ കിട്ടും കേട്ടോ. ഗ്രീഷ്മ കൂളാണ്. ഓക്കെ, സ്വാലിഹ ടെൻസ്ഡ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ടെൻഷൻ്റെ യാതൊരു ആവശ്യവും ഇല്ല കേട്ടോ. നമ്മളങ്ങ് ചെല്ലുക, ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല ഏറ്റവും ബെസ്റ്റ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു രീതിയിൽ തന്നെ എല്ലാവരും എക്സാം ഹാളിലേക്ക് പോവുക. ഓക്കെ, അപ്പോൾ നമ്മളിന്നിവിടെ എന്താണ്, നമുക്ക് എത്രമാത്രം സ്റ്റേറ്റ്മെൻറ്റ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒബ്ജക്റ്റീവ് ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള കുറേ പോർഷൻസ് ഉണ്ട്. പാർട്ട് A ഓൾറെഡി നമ്മൾ ഇതിന് മുമ്പുള്ള HSAക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് താഴെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് കാണുക. ഓക്കെ, പാർട്ട് Aയുടെ ഫൈനൽ ടച്ച് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ വൈഷ്ണവ്, ഓക്കെ. ചെറിയൊരു ടെൻഷനാണ് കൃഷ്ണപ്രിയയ്ക്ക്. ഓക്കെ, താങ്ക് യു സവിത, താങ്ക് യു. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഓരോരുത്തർ ജോയിൻ ചെയ്ത് വരട്ടെ, നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഇന്ന് നമ്മൾ ഞാൻ മെയിനായിട്ട് ടോപ്പിക്സ് നമ്മുടെ പോയറ്റ് സെക്ഷനിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മൊഡ്യൂൾ 4-ൽ നിന്നുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് മൊഡ്യൂൾ 8 ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ മാത്രമല്ല, എൻ്റെ ക്ലാസ് കഴിയുമ്പോൾ അടുത്ത അനിത മാം ഉണ്ട്, ശ്രീകല മാം ഉണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാ ക്ലാസ്സും നിങ്ങൾ മിസ് ചെയ്യാതെ എന്ത് ചെയ്യുക, ഫുൾ നിങ്ങൾ വാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ താങ്ക് യു റസീന. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, സോ സ്റ്റേറ്റ്മെന്റ് ലെവൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസിയാണ്, നിങ്ങളെല്ലാം പഠിച്ച ആൾക്കാരാണ്, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് നോക്കാം. The poem, it was published in 1978. The subtitle of the poem is To the Others. Then the poem explore the experience of the oppressed. Then identify the poem. ഏതാണ് ഈ ഒരു poem എന്നാണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 3 ക്ലൂസ് ഉണ്ട്. 1978 പബ്ലിഷ് ചെയ്തിരിക്കുന്ന പോയം ഏതാണ്? ഇനി ആ ഒരു ഇയർ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നെക്സ്റ്റ്, the subtitle of the poem is To the Others. ഏതായിരിക്കും ടു ദി അതേഴ്സ്? നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഓപ്ഷൻ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും. ദ പോയം എക്സ്പ്ലോർ ദ എക്സ്പീരിയൻസ് ഓഫ് ദി ഓപ്രസ്ഡ്. ആൻസർ വരുന്നുണ്ട്, നമുക്ക് ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻ എ ആഫ്രിക്ക, ഓപ്ഷൻ ബി ടെലിഫോൺ കോൺവെർസേഷൻ, ഓപ്ഷൻ ബി അബോറിജിനൽ ഓസ്ട്രേലിയ ആൻഡ് ഓപ്ഷൻ ഡി ഹോം ബറിയൽ. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ്? അബോറിജിനൽ ഓസ്ട്രേലിയ. ഓഫ് കോഴ്സ് അതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് അബോറിജിനൽ ഓസ്ട്രേലിയ. അപ്പോൾ 1978 അബോറിജിനൽ ഓസ്ട്രേലിയ എന്നുള്ള പോയം പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഹു ഇസ് ദ ഓഥർ? കമന്റ് ചെയ്തേ, ആരാണ് അബോറിജിനൽ ഓസ്ട്രേലിയയുടെ ഓഥർ വരുന്നത്? ഓഥർ ആരാണ്? അബോറിജിനൽ ഓസ്ട്രേലിയ
നമുക്ക് പഠിക്കാനുള്ള ലാസ്റ്റ് പോയമാണ്. 23 പോയംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. അതിനകത്ത് വരുന്ന ലാസ്റ്റ് പോയമാണ് അബോറിജിനൽ ഓസ്ട്രേലിയ എന്നുള്ളത്. ഓക്കെ, ജാക്ക് ഡേവിസ് ആണ് അല്ലേ. ജാക്ക് ഡേവിസിന്റെ ഫേമസ് ആയിട്ടുള്ള പോയമാണ് 1978 വന്ന അബോറിജിനൽ ഓസ്ട്രേലിയ. അതിന്റെ സബ് ടൈറ്റിൽ ഓർക്കുക, ടു ദി അതേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ടു ദി അതേഴ്സ് ആരെയാണ് ഇവിടെ അതേഴ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്? പോയിറ്റ് വിശേഷിപ്പിക്കുന്ന അതേഴ്സ് ആരാണ്? We know the answer. Yeah, ജാക്ക് ഡേവിസ് ആണ്, കറക്റ്റ് ആണ് നിങ്ങൾ പറഞ്ഞത്. Then to the others എന്നുള്ളത്, ഈ others എന്ന് പറയുന്നത് ആരെയാണ് ജാക്ക് ഡേവിസ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ദി അബോറിജിനൽസിനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അല്ലേ. അബോറിജിനൽസിന് തന്നെയാണ് ജാക്ക് ഡേവിസ് ടു ദി അതേഴ്സ് എന്ന പേരിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ദെൻ നമുക്ക് പിന്നെ ആ ഒരു പോയമായി റിലേറ്റ് ചെയ്തിട്ട് എന്താണ് നമ്മുടെ പോയിറ്റിന്റെ ആ ഒരു ട്രൈബ്, ഗൂങ്കാർ ട്രൈബ്, അത് നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. പിന്നെ അതിനകത്തുള്ള എന്താണ് ഇരക്കാല ട്രൈബ്സ് ഉണ്ട്, ഒറാറ ട്രൈബ്സ് ഉണ്ട് അല്ലെ, മുറേ ട്രൈബ്സ്. ഈ ട്രൈബ്സ് ഒക്കെ ആ ഒരു ലൈനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ദെൻ അതുപോലെ തന്നെ എന്താണ് അത് ബാർക്ക് പെറ്റീഷൻ അല്ലേ. ഇപ്പോൾ ഇത് തന്നെയാണ് ബാർക്ക് പെറ്റീഷൻ വരുന്നത്. അതുപോലെ പിഞ്ചാര മസാക്കേർ, ഇതൊക്കെ വരുന്നുണ്ട്. അബോറിജിനൽസിനെയാണ് ടു ദി അതേഴ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു പോയമായി റിലേറ്റ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ നിങ്ങളത് ഓർത്ത് വെക്കുക. ഒരു പോയം കാണുമ്പോൾ അതിന്റെ മെയിൻ പോയിന്റ്സ് നിങ്ങൾ മൈൻഡിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അബോറിജിനലാണ്, ന്യൂങ്കാർ ട്രൈബാണ് വരുന്നത്. പിന്നെ അതിനകത്ത് വരുന്ന ഒറാറ ട്രൈബ്സ് ഉണ്ട്, മുറേ ട്രൈബ്സ് ഉണ്ട്. ഈ ട്രൈബ്സ് ഒക്കെ ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ ഇതിന്റെ ഈ ഒരു ഇങ്ങനെ രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് പിടിച്ചു കയറാനായിട്ട് പറ്റും. ഓപ്ഷൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അതുപോലെ തന്നെ ലേക്ക് ജോർജിയ വരുന്നുണ്ട്, അതുപോലെ പിഞ്ചാർ മസാക്കേർ 1834 അല്ലേ. അതുപോലെ 1834 പിഞ്ചാര മസാക്കേർ വരുന്നത്. അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്, ആൻസർ വരുന്നുണ്ട്. ലേക്ക് ജോർജിയ വന്നു, ബാക്ക് പെറ്റീഷൻ വന്നു, അതുപോലെ തന്നെ എന്താണ് ട്രൈബ്സുകളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് ഈ ഒരു പോയമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർത്ത് വെക്കാനുള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇറ്റ്സ് അബൌട്ട് ടിൻറ്റേൺ അബി. ടിൻറ്റേൺ അബിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു പോയം, ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, which of the following statement are true based on ടിൻറ്റേൺ അബി? ടിൻറ്റേൺ അബിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ശരിയായിട്ടുള്ളത് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. which of the statements are true? ഓക്കെ, നമുക്ക് നോക്കാം. ടിൻറ്റേൺ അബി is written in free verse. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അതാണ്, ടിൻറ്റേൺ അബി is written in free verse. Then option B, at their return up the high strand, begin and cease and then again begin. These lines are from ടിൻറ്റേൺ അബി. ഇതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. Then 3, C, the phrase abundant recompense is appeared in ടിൻറ്റേൺ അബി. Then last statement, the opening line of the poem is 5 years have passed, 5 summers with the length of 5 long winters. 4 സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. 4 സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ, ശരിയായിട്ടുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം, ആൻസർ വരുന്നുണ്ട്. എന്താണ്? ടിൻറ്റേൺ അബി ഈസ് റിട്ടൺ ഇൻ ഫ്രീ വേഴ്സ്. ഫസ്റ്റ് ട്രൂ എന്ന് പറയുന്നു. ശരിക്കും നോക്കിക്കേ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ എന്നുള്ളതൊന്ന് ശരിക്കും ശ്രദ്ധിച്ചേ. ഫോൾസ് എന്ന് പറയുന്നു. ഓക്കെ, ഡി ആൻഡ് എ എന്ന് പറയുന്നു. ഡി ആൻഡ് എ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പറയണം. ഐ തിങ്ക് ബി. ഓക്കെ, ബിക്കകത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറയുന്നു. അതുപോലെ എ കുറച്ച് പേര് പറയുന്നു. പല ഒപ്പീനിയൻസ് ആണ് വരുന്നത്. എ ആൻഡ് ഡി എന്ന് പറയുന്നു. ഓക്കെ, ട്രൂ. ഓക്കെ, ആൻസർ വരുന്നു. എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്? നോക്കി, ടിൻറ്റേൺ അബി ഈസ് റിട്ടൺ ഇൻ ഫ്രീ വേഴ്സ്. ഫ്രീ വേഴ്സ് ആണോ? അല്ല. ഏതാണ്? നമുക്ക് ടിൻറ്റേൺ അബി ഏത് ഫോമിലാണ് എഴുതിയിരിക്കുന്നത്? ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ബ്ലാങ്ക് വേഴ്സ് ആണ്, ഫ്രീ വേഴ്സ് അല്ല. ബ്ലാങ്ക് വേഴ്സിലാണ് നമ്മുടെ ടിൻറ്റേൺ അബി എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്ലാങ്ക് വേഴ്സിൽ വന്നിരിക്കുന്ന വേറൊരു പോയം നമുക്ക് പഠിക്കാനുണ്ട്. ടിൻറ്റേൺ അബി അല്ലാതെ നമുക്ക് ബ്ലാങ്ക് വേഴ്സിൽ എഴുതിയിട്ടുള്ളത് വേറെ ഏതൊക്കെയാണ്? ലൈസസ് വരുന്നുണ്ട് അല്ലേ. പിന്നെ അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഹോംബറിയൽ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ് നമുക്ക് ബ്ലാങ്ക് വേഴ്സിൽ എഴുതിയിരിക്കുന്ന പോയംസ് ആണ്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനകത്ത് നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കുകയാണ്, ബ്ലാങ്ക് വേഴ്സ് ആണ്. അതെ, ഇതൊരിക്കലും ഫ്രീ വേഴ്സ് അല്ല, അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് ബ്ലാങ്ക് വേഴ്സ് ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ ടിൻറ്റേൺ അബി ഈസ് റിട്ടൺ ഇൻ ബ്ലാങ്ക് വേഴ്സ്. ദെൻ അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ, ഓപ്ഷൻ ബിനകത്ത്
ഹോം ബറിയൽ വരുന്നുണ്ട്, യുലൈസസ് വരുന്നുണ്ട്, ഒക്കെ എന്താണ് ബ്ലാങ്ക് വേഴ്സിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ എന്താണ്? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് at their return up the high strand begin and cease and then again begin. These lines are from Tintin Abbey. Is it correct? Second statement correct ആണോ? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ടാണോ വരുന്നത്? ഹോം ബറിയൽ യുലൈസസ് ബ്ലാങ്ക് വേഴ്സിലാണ്, ശരിയാണ്. സെക്കൻഡ്, വാട്ട് അബൌട്ട് ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിനെ പറ്റി എന്താണ്? സെക്കൻഡ് സുചിത്രയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ദീസ് ലൈൻസ് ആർ ഫ്രം ഡോവർ ബീച്ച്. ഡോവർ ബീച്ചിൽ നിന്നുള്ള ലൈനാണ്. സോ ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിനകത്തും മിസ്റ്റേക്സ് ഉണ്ട്. ദീസ് ലൈൻസ് ആർ ഫ്രം ഡോവർ ബീച്ച്. ഡോവർ ബീച്ച് നമുക്ക് പഠിക്കാനുള്ള മാത്യു അർണോൾഡിന്റെ, വിക്ടോറിയൻ പോയറ്റ് ആയിട്ടുള്ള മാത്യു അർണോൾഡിന്റെ പോയമാണ് അല്ലെ. അപ്പൊ ഈ ലൈൻസ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ പോയം ഒക്കെ 23 പോയംസിന്റെയും എന്താണ് ലൈൻസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. എന്നാലാണ് നമുക്ക് ഇത് ഏത് പോയത്തിൽ നിന്നുള്ള ഫസ്റ്റ് ലൈൻ അല്ലെങ്കിൽ ലാസ്റ്റ് ലൈൻ ചോദിക്കാം, അല്ലെങ്കിൽ ഇന്ന ലൈൻ തന്നിട്ട് ഇത് ഏത് പോയത്തിൽ നിന്ന് എടുത്തിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവണമെങ്കിൽ എന്താണ്, ആ ഒരു പോയം നമ്മൾ നന്നായിട്ട് വായിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. സോ ഈ ഒരു ലൈൻസ് എന്ന് പറയുന്നത് ഡോവർ ബീച്ചിൽ നിന്നും വന്നിട്ടുള്ളത്. നമുക്കറിയാം മാത്യു അർണോൾഡ് ആണ് ഏതാണ് 1867 എന്താണ് ഡോവർ ബീച്ച് പബ്ലിഷ് ചെയ്തത്. 1851 ഡോവർ ബീച്ച് എഴുതിയിട്ടുള്ളത് അല്ലേ. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ഡോവർ ബീച്ചുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തു വെക്കുക. ദെൻ ഇവിടെ നമ്മൾ പറയുന്നത് ടിൻറ്റൻ അബേ പോയവുമായി റിലേറ്റഡ് ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ 2 സെന്റൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. അടുത്തത് ദ ഫ്രേസ് അബണ്ടന്റ് റീകമ്പൻസ് ഈസ് അപ്പിയർഡ് ഇൻ ടിൻറ്റൻ അബേ. ദ അബണ്ടന്റ് റീകമ്പൻസ്, ആ ഒരു സ്റ്റേറ്റ്മെന്റ്, ആ ഒരു ഫ്രേസ് നമുക്ക് ഏതിനകത്താണ് വരുന്നത്? അബണ്ടന്റ് റീകമ്പൻസ് എന്ന് പറയുന്നത് ടിൻറ്റൻ അബേയിൽ തന്നെ ഉള്ള ഒരു ഫ്രേസ് തന്നെയാണ് അല്ലെ. ദ ഫ്രേസ് അബണ്ടന്റ് റീകമ്പൻസ് എന്ന് പറയുന്നത് എന്താണ്? ടിൻറ്റൻ അബേയിൽ തന്നെ ഉള്ളതാണ്. ഓക്കെ, സോ സി ഈസ് ദ കറക്റ്റ്. സി ട്രൂ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അബണ്ടന്റ് റീകമ്പൻസ് എന്ന് പറയുന്നത് എന്താണ്? സി ഡി കറക്റ്റ്, ശരിയാണ് ഷാജിദ, സി ഡി കറക്റ്റ് ആണ്. റസീന സി ട്രൂ എന്ന് പറയുന്നു. സുചിത്ര എന്താണ്? ട്രൂ എന്നേ പറഞ്ഞിട്ടുള്ളൂ, ഏതൊക്കെയാണ് ട്രൂ എന്ന് പറഞ്ഞിട്ടില്ല. ശ്രീജിത്ത് അപ്പൊ നമുക്ക് സി ട്രൂ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ദെൻ അടുത്ത് നോക്കിക്കേ, ദ ഓപ്പണിംഗ് ലൈൻ ഓഫ് ദ പോയം ഈസ് 5 years have passed 5 summers with the length of the 5 long winters. ഏത് ടിൻറ്റൻ അബി ബിഗിൻ ചെയ്യുന്ന ലൈൻ തന്നെയാണ് എന്ത് ഈ പറഞ്ഞിരിക്കുന്നത്. അതായത് സിയും ഡിയും ഇവിടെ എന്ത് തന്നെയാണ് നമുക്ക്? ശരിയാണ് അശ്വതി, സി ആൻഡ് ഡി ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. സി ഡി ആതിര ശരിയാണ്. സൂര്യ പറയുന്നു സി ഡി. അപ്പൊ എന്താണ് ആ മിസ്റ്റേക്ക് എന്നാണ് എന്തുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് ആ ഒരു പോയത്തെ പറ്റി ഒരു ഐഡിയ ഉണ്ടെങ്കിലാണല്ലോ നമുക്കത് മനസ്സിലാക്കി. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. ലൈവ് സെഷനിലും വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്, ക്ലാസ്സിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇനി എന്താണ് ഈ ലാസ്റ്റ് മൊമെന്റ് ഒരു പ്രിപ്പറേഷന്റെ സമയത്ത് നിങ്ങൾ ആ പോയം ഒന്നുകൂടി ഒന്ന് വായിച്ച് അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസും ഒക്കെ ഒന്ന് മനസ്സിലിരുത്തി വെക്കുക. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളോട് പറയാറുണ്ട്, നമ്മുടെ ലാസ്റ്റ് മൊമെന്റിൽ നമുക്ക് ഈ പോയത്തിന്റെ ഇയറും പബ്ലിക്കേഷനും ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊരു പേപ്പറിൽ ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ എക്സാമിന് കയറുന്നതിന് മുമ്പ് നമുക്കതൊന്ന് നോക്കിയിട്ട് പോകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണും. എയും ബിയും എന്താണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സി ആൻഡ് ഡി ഇസ് ദ ട്രൂ സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. Again, it is related with another poem, Daddy. The poem Daddy was written in dash. Year ആണ് ചോദിച്ചിരിക്കുന്നത്. ഷുവർ ആണ് ഇയർ. ഏതെങ്കിലും പോയം ആയിക്കോട്ടെ, പ്രോസ ആയിക്കോട്ടെ, ഡ്രാമ ഏതുമായിക്കോട്ടെ, ഇയറുമായി ബന്ധപ്പെട്ട എന്തായാലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഏതാണ് ദ പോയം? സിൽവിയ പ്ലാത്തിന്റെ ഫേമസ് ആയിട്ടുള്ള പോയമാണ് ഡാഡി എന്ന് നമുക്കറിയാം. ഇറ്റ് വാസ് റിട്ടൺ ഇൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 1965, ഓപ്ഷൻ ബി 1962, ഓപ്ഷൻ സി 1963 ആൻഡ് ഓപ്ഷൻ ഡി 1964. ഏതാണ് പോയം എഴുതിയിരിക്കുന്നത്? ഇറ്റ് വാസ് റിട്ടൺ ഇൻ കറക്റ്റ് ആണ്. രഞ്ജു പറയുന്നു 1962. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 1962. ദ പോയം ഡാഡി was written in 1962. Then അഞ്ജു 1965 എന്ന് പറഞ്ഞു. എന്താണ് 1965? അത് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡേറ്റ് ആണ്. രണ്ടും ഓപ്ഷനിലുണ്ട് കണ്ടോ. ഓപ്ഷൻ എ ഫസ്റ്റ് തന്നെ 1965 എന്ന് കിടക്കുന്നു. 1965 അത് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡേറ്റ് ആണ്. 1962 ആണ്
എന്ത് അത് എഴുതിയിരിക്കുന്ന ആ ഒരു ഡേറ്റ് എന്നുള്ളത്. അത് രണ്ടും ഓർത്ത് വെക്കുക. 1962 ഇറ്റ് വാസ് റിട്ടൺ ഇൻ 1962 ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1965. അപ്പൊ കൺഫെഷണൽ പോയിന്റ് ആയിട്ടുള്ള സിൽവിയ പ്ലാത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയമാണ് ഡാഡി എന്നുള്ളത് ഓർത്ത് വെക്കുക. പബ്ലിഷ്ഡ് എന്ന് അശ്വതി, മോണിക്ക ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊന്നും മാറിപ്പോവരുത് കേട്ടോ. 1962 ഇറ്റ് വാസ് റിട്ടൺ ആൻഡ് 1965 ഇറ്റ് വാസ് പബ്ലിഷ്ഡ്. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെക്കുക. അപ്പൊ സിൽവിയ പ്ലാത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൺഫെഷണൽ പോയറ്റ് ആണ് അല്ലെ. പോയറ്റിനകത്ത് ഡാഡിയുടെ ഡിഫറെന്റ് ഇമേജസ്, വാമ്പയർ ഇമേജസും ബ്ലാക്ക് ഷൂസും അതൊക്കെ നിങ്ങൾ മൈൻഡിലേക്ക് കൊണ്ടുവരണം. നമുക്ക് എല്ലാം ഡീപ്പായിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എല്ലാം ഡീപ്പിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. ജസ്റ്റ് ഓവറോൾ ആയിട്ടൊരു ഓർമ്മ പുതുക്കി പോവുകയാണ് നമ്മൾ ഈ ഒരു ഫൈനൽ ടച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ്, 1962 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അതെ, അത് വന്നിരിക്കുന്നത് ഏരിയൽ എന്നുള്ള ആ ഒരു കളക്ഷനിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സിൽവിയ പ്ലാത്തിന് പോസ്റ്റ്യൂമസ്ലി എന്താണ് പുലിസ്റ്റർ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ആ ഒരു കാര്യം കൂടി ഓർത്ത് നോക്കുക. ഏരിയൽ കളക്ഷൻ ആണ്, ഹോളോകോസ്റ്റ് ഇമേജറി ഉണ്ട്, ബ്ലാക്ക് ഷൂ ഇമേജറി ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ പോസ്റ്റ്യൂമസ്ലി സിൽവിയ പ്ലാത്ത് ഗോട്ട് എന്താണ് പുലിസ്റ്റർ പ്രൈസ്, കാര്യവും ഓർത്ത് വെക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. കൺസിഡർ വെദർ ഇറ്റ് ഈസ് ട്രൂ ഓർ നോട്ട്. ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, the study of poetry was published in 1888. Then Arnold begins his essay by saying that poetry has a great message. Then C, according to Arnold, poetry is the criticism of life. And D, Arnold puts stress on high seriousness in poetry. അപ്പം സ്റ്റഡി ഓഫ് പോയിട്രി എന്നുള്ള മാത്യു അർണോൾഡിന്റെ ഒരു ക്രിറ്റിസിസവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് നോക്കിക്കേ, ദ സ്റ്റഡി ഓഫ് പോയിട്രി വാസ് പബ്ലിഷ്ഡ് ഇൻ 1888. നമ്മൾ പഠിച്ചതാണല്ലേ സ്റ്റഡി ഓഫ് പോയിട്രി. അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1888. ഓക്കെ, 1888 ആണ്. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് പറയുന്നു ശരണ്യ. അതുപോലെ തന്നെ പ്രിൻസ്, മോണിക്ക പറയുന്നു. ഓക്കെ, അപ്പൊ സ്റ്റഡി ഓഫ് പോയിട്രി പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1888 Then Arnold begins his essay by saying that poetry has a great message. Poetry has a great message എന്നാണ് പറയുന്നത്. അല്ല, എന്താണ്? പോയിട്രി ഹാസ് എ ഗ്രേറ്റ് ഫ്യൂച്ചർ എന്നാണ് പറയുന്നത്. മെസ്സേജ് അല്ല, പോയിട്രി ഹാസ് എ ഗ്രേറ്റ് ഫ്യൂച്ചർ. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ എന്താണ് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഫ്യൂച്ചർ ആണ്. ഓക്കെ, ഫ്യൂച്ചർ ആണ്, നോട്ട് മെസ്സേജ്, ഇറ്റ് ഈസ് ഫ്യൂച്ചർ. ഓർത്ത് വെക്കുക. ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ സി വരുന്നത്, അക്കോർഡിംഗ് ടു അർണോൾഡ് പോയിട്രി ഇസ് ദ ക്രിറ്റിസിസം ഓഫ് ലൈഫ്. അല്ലെ, ബി ഇൻകറക്റ്റ് ആണെന്ന് പലരും പറയുന്നു, റോങ് ആണെന്ന് പറയുന്നു. അപ്പൊ ഓക്കെ, അത് നമ്മൾ പറഞ്ഞു. അതിനെന്താണ് പറയുന്നത്? പോയിട്രി ഹാസ് എ ഗ്രേറ്റ് മെസ്സേജ് അല്ല, ഗ്രേറ്റ് ഫ്യൂച്ചർ ആണ്. Then C, according to Arnold, poetry is the criticism of life. It's true. A, C, D and true എന്ന് പറയുന്നുണ്ട്. ശരിയാണ്. C എന്ന് പറയുന്നത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ഇറ്റ് ഈസ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ദെൻ അർണോൾഡ് പുട്ട് സ്ട്രെസ് ഓൺ ഹൈ സീരിയസ്നെസ് ഇൻ പോയട്രി. അല്ലേ, നമ്മൾ പഠിച്ചതാണ് സ്റ്റഡി ഓഫ് പോയട്രി. അർണോൾഡ് അദ്ദേഹം കുറെ പോയറ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അദ്ദേഹം പോപ്പിനെ, ഡ്രൈഡനെ ഒക്കെ ക്ലാസിക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അല്ലേ, അതുപോലെ തന്നെ ചോസറിനെ പറ്റി അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഹി പുട്ട് സ്ട്രെസ് ഓൺ ഹൈ സീരിയസ്നെസ്. പോയട്രി എന്താണ്? ഹൈ സീരിയസ്നെസ് ഓൺ പോയട്രി. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ അർണോൾഡ് പുട്ട് സ്ട്രെസ് ഓൺ ഹൈ സീരിയസ്നെസ് ഇൻ പോയട്രി. അപ്പൊ ഇതിനകത്ത് ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ഏതാണ്? ബിയിലാണ് മിസ്റ്റേക്ക് ഉള്ളത്. ബാക്കി എല്ലാം എന്താണ്? സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളത് ഓർത്ത് വെക്കുക, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിനകത്ത് തെറ്റായിട്ടുള്ളതെന്ന്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പം ക്ലാരിറ്റി ഉണ്ടല്ലോ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർത്തെടുക്കാനൊക്കെ പറ്റുന്നില്ലേ? ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, ഗ്രേറ്റ് ഫ്യൂച്ചർ. ചോസർ ലാക്ക് സീരിയസ്നെസ്. ഓക്കെ, അതൊക്കെ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്, അർണോൾഡിന്റെ അഭിപ്രായം തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് സമയം കളയാനില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇൻ ദ ഏജ് ഓഫ് പോപ്പ് ആൻഡ് ഡ്രൈഡൻ, അർണോൾഡ് റിഗാർഡ്സ് ഡാഷ് ആസ് എ യുണീക് പോയറ്റ്. അഗെയിൻ ദ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു ദ സ്റ്റഡി ഓഫ് പോയട്രി. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഓപ്ഷൻസ്. ഓപ്ഷൻ എ മിൽട്ടൺ, ഓപ്ഷൻ ബി ഷേക്സ്പിയർ, ഓപ്ഷൻ സി ഗ്രേ ആൻഡ് ഓപ്ഷൻ ഡി ഷെല്ലി. ഇൻ ദ ഏജ് ഓഫ് പോപ്പ് ആൻഡ് ഡ്രൈഡൻ, അർണോൾഡ് റിഗാർഡ് ഡാഷ് ആസ് എ യുണീക് പോയറ്റ്. ആരെയാണ് അദ്ദേഹം യുണീക് പോയറ്റ് എന്നുള്ള രീതിയിൽ വിശേഷിപ്പിക്കുന്നത്?
യുണീക്ക് എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് പോയിറ്റിനെയാണ്? നമുക്കെല്ലാം ഷാജിദ, റിയ, കൃഷ്ണപ്രിയ, സുമി, സൂര്യ എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ട്. ശരിയാണ്. ഏതാണ്? നമ്മുടെ തോമസ് ഗ്രേ ആണ് അദ്ദേഹം യുണീക്ക് പോയറ്റ് ആയിട്ട് വിശേഷിപ്പിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് നിങ്ങൾ പറഞ്ഞത്. തോമസ് ഗ്രേ ആണ് എർണോൾഡ് യുണീക്ക് പോയറ്റ് ആയിട്ട് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഓർത്തു വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇൻ ദ ഏജ് ഓഫ് പോപ്പ് ആൻഡ് ഡ്രൈഡൻ എർണോൾഡ് റിഗാർഡ്സ് തോമസ് ഗ്രേ ആസ് ദ യുണീക്ക് പോയറ്റ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അഗെയിൻ രസ തിയറിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ബേസ്ഡ് ഓൺ രസ തിയറി? അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മുടെ ലൈവ് സെഷനിലൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ തന്നെയാണ് അല്ലേ? നിങ്ങൾക്ക് അറിയാം, CC സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അറിയാം നമ്മളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ആണ്. എന്നാലും നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലാസ്റ്റ് മിനിറ്റ് ഒരു പ്രിപ്പറേഷൻ, ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡി എന്നുള്ള രീതിയിലാണ് നമ്മൾ വീണ്ടും ഈ ക്വസ്റ്റ്യൻസ് വീണ്ടും അത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നോക്കിക്കേ. ഓപ്ഷൻ എയിൽ കിടക്കുന്നു ഭരതമുനി ഫോർമുലേറ്റഡ് ദ തിയറി ഓഫ് രസ. ബി സമവേദ ഈസ് നോൺ ആസ് ഫിഫ്ത്ത് വേദ. സി നാട്യശാസ്ത്ര ഈസ് ഡിവൈഡഡ് ഇൻടു 32 ചാപ്റ്റേഴ്സ്. നാട്യശാസ്ത്ര മീൻസ് ബുക്ക് ഓൺ പെർഫോമിംഗ് ആർട്സ്. ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്താണ്, ഏതൊക്കെയാണ് ഇതിനകത്ത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ട്രൂ ആൻസർ വരുന്നുണ്ട്. ട്രൂ ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ്? ഭരതമുനി ഫോർമുലേറ്റഡ് ദ തിയറി ഓഫ് രസ നമുക്കറിയാം അല്ലേ? ഭരതമുനിയാണ് രസ തിയറിയുടെ രസ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന വ്യക്തി എന്ന് നമുക്കറിയാം. ഭരതമുനി, അദ്ദേഹത്തിന്റെ നാട്യശാസ്ത്ര എന്നുള്ള വർക്കും. ദെൻ സമവേദ ഈസ് നോൺ ആസ് ഫിഫ്ത്ത് വേദ. അത് റോങ് ആണെന്ന് പറയുന്നു. ശരിയാണ്. എന്താണ് ഇതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ട്? ഏതാണ്? സാമവേദമാണോ ഫിഫ്ത്ത് വേദം എന്നറിയപ്പെടുന്നത്? അല്ല, നാട്യശാസ്ത്ര ഈസ് നോൺ ആസ് ദ ഫിഫ്ത്ത് വേദ. ഓർത്തു വെക്കുക, നാട്യശാസ്ത്രമാണ് ഫിഫ്ത്ത് വേദം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ നാട്യശാസ്ത്ര is divided into 32 chapters. നാട്യശാസ്ത്ര 32 ചാപ്റ്റേഴ്സ് ആയിട്ടാണോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് പഠിച്ചത്? അല്ല, അതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങൾ കമന്റ് ചെയ്യുന്നുണ്ട്, ശരിയാണ്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു 36 ചാപ്റ്റേഴ്സ് ആണ് അല്ലേ? 32 അല്ല, 36 ചാപ്റ്റേഴ്സ് ആണ് നാട്യശാസ്ത്ര. ആ നമ്പർ ഓർത്തു വെക്കുക. Then last sentence, നാട്യശാസ്ത്ര മീൻസ് ബുക്ക് ഓൺ പെർഫോമിംഗ് ആർട്സ്. നാട്യശാസ്ത്ര മീൻസ് ബുക്ക് ഓൺ പെർഫോമിംഗ് ആർട്സ്, അതാണ് അതിന്റെ മീനിങ്, ബുക്ക് ഓൺ പെർഫോമിംഗ് ആർട്സ്. ഓക്കെ, അപ്പൊ അതിനകത്തും മിസ്റ്റേക്ക് നമുക്ക് പറയാനില്ല. അപ്പൊ ബി ആൻഡ് സിയിലാണ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? സാമവേദ ഈസ് നോൺ ആസ് ഫിഫ്ത്ത് വേദ, അതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ട്. നാട്യശാസ്ത്ര ഈസ് നോൺ ആസ് ദ ഫിഫ്ത്ത് വേദ. Then നാട്യശാസ്ത്ര ഈസ് ഡിവൈഡഡ് ഇൻടു 36 ചാപ്റ്റേഴ്സ്. അത് ഓർമ്മയിൽ വെക്കുക. കുറേ നമ്പേഴ്സുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? ഇപ്പൊ നമ്മൾ ബയോഗ്രഫിയ ലിറ്ററേറിയ പറയുകയാണെങ്കിൽ അതിനകത്ത് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 24 ആണ്. ഇനി ലിറിക്കൽ ബാലഡ്സിലെ നമ്പേഴ്സ് ഓഫ് പോയംസ് എന്ന് പറയുന്നത് 23 ആണ്. ദെൻ നാട്യശാസ്ത്രത്തിനകത്ത് ചാപ്റ്റേഴ്സ് ഡിവൈഡ് ചെയ്യുന്നത് 36 ആണ്. അങ്ങനെയുള്ള കുറേ നമ്പേഴ്സ് ഉണ്ട്. അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. ഇനി നമ്മൾ രസ തിയറി നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് സ്ഥായി ഭാവാസ് ആയിട്ട് 8 ആണ് ഭരതമുനി പറയുന്നത്. ദെൻ ലാസ്റ്റ് ഒരെണ്ണം കൂടെ കൂട്ടി ചേർത്ത് 9 എണ്ണമായിട്ടാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ വ്യഭിചാരി ഭാവാസ് എന്ന് പറയുന്നത് 33 ഇൻ നമ്പേഴ്സ് ആണ്. 33 ഇൻ നമ്പേഴ്സ് ആണ്. ദെൻ പിന്നെ അതുപോലെ തന്നെ ഭാവാസ് എന്ന് പറയുന്നത് 49 ഭാവാസ് ഒക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ ഈ നമ്പേഴ്സ് അങ്ങോട്ട് ശരിയാണ് പ്രിൻസ്. 6000 വേഴ്സ് ഉണ്ട് നമ്മുടെ രസ തിയറിക്കകത്ത്. നാട്യശാസ്ത്രത്തിനകത്ത് 6000 വേഴ്സസ് ആണുള്ളത്. നാട്യശാസ്ത്രത്തിനകത്ത് 6000 വേഴ്സസ് ഉണ്ട്. 33 വ്യഭിചാരി ഭാവാസ് ഉണ്ട്. ദെൻ 9 സ്ഥായി ഭാവാസ്. ഓക്കെ, ദെൻ പിന്നെ അതുപോലെ തന്നെ 49 ഭാവാസ് ഉണ്ട്. അപ്പൊ ഈ ഒരു പോയറ്റിക്സിനകത്ത് 26 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ടേംസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. മാച്ച് ദ ഫോളോയിങ് ആണ്. ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്ക് വേഗത്തിൽ തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മാജിക്കൽ റിയലിസം, നാച്ചുറലിസം, സിംബോളിസ്റ്റ് മൂവ്മെന്റ്, ലോഞ്ചിനസ്. ദെൻ ഫ്രാൻസ് ഓൺ ദ സബ്ലൈം, ഗബ്രിയൽ ഗേർഷ് മാർക്കോസ് ആൻഡ് ഓണർഡി ബാൾസാക് ആൻഡ് എമിലി സോള. ഓക്കെ, അപ്പൊ ഈ മാച്ച് ദ ഫോളോയിങ് നമ്മുടെ ലിറ്റററി ടേംസ് ഉണ്ട്. ലിറ്റററി ടേംസ് അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കുറച്ച് ആളുകളുടെ റൈറ്റേഴ്സിന്റെ പേരും വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അത് കണ്ടുപിടിക്കാം. ഓക്കെ, 49 ഭാവാസ് ശരിയാണ്, നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ്. 26 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിൽ നമ്മൾ എത്തി.
ഫസ്റ്റ് മാജിക്കൽ റിയലിസം, റിയലിസം, നാച്ചുറലിസം, സിംബോളിസ്റ്റ് മൂവ്മെന്റ് ആൻഡ് ലോഞ്ചിനസ്. അപ്പൊ അതുമായിട്ടൊന്ന് കറക്റ്റ് ആൻസർ ഒന്ന് വേഗം തന്നെ കമന്റ് ചെയ്തേ. ശരി, നിങ്ങൾ പറയുന്നുണ്ട് മാജിക്കൽ റിയലിസം ആരുമായിട്ടാണ്? 1 സിയുമായിട്ടാണ് അല്ലേ? ഗബ്രിയേൽ ഗാർഷ്യ മാർക്വസ് ആണ് മാജിക്കൽ റിയലിസവുമായിട്ട് ചേരുന്നത്. ശരിയാണ്. ദെൻ വാട്ട് അബൌട്ട് റിയലിസം എന്ന് പറയുന്നത് 2 ഏതുമായിട്ടാണ്? 2A എന്ന് പറയുന്നു. ശരിയല്ല കേട്ടോ. 2 എന്ന് പറയുന്നത് ഡി ആണ്. എന്താണ് റിയലിസവുമായി ബന്ധപ്പെട്ടത്? ആരാണ്? ഓണർ ഡി ബാൾസാക്ക് ആണ് റിയലിസവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഓണർ ഡി ബാൾസാക്ക് ആണ് റിയലിസവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ മാജിക്കൽ റിയലിസം ഗബ്രിയേൽ ഗാർഷ്യ മാർക്വസ്, ദെൻ റിയലിസം ഓണർ ഡി ബാൾസാക്ക്. ദെൻ വാട്ട് അബൌട്ട് നാച്ചുറലിസം? അതായത് മൂന്നാമത്തത് ഏതാണ്? ശരിയാണ്, ഈ നാച്ചുറലിസമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് നമ്മുടെ എമിലി സോള, ദ ഫൗണ്ടർ ഓർ ഫാദർ ഓഫ് നാച്ചുറലിസം എന്ന് കൺസിഡർ ചെയ്യുന്നത് ആര് തന്നെയാണ്? നാച്ചുറലിസത്തിലെ എമിലി സോളയാണ് നാച്ചുറലിസത്തിന്റെ ഫൗണ്ടർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ നാച്ചുറലിസം അതായത് മൂന്നാമത്തെ കറക്റ്റ് ആയിട്ട് വരുന്നത് ഇയുമായിട്ടാണ്. 3E ആണ്. ഓക്കെ, നാച്ചുറലിസം എമിലി സോള, ആ ഒരു പേരോർത്ത് വെക്കുക. ദെൻ വാട്ട് അബൌട്ട് സിംബോളിസ്റ്റ് മൂവ്മെന്റ് ഫോർത്ത് വൺ ഏതുമായിട്ടാണ്? 4A. അഞ്ജലി കറക്റ്റ് ആണ്. അഞ്ജലി പറഞ്ഞത് ഏതാണ്? സിംബോളിസ്റ്റ് മൂവ്മെന്റ് ഈസ് റിലേറ്റഡ് ടു ഫ്രാൻസ്. അതായത് ഒരു 19th സെഞ്ചുറിയിലാണ്, ഫ്രാൻസിലാണ് എന്ത് സിംബോളിസ്റ്റ് മൂവ്മെന്റ് ഒറിജിൻ ചെയ്യുന്നത്. 19th സെഞ്ചുറി ഓർത്തു വെക്കുക. സിംബോളിസ്റ്റ് മൂവ്മെന്റ് ഇൻ 19th സെഞ്ചുറി. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് ലോഞ്ചിനസ് ഏതാണ്? ലോഞ്ചിനസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് അഞ്ചാമത്തെ ഏതാണ്? ലാസ്റ്റ് വൺ ബി. എന്താണ്? നമ്മുടെ ഓൺ ദി സബ്ലൈം ആണ്. ഓക്കെ, ഓൺ ദി സബ്ലൈം ആണ്. അപ്പൊ ഒന്നുകൂടെ പറയാം. മാജിക്കൽ റിയലിസം ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഗബ്രിയേൽ ഗാർഷ്യ മാർക്വസ്. ഓക്കെ, then realism related to Honor de Balzac, naturalism to Emile Zola, then symbolist movement in France because it started in France in 19th century, then Longinus on the sublime. Okay, ഇതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത്. അപ്പൊ ഈ ഓരോ ടേംസ് നമുക്ക് പഠിക്കാനുണ്ടല്ലോ, ലിറ്റററി ടേംസും മൂവ്മെന്റ്സും നമുക്ക് പഠിക്കാനുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളുടെ പേരുകളും നിങ്ങൾ ഒന്ന് ഓർത്തു വെച്ചാലാണ് നമുക്ക് ഇങ്ങനെ രീതിയിൽ ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ആ ആളുകളുടെ പേരും ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യാം, മൈൻഡിലേക്ക് കൊണ്ടുവരിക. അതൊന്ന് വീണ്ടും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നുകൂടെ ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ മാച്ച് ദ ഫോളോയിങ്ങില് വരുന്നത്. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. Then beauty is truth beauty appears in the dash stanza of Keats' Ode on a Grecian Urn. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ഒരു പോയമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ഏൺ അല്ലെ. കീറ്റ്സിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഓഡാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ. ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ഏൺ. ഓക്കെ, അപ്പൊ അതിനകത്ത് ബ്യൂട്ടി ഈസ് ട്രൂത്ത് ബ്യൂട്ടി എന്നുള്ള ഫേമസ് ആയിട്ടുള്ള ആ ഒരു കോട്ട് വന്നിരിക്കുന്നത് ഏത് പോയത്തിന്റെ ഏത് ഭാഗത്താണ് എന്നുള്ളതാണ്. ഫസ്റ്റ്, തേർഡ്, സെക്കൻഡ്, ലാസ്റ്റ്. നമുക്കറിയാം ആ ഒരു പോയം ഓട് വായിച്ച് നമുക്ക് അറിയാൻ പറ്റും. ഈ പറഞ്ഞ ഇതിന്റെ ഒരു കൺക്ലൂഡിങ് ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് ഇത് എടുത്തു തന്നിട്ടുള്ളത് അല്ലേ ക്ലാസ്സിൽ. ഇതിന്റെ കൺക്ലൂഡിങ് പാർട്ടിൽ നിന്ന് ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്യൂട്ടി ഈസ് ട്രൂത്ത് ബ്യൂട്ടി എന്നുള്ളത്. ആ ഒരു ഓഡിൽ അതിന്റെ എന്താണ് ലാസ്റ്റ് പോർഷനിലാണ് ആ ഒരു ഭാഗം വരുന്നത്. ഓർത്തു വെക്കുക. ഓക്കെ, ലാസ്റ്റ് പോർഷനിലാണ് ബ്യൂട്ടി ഈസ് ട്രൂത്ത് ബ്യൂട്ടി എന്നുള്ളത് ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ഏണില് വരുന്നത് എന്നുള്ളതും ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ഹോളി സോണറ്റ്സ് ആർ എ സീരീസ് ഓഫ് 19 പോയംസ് ബൈ. എന്താണ് ദ ഹോളി സോണറ്റ്സ് എന്നുള്ള ആ ഒരു പോയം? ഇറ്റ്സ് എ സീരീസ് ഓഫ് പോയംസ്. ഇറ്റ് വാസ് റിട്ടൺ ബൈ ഹൂം? റൈറ്ററെ പറ്റിയിട്ട് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ദ ഹോളി സോണറ്റ്സ് ആരുടെ പോയം ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ മിൽട്ടൺ, ഓപ്ഷൻ ബി സ്പെൻസർ, ഓപ്ഷൻ ഡി ഡൺ ആൻഡ് ഓപ്ഷൻ ഡി കീറ്റ്സ്. ആരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു ദ ഹോളി സോണറ്റ്സ് എന്നുള്ളത്? ദ ഹോളി സോണറ്റ്സ് ആൻസർ വരുന്നുണ്ട് പ്രിൻസ്. ഓക്കെ, ഹോളി സോണറ്റ്സ് ഈസ് റിലേറ്റഡ് ടു റസീന. കറക്റ്റ് ആണ്. ഏതാണ്? ഓപ്ഷൻ സി ഡൺ ആണ്. നമ്മുടെ മെറ്റാഫിസിക്കൽ പോയറ്റ് ആയിട്ടുള്ള ഡൺ ആണ് എന്ത് ഹോളി സോണറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. ഓർത്തു വെക്കുക. ദ ഹോളി സോണറ്റ്സ് ഇസ് എ സീരീസ് ഓഫ് 19 പോയംസ്. ഇറ്റ് വാസ്
റിട്ടൺ ബൈ ജോൺ ഡൺ. ഡണ്ണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് വാലഡിക്ഷൻ ഫോർബിഡൻ മോർണിംഗ് എന്നുള്ള പോയം പഠിക്കാനുണ്ടല്ലോ അല്ലേ? അപ്പൊ ആ ഒരു പോയം എന്താണ്, ഒരു മെറ്റാഫിസിക്കൽ പോയത്തിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് എന്നുള്ളത് ഓർത്തു വെക്കുക, ജോൺ ഡൺ. ഓക്കെ, മിൽട്ടൺ അല്ല, രഞ്ജു. ഡൺ ആണ് ആൻസർ. ഓക്കെ, ലാസ്റ്റ് ആൻസർ ആണ് ശരിയാണ്. ബ്യൂട്ടി ഈസ് ട്രൂത്ത്, ട്രൂത്ത് ബ്യൂട്ടി എന്നുള്ളത് എന്താണ്, ലാസ്റ്റ് സ്റ്റാൻസയിൽ വരുന്നതാണ്. ഈ ഒരു പോയം ദ ഹോളി സോണറ്റ്സ് എന്നുള്ളത് ഇറ്റ് വാസ് റിട്ടൺ ബൈ ഡൺ ആണ്. അത് ഓർത്തു വെക്കുക. ഓക്കെ, അതെ, വേർഡ്സ്വർത്ത്, അതെ ശരിയാണ്. നമുക്ക് 19 പോയം ബൈ വേർഡ്സ്വർത്തും 4 ബൈ കോൾറിഡ്ജുമാണ്. ഓക്കെ, ബയോഗ്രഫി ലിറിക്കൽ ബാലഡ്സ് ആണ്, പ്രിഫൈസ് ടു ലിറിക്കൽ ബാലഡ്സ്. ഓക്കെ ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ അല്ലേ? ഇത് നമ്മൾ ബ്യൂട്ടി ഈസ് ട്രൂത്ത്, ട്രൂത്ത് ബ്യൂട്ടി, അത് ലാസ്റ്റിൽ വരുന്നു. ദ ഹോളി സോണറ്റ്സ് എന്ന് പറയുന്നത് ഡൺ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. The term magical realism was first coined by dash. The term magical realism was first coined by dash. Option A, Pablo Neruda. Option B, Gabriel Garcia Marquez. And option C, Franz Roh. And option D, Italo Calvino. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് മാജിക്കൽ റിയലിസം ഒരു മാച്ച് ദ ഫോളോയിങ്ങിൽ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഈ ടേം ചോദിച്ചിരിക്കുന്നത്, ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മാജിക്കൽ റിയലിസം എന്നുള്ള ടേം കോയിൻ ചെയ്തിരിക്കുന്ന വ്യക്തി ആരാണെന്നുള്ളതാണ്. കോയിൻ ചെയ്തിരിക്കുന്ന വ്യക്തി ആരാണ്? പാബ്ലോ നെരൂദ, ഗബ്രിയേൽ ഗാർഷ്യ മാർക്വസ്, ഫ്രാൻസ് റോഹ് ആൻഡ് ഇറ്റാലോ കാൽവിനോ. ആൻസർ വരുന്നുണ്ട്. ബി എന്ന് കുറച്ച് പേര് പറയുന്നു. ഗബ്രിയേൽ ഗാർഷ്യ മാർക്വസ് ആണോ? മാജിക്കൽ റിയലിസം നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അങ്ങോട്ടേക്ക് പോവരുത്. ദ ടേം മാജിക്കൽ റിയലിസം വാസ് കോയിൻഡ് ബൈ ഫ്രാൻസ് റോഹ്. ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഫ്രാൻസ് റോഹ് ആണ് മാജിക്കൽ റിയലിസം എന്നുള്ള ടേം കോയിൻ ചെയ്തിരിക്കുന്നത്. മാജിക്കൽ റിയലിസവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മള് ഗബ്രിയേൽ ഗാർഷ്യ മാർക്വസിനെ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ടേം മാജിക്കൽ റിയലിസം വാസ് കോയിൻഡ് ബൈ ഫ്രാൻസ് റോഹ് എന്നുള്ള ടേം നിങ്ങൾ ഓർത്തു വെക്കുക, ആ വ്യക്തിയെ നിങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ, അത് മാറിപ്പോവരുത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഹു ഈസ് ദ ഓഥർ ഓഫ് ദ എസ്സേ ദ ഫിലോസഫി ഓഫ് കോമ്പോസിഷൻ? Who is the author of the essay The Philosophy of Composition? അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എന്താണ് വർക്കുകൾ നമ്മളോട് ചോദിക്കും. ഓക്കെ, അപ്പോൾ വർക്കുകൾ നമ്മൾ ക്ലാസ്സിൽ കുറേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? കുറേ വർക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന വർക്കുകൾ നിങ്ങളൊന്ന് ഓർമ്മയിൽ വെക്കുക. ഏതാണ് ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ദ ഫിലോസഫി ഓഫ് കോമ്പോസിഷൻ എന്നുള്ള വർക്ക് ആരെഴുതിയതാന്നുള്ളതാണ്. നോക്കിക്കേ. ഓപ്ഷൻ എ ഗുന്തർ ഗ്രാസ്, ഓപ്ഷൻ ബി ടി.എസ്. എലിയട്ട്, ഓപ്ഷൻ ഡി എഡ്ഗർ അലൻ പോ ആൻഡ് ഓപ്ഷൻ ഡി ജോർജ് ലൂയിസ് ബോഗസ്. ഏതാണ് ദ ഫിലോസഫി ഓഫ് കോമ്പോസിഷൻ? ദ ഫിലോസഫി ഓഫ് കോമ്പോസിഷൻ എന്നുള്ള വർക്കിന്റെ ഓഥർ ആരാണ്? ആൻസർ വരുന്നുണ്ട്. റിയ, എഡ്ഗർ അലൻ പോ എന്ന് പറയുന്നു. സിയിലേക്കാണ് എല്ലാവരും പോകുന്നത് അല്ലേ? ദ ഫിലോസഫി ഓഫ് കോമ്പോസിഷൻ ഇറ്റ് വാസ് റിട്ടൺ ബൈ ഓപ്ഷൻ സി എഡ്ഗർ അലൻ പോ. എഡ്ഗർ അലൻ പോയുടെ വർക്കാണ് ദ ഫിലോസഫി ഓഫ് കോമ്പോസിഷൻ എന്നുള്ളത്. ഓക്കെ, അത് ഓർത്തു വെക്കുക. സി ആണ്, കറക്റ്റ് ആണ്, സി ആണ്. എഡ്ഗർ അലൻ പോയുടെ വർക്കാണ് ദ ഫിലോസഫി ഓഫ് കോമ്പോസിഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് ഓർത്തു വെക്കുക. അപ്പൊ മാജിക്കൽ റിയലിസം എന്നുള്ള ടേം കോയിൻ ചെയ്തിരിക്കുന്ന ഫ്രാൻസ് റോഹ് ആണെന്നും ദ ഫിലോസഫി ഓഫ് കോമ്പോസിഷൻ എന്നുള്ള ടെക്സ്റ്റ് ആരുടെ വർക്ക് എന്ന് പറയുന്നത് എഡ്ഗർ അലൻ പോയുടെ ആണെന്നും ഓർത്തു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോണറ്റ്. നമുക്ക് 2 സോണറ്റ്സ് ആണ് പഠിക്കാനുള്ളത് അല്ലേ? നമുക്ക് ഷേക്സ്പിയറിന്റെയും മിൽട്ടന്റെയും 2 സോണറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒരു സോണറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ബിബ്ലിക്കൽ അഫർമേഷൻ മെൻഷൻഡ് ഇൻ സോണറ്റ് 121? സോണറ്റ് 121 നമ്മുടെ പോയത്തിൽ ഫസ്റ്റ് കിടക്കുന്നതാണ്. സോണറ്റ് 121 വന്നിരിക്കുന്ന എന്താണ് ബിബ്ലിക്കൽ അഫർമേഷൻ, ബിബ്ലിക്കൽ മെൻഷൻ ഏതാണ്? ഈ പറഞ്ഞിരിക്കുന്ന 3 ലൈൻസ് വന്നിട്ടുണ്ട്. ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. നോക്കിക്കേ. ഓപ്ഷൻ എ ഓൾ മെൻ ആർ ബാഡ് ആൻഡ് ഇൻ ദെയർ ബാഡ്നെസ് റെയിൻ. ഓപ്ഷൻ ബി ഐ ആം ദാറ്റ് ഐ ആം. ആൻഡ് ഓപ്ഷൻ സി ഇറ്റ്സ് ബെറ്റർ ടു ബി വൈൽ ദാൻ വൈൽ എസ്റ്റീം. എന്താണ് നമ്മുടെ സോണറ്റിൽ നിന്നുള്ള 3 ലൈൻസ് ആണ്. ഷേക്സ്പിയറിയൻ സോണറ്റ്സ് ആണ് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത്. അതിനകത്ത് ബിബ്ലിക്കൽ അഫർമേഷൻ വന്നിരിക്കുന്നത് ഏത് ലൈനിലാണ്? ആൻസർ വരുന്നുണ്ട്. ആനന്ദ്, സുജിത, അനു, പ്രിൻസ്. ഓക്കെ, യാ
ഏതാണ്? ബി. അതായത് നമ്മുടെ ബിബ്ലിക്കൽ അഫർമേഷൻ എക്സോഡസ് ആണ് അല്ലേ? ബിബ്ലിക്കൽ അഫർമേഷൻ ഇവിടെ വരുന്നത് എക്സോഡസ് എന്നുള്ളതാണ്. സോ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ്. ഐ ആം ദാറ്റ് ഐ ആം. നമുക്കറിയാം ഒരു ഹിപ്പോക്രസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഷേക്സ്പിയർ പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് സോണറ്റ് 121 നമ്മൾ പഠിക്കുന്നത് അല്ലേ? അതിനകത്ത് വരുന്ന ബിബ്ലിക്കൽ അഫർമേഷൻ എന്ന് പറയുന്നത് ഐ ആം ദാറ്റ് ഐ ആം. ഓർത്തു വെക്കുക. എക്സോഡസ്. ഓക്കെ, എക്സോഡസ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. വീണ്ടും മാച്ച് ദ ഫോളോയിങ് ആണ്. നമുക്ക് പോയമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് വന്നിരിക്കുന്നത്. നോക്കിക്കേ. ഡോവർ ബീച്ച്, മൈ ലാസ്റ്റ് ഡച്ചസ്, ആൻ ഇൻട്രൊഡക്ഷൻ, ഹോം ബറിയൽ, യുലൈസസ്, ടു എ സ്കൈലാർക്ക്. ഇത്രയുമാണ് ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. ദെൻ 1842 നോർത്ത് ഓഫ് ബോസ്റ്റൺ, ന്യൂ പോയംസ്, 105 ഫെറാറ, ഫ്രീ വേഴ്സ്. വേഗം തന്നെ നിങ്ങൾ കമന്റ് ചെയ്തേ ഏതൊക്കെയാണ് ഇത് വരുന്നത് എന്നുള്ളത്. ഇതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ആൻസറുകൾ ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത് വേഗത്തിൽ കമന്റ് ചെയ്യുക. ഫസ്റ്റ് ഡോവർ ബീച്ചുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഏതാണ് കറക്റ്റ്? ശരണ്യ ഒന്ന് സി എന്ന് പറയുന്നു. ഡോവർ ബീച്ച് സി ആണെന്ന് പറയുന്നു. അശ്വതി, റിയ, ന്യൂ പോയംസ്. ഡോവർ ബീച്ച് എന്നുള്ള പോയം ഇറ്റ് അപ്പിയർ ഇൻ ദ കളക്ഷൻ ന്യൂ പോയംസിലാണ് ഡോവർ ബീച്ച് അപ്പിയർ ചെയ്തിരിക്കുന്നത്. കറക്റ്റ് ആണ്. ദെൻ മൈ ലാസ്റ്റ് ഡച്ചസ് ഈസി ആണല്ലേ? മൈ ലാസ്റ്റ് ഡച്ചസ് നമുക്ക് വേഗം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഏതാണ്? മൈ ലാസ്റ്റ് ഡച്ചസ് ടു ഫെറാറ, ദ സെറ്റിംഗ് ഓഫ് ദ പോയം മൈ ലാസ്റ്റ് ഡച്ചസ്, റോബർട്ട് ബ്രൗണിംഗ് ഡ്രമാറ്റിക് മോണലോഗ് അല്ലേ? അപ്പൊ 1842 പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഡ്രമാറ്റിക് മോണലോഗ്. ഈ 1842 മൈ ലാസ്റ്റ് ഡച്ചസ് സെറ്റിംഗ് ഓഫ് ദ പോയം ഇറ്റ്സ് ഫെറാറയുമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ദെൻ ആൻ ഇൻട്രൊഡക്ഷൻ ഏതാണ്? ആൻ ഇൻട്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നത് ഏതാണ്? ഇൻട്രൊഡക്ഷൻ എഫ് ആണെന്ന് പറയുന്നു. അതെ, നമ്മുടെ കമലാ സുരയ്യയുടെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയമാണ് ആൻ ഇൻട്രൊഡക്ഷൻ. ഇറ്റ് ഈസ് ഇൻ എ ഫ്രീ വേഴ്സ് അല്ലേ? 1965 അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഫ്രീ വേഴ്സിലാണ് എന്ന് നമ്മൾ ഓർത്തോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയമാണ് കേട്ടോ. 1965 വന്ന എന്താണ് ഇൻട്രൊഡക്ഷൻ എന്നുള്ളത് ഒരു ഫ്രീ വേഴ്സിൽ വന്നിട്ടുള്ള പോയമാണ്. ഫ്രീ വേഴ്സ് ആണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ 1965 വന്നിട്ടുള്ള വേറൊരു പോയം ഉണ്ടല്ലോ. അതേതാണ് 1965 വന്നിട്ടുള്ള പോയം? ഫ്രീ വേഴ്സ് ആണ്. ശരിയാണ്, ഫ്രീ വേഴ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഫ്രീ വേഴ്സിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മുടെ കമലാ സുരയ്യ എഴുതിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കുറേ ഡേറ്റുകൾ ഉണ്ട് കേട്ടോ. നമുക്ക് പഠിക്കാനുണ്ട്. ഒരുപാട് ഡേറ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അവർക്ക് അവാർഡ് 2009 എഴുത്തച്ഛൻ അവാർഡ് കിട്ടിയതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ, ദെൻ ഹോം ബറിയൽ in 1914 വന്ന പോയമാണ്. നോർത്ത് ഓഫ് ബോസ്റ്റൺ എന്നുള്ള കളക്ഷനിലാണ് എന്ത് വന്നിരിക്കുന്നത്? നമ്മുടെ പോയം ഹോം ബറിയൽ വന്നിരിക്കുന്നത്. നൈറ്റ് ഓഫ് ദ സ്കോർഫിയോൺ വന്നിരിക്കുന്നത് 1965 ഡാഡി വന്നിരിക്കുന്നത് 1965 അത് ഓർത്തു വെക്കുക കേട്ടോ. ആൻ ഇൻട്രൊഡക്ഷൻ, ഡാഡി, അതുപോലെ തന്നെ എന്താണ് നൈറ്റ് ഓഫ് ദ സ്കോർഫിയോൺ, ഇതെല്ലാം 1965 പബ്ലിഷ് ചെയ്തിരിക്കുന്ന പോയംസ് ആണ്. ഹോംബറിയൽ നോർത്ത് ഓഫ് ബോസ്റ്റൺ എന്നുള്ള കളക്ഷനിലാണ് വന്നിരിക്കുന്നത്. 1914 വന്നിരിക്കുന്നത്. യുലൈസസ് 1842 വന്നിരിക്കുന്ന പോയമാണ്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ മൈ ലാസ്റ്റ് ഡച്ചസും 1842 വന്നിരിക്കുന്നത്. ഓർത്തു വെക്കുക. ദെൻ യുലൈസസ് 1842. അതുപോലെ എന്താണ് നമ്മുടെ ടെന്നിസന്റെ പോയമാണ് യുലൈസസ് 1842. ദെൻ ടു എ സ്കൈലാർക്ക് എന്ന് പറയുന്നത് 1820 പബ്ലിഷ് ചെയ്തിരിക്കുന്ന പോയമാണല്ലേ? നമ്മുടെ ഷെല്ലിയുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഓടാണ് ടു എ സ്കൈലാർക്ക് എന്നുള്ളത്. അതിനകത്ത് ടോട്ടൽ 105 ലൈൻസ് ആണുള്ളത്. പോയത്തിന്റെ ലൈൻസും ചോദിക്കാം. ടു എ സ്കൈലാർക്ക് ഏതാണ്? 105 ലൈൻസ് ആണ് ഉള്ളത്. ഓക്കെ, അത് ഓർത്തു വെക്കുക. അപ്പൊ നമ്മൾ ഇത്രയുമാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്തത്. ഡോവർ ബീച്ച് എന്ന് പറയുന്നു എന്താണ് ന്യൂ പോയംസിൽ വന്നിരിക്കുന്നു. മൈ ലാസ്റ്റ് ഡച്ചസ്, ഫെറാറ, ആൻ ഇൻട്രൊഡക്ഷൻ എന്താണ് ഫ്രീ വേഴ്സിൽ വന്നിരിക്കുന്നു. ഹോംബറിയൽ എന്ന് പറയുന്നത് നോർത്ത് ഓഫ് ബോസ്റ്റണിൽ വന്നിരിക്കുന്ന കളക്ഷൻ ഓഫ് പോയമാണ്. യുലൈസസ് എന്നുള്ളത് 1842 പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് വൺ ടു എ സ്കൈലാർക്ക് എന്ന് പറയുന്നത് 105 ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? കിട്ടിയില്ലേ? എല്ലാത്തിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയില്ലേ? നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ലേ? നമ്മൾ ഈ ഡേറ്റ് പറയുമ്പോൾ നമ്മുടെ പോയത്തിന്റെ പബ്ലിക്കേഷൻ ഡേറ്റും ലൈൻസും ഒക്കെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മെമ്മറിയിലേക്ക് വരുന്നില്ലേ? ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടില്ലേ? എന്തായാലും ഓപ്ഷൻ കാണുമ്പോൾ എന്തായാലും എക്സാമിന് നിങ്ങൾക്ക് ഓർമ്മ വരില്ലേ? 21 സ്റ്റാൻസാസ് ആണുള്ളത്. 5 ലൈൻസ് വെച്ചിട്ട് അങ്ങനെ 105 ലൈൻസ് ആണുള്ളത്. ക്ലിയർ ആണ്? ഓക്കെ,
അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കിട്ടും കേട്ടോ. നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് എന്തായാലും വരും. ഓക്കെ, ആഫ്രിക്ക 1956 വന്ന പോയമാണ് ആഫ്രിക്ക എന്നുള്ളത് കേട്ടോ, ഡേവിഡ് ഡയപ്പിന്റെ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. According to naturalist, human character and behavior are entirely determined by dash. Okay, എന്താണ്? According to naturalist, human character and behavior are entirely determined by dash. Option A, legacy and family. Option B, heredity. Option C, heredity and environment. And option D, environment. കിട്ടുമെന്ന് വിചാരിക്കുന്നു. കിട്ടും, എന്തായാലും കിട്ടും ഹാജറ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും തീർച്ചയായിട്ടും. ഓക്കെ, ഷാജിദ ആൻസർ വരുന്നുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? അക്കോർഡിംഗ് ടു നാച്ചുറലിസ്റ്റ്, ഹ്യൂമൻ ക്യാരക്ടർ ആൻഡ് ബിഹേവിയർ ആർ എൻറ്റയർലി ഡിറ്റർമൈൻഡ് ബൈ ഓപ്ഷൻ സി ആണ്, ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ്. ഇത് രണ്ടിന്റെയും ഒരു ഫാക്ടറാണ് എന്ത് വരുന്നത്? ഹ്യൂമൻ ക്യാരക്ടർ ആൻഡ് ബിഹേവിയർ എന്നാണ് നാച്ചുറലിസ്റ്റ് വിശ്വസിക്കുന്നത്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്, ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ്. ഓക്കെ, ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ്, ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. വിച്ച് ഇവാലുവേഷൻ ഈസ് കണ്ടക്റ്റഡ് എലോങ് വിത്ത് ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്. അപ്പോൾ നമ്മുടെ മൊഡ്യൂൾ 8 റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. വിച്ച് ഇവാലുവേഷൻ ഈസ് കണ്ടക്റ്റഡ് എലോങ് വിത്ത് ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്. ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്സിനൊപ്പം നമ്മൾ നടത്തുന്ന ഇവാലുവേഷൻ ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ സമ്മേറ്റീവ് ഇവാലുവേഷൻ, ഓപ്ഷൻ ബി ഫോർമേറ്റീവ് ഇവാലുവേഷൻ, ഓപ്ഷൻ സി കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഏതാണ്? വേഗത്തിൽ കമന്റ് ചെയ്തേ, നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഏതാണ്? കാവ്യ, അനീഷ, കറക്റ്റ് ആണ് നിങ്ങൾ പറയുന്നത്. ഡ്യൂറിംഗ് ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് വിച്ച് ഇവാലുവേഷൻ ഈസ് വി പ്രിഫേർഡ്? ദാറ്റ് ഈസ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ ആണ് അല്ലേ. നമുക്ക് കുട്ടികളുടെ ആ ഒരു പ്രോഗ്രസ് മനസ്സിലാക്കാൻ വേണ്ടി ടീച്ചർ എന്ത് ചെയ്യുന്നു? ഡ്യൂറിംഗ് ദ പ്രോസസ് ഓഫ് ടീച്ചിങ് ലേണിംഗ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ ആണ് നമ്മൾ നടത്തുന്നത്. വാട്ട് യു മീൻ ബൈ സമ്മേറ്റീവ് ഇവാലുവേഷൻ? നമുക്കറിയാം, സമ്മേറ്റീവ് ഇവാലുവേഷൻ അറ്റ് ദ എൻഡ് ഓഫ് ദി സെഷൻ ആണ് അല്ലേ. നമുക്ക് ആ കുട്ടി ലാസ്റ്റ് നമ്മൾ നടത്തുന്ന എക്സാം ആയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? സമ്മേറ്റീവ് ഇവാലുവേഷൻ അറ്റ് ദ എൻഡ് ഓഫ് ദ സെഷൻ. ഓക്കെ, ഫോർമേറ്റീവ് ഇവാലുവേഷൻ അങ്ങനെയല്ല, ഡ്യൂറിംഗ് ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ആണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഫോർമേറ്റീവ് ഇവാലുവേഷൻ. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡർഡ് ആസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോസ്റ്റ് സ്ട്രക്ചറൽ തിയറീസ്. പോസ്റ്റ് സ്ട്രക്ചറൽ ആനുവൽ എക്സാം ഒക്കെ സമ്മേറ്റീവ് ഇവാലുവേഷൻ ആയിട്ടാണ് വരുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദ സെഷൻ ആണ് അത് വരുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡർഡ് ആസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോസ്റ്റ് സ്ട്രക്ചറൽ തിയറീസ്. പോസ്റ്റ് സ്ട്രക്ചറൽ തിയറീസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത് ഏതെല്ലാമാണ്? നോക്കിക്കേ. ഓപ്ഷൻ എ, they challenge the foundation assumptions. Option B, they challenge the traditional modes of discourse. And option C, both A and B. And option D, A only. കോംപ്രിഹെൻസീവ് എന്നുള്ളത് ജസ്റ്റ് ഞാനൊരു ഓപ്ഷൻ ഇട്ടതാണ് കേട്ടോ. നമ്മൾ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് വാല്യുവേഷൻ പഠിച്ചിട്ടില്ലേ? അത് രണ്ടും ഒരുമിച്ച് വരുമ്പോൾ നമുക്കറിയാം എന്താണ്, കുട്ടിയുടെ ഒരു അക്കാഡമിക് തലത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് അതുപോലെ തന്നെ എല്ലാ തലങ്ങളെയും കുട്ടികളുടെ ഫിസിക്കൽ, മെന്റൽ, ഇമോഷണൽ ലെവലിലൊക്കെ വെച്ച് നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് വാല്യുവേഷൻ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മളോട് പോസ്റ്റ് സ്ട്രക്ചറൽ തിയറീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണോ നിങ്ങൾ കമന്റ് ചെയ്യുന്നുണ്ട്, ശരിയാണ്, ഓപ്ഷൻ സി ആയിട്ടാണ് പറയുന്നത്. അതെ, നമുക്കറിയാം പോസ്റ്റ് സ്ട്രക്ചറലിസത്തിന് ഒപ്പോസ് ചെയ്ത് വന്നിരിക്കുന്ന തിയറീസ് ആണ് പോസ്റ്റ് സ്ട്രക്ചറലിസം. അവർ സ്ട്രക്ചറലിസം പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യത്തെയും അവരെന്ത് ചെയ്യുന്നുണ്ട്? അവരെന്ത് ചെയ്യുന്നുണ്ട്? ഒപ്പോസ് ചെയ്യുന്നുണ്ട്. സോ ദേ ചാലഞ്ച് ദ ഫൗണ്ടേഷൻ അസംഷൻസ്. അതുപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള മോഡ്സ് ഓഫ് ഡിസ്കോഴ്സിനെ എല്ലാം അവരെന്ത് ചെയ്യുന്നുണ്ട്? അവര് ഒപ്പോസ് ചെയ്യുന്നുണ്ട്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ബോത്ത് എ ആൻഡ് ബി. എയും ബിയും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ഓക്കെ, കണ്ടിന്യൂസ് കാണാത്തതുകൊണ്ട് കൺഫ്യൂഷൻ, അത് കുഴപ്പമില്ല. കണ്ടിന്യൂസ് ആൻഡ് നമ്മുടെ CCE അല്ലേ, നമ്മുടെ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് വാല്യുവേഷൻ, ആ ഒരു പോർഷൻ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇതിനകത്ത് ഞാൻ ജസ്റ്റ് അതൊരു കോംപ്രിഹെൻസീവ് വാല്യുവേഷൻ എന്ന് കൊടുത്തുള്ളൂ, അത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ബോത്ത് എ ആൻഡ് ബി. ഓക്കെ, മോണിക്ക ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് എന്താണ്? പോസ്റ്റ് സ്ട്രക്ചറലിസവുമായി ബന്ധപ്പെട്ട് വന്നത് ഓപ്ഷൻ സി ആണ്. എയും ബിയും കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, സ്പീഡ് കൂടുതലുണ്ടോ? സ്പീഡ് കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കിട്ടുന്നില്ലേ? ആൻസർ കിട്ടുന്നില്ലേ? ഓക്കെ,
അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Who said literature or art twice removed from reality? Who said ഒരു വ്യക്തിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നത്. സ്പീഡ് ഓക്കെ ആണ്? ഓക്കെ ഓക്കെ. സോ who said literature or art twice removed from reality? നോക്കിക്കേ, ഓപ്ഷൻ എ അരിസ്റ്റോട്ടിൽ, ഓപ്ഷൻ ബി പ്ലേറ്റോ, ഓപ്ഷൻ സി ഹൊറൈസ് ആൻഡ് ഓപ്ഷൻ ഡി ഡാൻറ്റെ. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ആരുടെ അഭിപ്രായമാണ് നമ്മുടെ ലിറ്ററേച്ചർ ഓർ ആർട്ട് ട്വൈസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി എന്നുള്ളത്? ഹൂ ഒപ്പീനിയൻ ദീസ്, ഹൂ സെഡ് ദീസ്? ആൻസർ വന്നു. ഏതാണ്? ഓപ്ഷൻ ബി പ്ലേറ്റോ ആണ് ഇത് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അല്ലേ? നമ്മുടെ ക്ലാസിക് റൈറ്റർ ആയിട്ടുള്ള പ്ലേറ്റോ. അദ്ദേഹത്തിന്റെ സിംപോസിയം എന്നുള്ള വർക്ക്, അദ്ദേഹത്തിന്റെ റിപ്പബ്ലിക് എന്നുള്ള വർക്ക് ഒക്കെ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഓർത്തോ. അരിസ്റ്റോട്ടിൽ അല്ല, പ്ലേറ്റോ ആണ്. പ്ലേറ്റോയുടെ സിംപോസിയം അതുപോലെ തന്നെ റിപ്പബ്ലിക് എന്നുള്ള വർക്കുകളൊക്കെയും ഈ ഒരു ടൈമിൽ പ്ലേറ്റോ പറയുമ്പോൾ നമ്മൾ ഓർക്കുക. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ലിറ്ററേച്ചർ ഓർ ആർട്ട് ട്വൈസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി. അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി പ്ലേറ്റോ ആണ്. ഓർത്തു വെക്കുക. കുറെ പേര് അരിസ്റ്റോട്ടിൽ എന്ന് ആൻസർ ചെയ്യുന്നുണ്ട്. അരിസ്റ്റോട്ടിൽ അല്ല, പ്ലേറ്റോ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. He is with Shakespeare. Who said about John Keats? വീണ്ടും എന്താണ്? ഒരു കോട്ടാണ് അല്ലേ? ഒരു വ്യക്തിയെ പറ്റി ഒരാൾ പറഞ്ഞിരിക്കുന്ന അഭിപ്രായമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, he is with Shakespeare. Who said about John Keats? ജോൺ കീറ്റ്സിനെ പറ്റി ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? ഒന്ന് കമന്റ് ചെയ്തേ. He is with Shakespeare. Who said about John Keats? Matthew Arnold, T.S. Eliot, Dryden and Pope. ആൻസർ വരുന്നുണ്ട്. എ എന്ന് കുറച്ച് പേര് പറയുന്നു, ബി എന്ന് കുറച്ച് പേര് പറയുന്നു, സി എന്നും കുറച്ച് പേര് പറയുന്നുണ്ട്. എന്താണ് അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത്? ജ്യോതി, അനിൽകുമാർ, ഐശ്വര്യ, മാത്യു അർണോൾഡ് എന്ന് പറയുന്നു. കറക്റ്റ് ആണ്. he is with ഷേക്സ്പിയർ എന്ന് കീറ്റ്സിനെ പറ്റി അഭിപ്രായപ്പെട്ടു. ഇറ്റ്സ് ഓഫ് കോഴ്സ് മാത്യു അർണോൾഡ്. നമ്മുടെ വിക്ടോറിയൻ പോയറ്റ് ആയിട്ടുള്ള മാത്യു അർണോൾഡ് ആണ് ഈ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. ടി.എസ്. എലിയട്ട് അല്ല. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ടി.എസ്. എലിയറ്റിനെ നമ്മൾ സംശയിക്കും, കാരണം പുള്ളി എവിടെയും അഭിപ്രായം പറയുന്ന ആളാണ്. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് മാത്യു അർണോൾഡ് ആണ് എന്ത് കീറ്റ്സിനെ പറ്റിയിട്ട് ഈ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. സോ ഓർത്തു വെക്കുക, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ്. he is with Shakespeare. It is said by Matthew Arnold. Okay, മാത്യു അർണോൾഡ് ആണ് ഈ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. സോ ഓപ്ഷൻ എ is the correct answer. Okay, option A is the correct answer. ഓർത്തു വെക്കുക, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. They also serve who only stand and dash. അപ്പോൾ നമ്മൾ എന്താണ് ഒരു പോയമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എന്താണ് ഒരു ലൈനാണ് തന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങളോട് പോയം വായിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാം, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിൽ തരുന്ന ആ ഒരു ലൈൻ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അപ്പം നോക്കാം. They also serve who only stand and dash. എന്താണ്? ഓപ്ഷൻ എ പ്രൈസ്, ഓപ്ഷൻ ബി പ്രേ, ഓപ്ഷൻ സി വെയിറ്റ് ആൻഡ് ഓപ്ഷൻ ഡി ചാൻറ്റ്. ഏതാണ്? നമ്മുടെ സോണറ്റ് ആണ് അല്ലേ? നമ്മുടെ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്നുള്ള മിൽട്ടന്റെ സോണറ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിനകത്ത് വന്നിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ സി ആയിട്ടാണ് എല്ലാവരും പറയുന്നത്. ശരിയാണ് അല്ലേ? They also serve who only stand and wait എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ നമ്മൾ പോയം വായിക്കണം, സോണറ്റ് വായിക്കണം, എങ്കിൽ മാത്രമേ ആ ലൈൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് ആണ്, പെട്രാർക്കൻ സോണറ്റ് ആണ്, നമ്മുടെ മിൽട്ടന്റെ സോണറ്റ് ആണ് എന്നുള്ള 1673 പബ്ലിഷ് ചെയ്തിരിക്കുന്നത് എന്നെല്ലാം ഓർത്തു വെക്കുക. ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്, ജോൺ മിൽട്ടൺ. സോ ആൻസർ വരുന്നത് സി ആണ്, വെയിറ്റ് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, a poetry or kavya where Venkyarth is more important is called dash. വീണ്ടും എന്താണ്, നമ്മുടെ ഒരു തിയറിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അതായത് പോയട്രി ഓർ കാവ്യ വേർ വെങ്ക്യാർത്ത് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഈസ് കോൾഡ് ഡാഷ്. ഓപ്ഷൻ എ ഗുണിഭൂത കാവ്യ, ഓപ്ഷൻ ബി ഉത്തം കാവ്യ, ഓപ്ഷൻ സി ചിത്രകാവ്യ ആൻഡ് ഓപ്ഷൻ ഡി ലോചന. ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ് വരുന്നത്? എ പോയട്രി ഓർ കാവ്യ വേർ വെങ്ക്യാർത്ത് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ധ്വനി പഠിച്ചതാണ് അല്ലേ? ദ സോൾ ഓഫ് പോയട്രി. നമ്മുടെ ധ്വനി എന്നുള്ളത് ആനന്ദവർദ്ധന അദ്ദേഹത്തിൻ്റെ ധ്വന്യലോക എന്നുള്ള വർക്ക്, ധ്വനിയുടെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അതുപോലെ തന്നെ വ്യങ്ക്യാർത്ഥ,
വാച്യാർത്ഥ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് വ്യംഗ്യാർത്ഥ, അതായത് സജസ്റ്റീവ് മീനിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാവ്യം എന്ന് പറയുന്നത് ഏതാണ്? കറക്റ്റ് ആണ്, ഓപ്ഷൻ ബി ആണ്. ഏതാണ്? ഉത്തം കാവ്യ. ഉത്തം കാവ്യ ഓർ ധ്വനി കാവ്യ എന്നുകൂടെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഉത്തം കാവ്യ ഓർ ധ്വനി കാവ്യ. അപ്പൊ ഇതിനകത്ത് ഉത്തം കാവ്യയുടെ പ്രത്യേകത എന്താണ്? ഹിഡൻ മീനിങ് ഓർ സജസ്റ്റീവ് മീനിങ്ങിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ. Then what about ഗുണിഭൂത കാവ്യ? ഗുണിഭൂത കാവ്യ എന്ന് പറയുമ്പോൾ അതിനകത്ത് ലിറ്ററൽ മീനിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. Then what about ചിത്രകാവ്യ? There is no presentation, അല്ലെങ്കിൽ there is no element of ധ്വനി in ചിത്രകാവ്യ. ചിത്രകാവ്യത്തിനകത്ത് ധ്വനിയുടെ എലമെന്റേ വരുന്നില്ല. ഓക്കെ. അപ്പൊ ആ ഒരു 3 കാവ്യംസ് ഓർത്തു വെക്കുക. ഉത്തം കാവ്യ, അതിനകത്താണ് വ്യംഗ്യാർത്ഥം കൂടുതൽ വരുന്നത്. ഗുണിഭൂത കാവ്യ, ചിത്രകാവ്യ. ഓക്കെ, ആ ഒരു 3 കാവ്യംസും ഓർത്തു വെക്കുക. സോ ഓപ്ഷൻ ബി ഉത്തം കാവ്യ ഓർ ഉത്തം കാവ്യ ഇസ് ദ എന്താ കറക്റ്റ് ആൻസർ. ഉത്തം കാവ്യാണ് അതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. അപ്പൊ അത് ആ ഡിവിഷൻസ് മറന്നു പോവരുത്, മാറിപ്പോവരുത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ? ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ? ശരിയാണ്, നോ ധ്വനി ചിത്രകാവ്യ ഇൻ ചിത്രകാവ്യ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻസ് ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വായിച്ചു നോക്കുക. അതിനകത്ത് മിസ്റ്റേക്സ് ഉണ്ടാകും. അതെന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ? ഏതൊക്കെയാണ് ഇതിനകത്ത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയേണ്ടത്? ഓപ്ഷൻ എ, ആക്ടേഴ്സ് ഇൻ ദ ഡ്രാമാസ് ആർ ഉദ്ദീപന വിഭവ. ഓപ്ഷൻ ബി, ദ ഒറിജിൻ ഓഫ് രസ ടേക്സ് പ്ലേസ് ഔട്ട് ഓഫ് ദ കോമ്പിനേഷൻ ഓഫ് വിഭവ, അനുഭവ ആൻഡ് വ്യഭിചാരി ഭാവ. Option C, Anubhava is the object or situation that produces an emotion. Option D, Vibhijari Bhava is a series of emotions that feed the dominant emotion. 4 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഈ 4 സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് കറക്റ്റ്, ഏതൊക്കെയാണ് ഇൻകറക്റ്റ് എന്നുള്ളത് കണ്ടുപിടിക്കണം. നോക്കിയേ, ആക്ടേഴ്സ് ഇൻ ദ ഡ്രാമാസ് ആർ ഉദ്ദീപന വിഭവ. എ ഫോൾസ് എന്ന് പറയുന്നു. എന്താണ്? ആക്ടേഴ്സ് ഇൻ ദ ഡ്രാമാസ് ആർ ഉദ്ദീപന വിഭവമല്ല. പിന്നെ അവിടെ എന്താണ് വരുന്നത്? അതുകൂടെ ഒന്ന് പറയാമോ? ആലംബന വിഭവ. ഉദ്ദീപന വിഭവം അല്ല. എന്താണ് അവിടെ? ആലംബന വിഭവമാണ് ആക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ആലംബന വിഭവ. അപ്പൊ ഇതിനകത്തൊരു മിസ്റ്റേക്ക് കണ്ടുപിടിച്ചു. Then the origin of rasa takes place out of the combination of vibhava, anubhava and വ്യഭിചാരി ഭാവ. രസ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് എന്താണ്? വിഭവ, അനുഭവ ആൻഡ് വ്യഭിചാരി ഭാവ. ഇത് 3ന്റെയും ഒരു കോമ്പിനേഷൻ ആണ് രസ തിയറി. അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഓപ്ഷൻ ബിനകത്ത് മിസ്റ്റേക്ക് ഇല്ലല്ലോ. ശരിയാണ്, ആക്ടേഴ്സ് എന്ന് പറയുന്ന ആലംബന വിഭവമാണ്. ഓക്കെ, ബി കറക്റ്റ് ആണ്. ബി എന്ന് പറയുന്ന ബി സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. അതിനകത്ത് മിസ്റ്റേക്ക് ഇല്ല. ഇറ്റ് ഈസ് രസ ഇസ് ദ കോമ്പിനേഷൻ ഓഫ് വിഭവ, അനുഭവ ആൻഡ് വ്യഭിചാരി ഭാവ. Then next option C നോക്കിക്കേ, അനുഭവ is the object or situation that produce an emotion. സിക്കകത്ത് എന്താണ് മിസ്റ്റേക്ക് ഉള്ളത്? അതോ അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ? അനുഭവ എന്ന് പറയുന്നത് എന്താണ്? അനുഭവ is the object or situation that produce an emotion. അല്ല, അനുഭവ എന്ന് പറയുന്നത് ഇറ്റ്സ് റിലേറ്റഡ് ടു ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആണ്, അല്ലെ? ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആണ് അനുഭവ വരുന്നത്. അപ്പൊ ഇതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ വരേണ്ടത് വിഭവമാണ്. വിഭവ ഇസ് ദ ഒബ്ജക്റ്റ് ഓർ സിറ്റുവേഷൻ ദാറ്റ് പ്രൊഡ്യൂസസ് ആൻ ഇമോഷൻ ആണ്. അനുഭവ ഇറ്റ്സ് റിലേറ്റഡ് ടു ഫേഷ്യൽ എക്സ്പ്രഷൻ ആണ്. അത് ഓർത്തു വെക്കുക. അപ്പൊ എക്കകത്ത് നമ്മൾ മിസ്റ്റേക്ക് കണ്ടു, സിയിൽ കണ്ടു. ദെൻ ഓപ്ഷൻ ഡി നോക്കിക്കേ, എന്താണ്? വ്യഭിചാരി ഭാവ ഈ സീരീസ് ഓഫ് ഇമോഷൻ ദാറ്റ് ഫീഡ് ദ ഡോമിനന്റ് ഇമോഷൻ. വ്യഭിചാരി ഭാവാസ് 33 ഉണ്ടെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. വ്യഭിചാരി ഭാവാസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ സീരീസ് ഓഫ് ഇമോഷൻ. ഒരു ഡൊമിനന്റ് ഇമോഷനെ ഫോളോ ചെയ്തുകൊണ്ടുവരുന്ന ഒരു സീരീസ് ഓഫ് ഇമോഷൻസ് ആണ് നമ്മൾ വ്യഭിചാരി ഭാവയായിട്ട് പറയുന്നത്. അപ്പൊ ഈ ഓപ്ഷൻ ഡി എന്ന് പറയുന്നതും കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് രണ്ടും കറക്റ്റ് ആണ്. യെസ്, വിഭവാസ് ആസ് ദ ഒബ്ജക്റ്റ്. അത് നമ്മൾ പറഞ്ഞു. അനുഭവമല്ല, അനുഭവ ഫേഷ്യൽ എക്സ്പ്രഷൻ ആണ്. വിഭവ ഇസ് ദ ഒബ്ജക്റ്റ് ഓർ സിറ്റുവേഷൻ ദാറ്റ് പ്രൊഡ്യൂസ് ആൻ ഇമോഷൻ എന്ന് പറഞ്ഞു. ദെൻ വ്യഭിചാരി ഭാവ ഓപ്ഷൻ ഡി ട്രൂ ആണ്. വ്യഭിചാരി ഭാവ എന്ന് പറയുന്നത് സീരീസ് ഓഫ് ഇമോഷൻസ് ആണ് ദാറ്റ് ഫീഡ് ദ ഡോമിനന്റ് ഇമോഷൻ. അപ്പൊ ഇതിനകത്ത് ബി ആൻഡ് ഡി ആർ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്, അല്ലെ? ബിയും ഡിയും ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് വരുന്നത്. ബാക്കി എക്കകത്ത് എന്താണ് മിസ്റ്റേക്ക്, സിക്കകത്ത് എന്താണ് മിസ്റ്റേക്ക് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം.
ഹൗ മെനി ചാപ്റ്റേഴ്സ് ആർ ദെയർ ഇൻ ബയോഗ്രഫിയ ലിറ്ററേറിയ? ബയോഗ്രഫിയ ലിറ്ററേറിയയിൽ ടോട്ടൽ എത്ര ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്? പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്തേ. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബയോഗ്രഫിയ ലിറ്ററേറിയയിൽ എത്ര ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്? ഓപ്ഷൻ എ 23, ഓപ്ഷൻ ബി 24, ഓപ്ഷൻ സി 25 ആൻഡ് ഓപ്ഷൻ ഡി 22. ബയോഗ്രഫിയ ലിറ്ററേറിയയിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? നമ്മൾ പഠിച്ചതാണ്. അജ്മൽ കമന്റ് ചെയ്തിരിക്കുന്നു 24. റിയ, സന്ധ്യ, പ്രിൻസ് ഒന്നുകൂടെ ചെക്ക് ചെയ്തേ. 23 ആണോ 24 ആണോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയണേ. ശരിയാണ്. നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 24 ചാപ്റ്റേഴ്സ് ആണ് ബയോഗ്രഫിയ ലിറ്ററേറിയയിൽ വരുന്നത്. 23 + 1 കൺക്ലൂഷൻ പാർട്ട്, അങ്ങനെ ടോട്ടൽ 24 ചാപ്റ്റേഴ്സ് ആണ് ബയോഗ്രഫിയ ലിറ്ററേറിയയിൽ ഉള്ളത്. ഓക്കെ, ഓർത്ത് വെക്കുക, നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ദെൻ നെക്സ്റ്റ് ഒരു പോയം റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹു കെയിം ലൈക്ക് സ്വാംസ് ഓഫ് ഫ്ലൈസ് ഇൻ ദ പോയം നൈറ്റ് ഓഫ് ദ സ്കോർപിയോൺ? അപ്പം നിസിം എസക്കിയലിന്റെ നൈറ്റ് ഓഫ് ദ സ്കോർപിയോണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. ഹു കെയിം ലൈക്ക് സ്വാംസ് ഓഫ് ഫ്ലൈസ് ഇൻ ദ പോയം നൈറ്റ് ഓഫ് ദ സ്കോർപിയോൺ? ഓപ്ഷൻ എ ഫ്ലൈസ്, ഓപ്ഷൻ ബി പെസൻസ്, ഓപ്ഷൻ സി സ്കോർപിയോൺസ് ആൻഡ് ഓപ്ഷൻ ഡി ലാംപ്. ആരാണ് അവിടെ ഒരു സ്വാംസ് ഓഫ് ഫ്ലൈസ് ആയിട്ട് ആ ഒരു മദറിന്റെ അടുത്തേക്ക് ഓടി വന്നത്? ഈ ആൻസർ വരുന്നുണ്ട് അശ്വതി. റിയ കറക്റ്റ് ആയിട്ടാണ് ആൻസർ പറയുന്നത്. ഓപ്ഷൻ ബി പെസൻസ് എന്നാണ് പറയുന്നത്. പെസൻസ് ദേ കെയിം ലൈക്ക് സ്വാംസ് ഓഫ് ഫ്ലൈസ് അല്ലേ? അവര് ഓടി വന്നിരിക്കുകയാണ്. അമ്മയ്ക്ക് ആ ഒരു എന്താണ് സ്കോർപിയന്റെ ആ ഒരു കടിയേറ്റപ്പോൾ ഓടി വന്നിരിക്കുകയാണ്. അപ്പൊ ഓപ്ഷൻ ബി പെസൻസ് ആണ് സ്വാംസ് ഓഫ് ഫ്ലൈസ് പോലെ എന്ത് ചെയ്തിരിക്കുന്നത് വന്നിരിക്കുന്നത്. സോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. പെസൻസ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. പെസൻസ്, ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ നമ്മൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. ഐഡന്റിഫൈ ദ പോയറ്റ് ആൻഡ് പോയം. ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതിനകത്ത് എന്താണ് നിങ്ങൾ ആ പോയത്തെയും അതുപോലെ തന്നെ പോയറ്റിനെയും ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഹി വാസ് awarded the Sahitya Akademi Award posthumously in 1999. Then the tone of the poem is mock ironic. Then the option C, the poem appears in the collection of relations. ഇമ്പോർട്ടൻറ്റ് പോയമാണ്. ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ തന്നിരിക്കുന്ന ക്ലൂസിൽ നിന്ന് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പോയവും അതുപോലെ തന്നെ പോയറ്റിനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആരാ? ശരണ്യ കറക്റ്റ് ആണ്. ശരണ്യ കറക്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. പോയം എന്ന് പറഞ്ഞിരിക്കുന്നു. റൈറ്റർ കൂടെ പറയുന്നു റിയ. രാമാനുജൻ അല്ലെ? കെ രാമാനുജൻസ് ഒബിച്വറി എന്നുള്ള പോയമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒബിച്വറി. എ കെ രാമാനുജൻസ് ഒബിച്വറി 1971 പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. എന്ത്? റിലേഷൻസ് എന്നുള്ള പോയിട്രി കളക്ഷനിലാണ് വന്നിരിക്കുന്നത്. ഇൻ 1971 ആണ്. റൈറ്റർ അദ്ദേഹത്തിന് 1999 സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ആ ഇയർ ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ നമുക്കറിയാം ടോൺ ഓഫ് ദി പോയം ഇറ്റ്സ് മോക്ക്, ഒരു കളിയാക്കൽ അല്ലേ? ഒരു അച്ഛൻ്റെ ഒരു ഒബിച്വറി, ഒരു ന്യൂസ് പേപ്പറിൽ വന്ന മദ്രാസ് ന്യൂസ് പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ഒബിച്വറി നോട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോയമാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയമാണ്. കറക്റ്റ് ആണ് നിങ്ങൾ പറയുന്നത്. എ കെ രാമാനുജൻ, ദ പോയറ്റ് ഈസ് എ കെ രാമാനുജൻ ആൻഡ് പോയം ഈസ് ഒബിച്വറി. 1971 റിലേഷൻസിലാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഓർത്ത് വെക്കുക. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. വീണ്ടും ഒരു വ്യക്തിയെ ഐഡന്റിഫൈ ചെയ്യാനുള്ളത് തന്നെയാണ്. ഹി ഇസ് ദ ഫസ്റ്റ് തിയറിസ്റ്റ് ഓഫ് തിയേറ്റർ. ഹി വാസ് ബോൺ ഇൻ 384 BC. He opened a school in Athens. He calls the poet as imitator. He calls the poet as imitator. Who is the person? ഈ വ്യക്തിയെ ഐഡന്റിഫൈ ചെയ്യണം. ആരാണ് ഈ വ്യക്തി എന്നുള്ളത്? He is the first theorist of theatre. ഇപ്പൊ തന്നെ ആ ഒരു ഫസ്റ്റ് ലൈനിൽ നിന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും അല്ലേ? ഫസ്റ്റ് ലൈനിൽ തന്നെ നമുക്ക് ആൻസർ. റിയ കറക്റ്റ് ആണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. സന്ധ്യ, പല്ലവി, അശ്വതി കറക്റ്റ് ആണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് ഓഫ് കോഴ്സ് അരിസ്റ്റോട്ടിലിനെ പറ്റി തന്നെയാണ്. നമ്മുടെ ഓൺ പോയറ്റിക്സ് അല്ലേ? അരിസ്റ്റോട്ടിലാണ് ഈ വ്യക്തി. എന്താണ് അദ്ദേഹത്തിന് ഏതൻസ് എന്ന് പറയുന്നത്? അല്ല സോറി, ഹി ഓപ്പൺഡ് എ സ്കൂൾ ഇൻ ഏതൻസ്. Then he calls the poet as imitator. On poetics നമ്മൾ പഠിക്കാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ട്രാജഡിയെ പറ്റിയുള്ള ഒപ്പീനിയൻസ് ഉണ്ട്. 6 elements of tragedy ഉണ്ട്, ഹമാർട്ടിയ ഉണ്ട്, അതുപോലെ തന്നെ കെതാർസിസ് ഉണ്ട് അല്ലേ? ഇതൊക്കെ ആ ടേംസ് ഒക്കെ ഈ സമയത്ത് നിങ്ങൾ മൈൻഡിലേക്ക് കൊണ്ടുവരിക. സോ ദ പേഴ്സൺ ഈസ് അരിസ്റ്റോട്ടിൽ. ഓക്കെ, കറക്റ്റ് ആണ്. ജെസ്സി, മോണിക്ക നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്. അരിസ്റ്റോട്ടിലാണ് ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തി. ഓക്കെ, വീണ്ടും നമുക്കൊരു മാച്ച് ദ ഫോളോയിങ്ങിലേക്ക് നമ്മൾ പോകുന്നു. 1 hour വെച്ചിട്ടാണ് ക്ലാസ്. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. ഓക്കെ,
മാച്ച് ദ ഫോളോയിങ് ആണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. നിങ്ങൾ വേഗത്തിലൊന്ന് കമന്റ് ചെയ്തേ. നമുക്ക് മാച്ച് ദ ഫോളോയിങ് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഡേവിഡ് ഡയപ്പുണ്ട്, ടെലിഫോൺ കോൺവെർസേഷൻ, ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്, ഹോംബറിയൽ, ആർട്ട് ആസ് ടെക്നിക്. ലൈസിയം സ്കൂളാണ്, ഏതൻസിൽ അദ്ദേഹം ലൈസിയം സ്കൂളാണ് ഓപ്പൺ ചെയ്ത്. പെർഗേഷൻ ഉണ്ട്, ട്രാജഡി ഒക്കെ ഉണ്ട്. ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ മാച്ച് ദ ഫോളോയിങ് നോക്കിക്കേ. ഡേവിഡ് ഡയപ്പ്, ടെലിഫോൺ കോൺവെർസേഷൻ, ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്. ഡേവിഡ് ഡയപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആഫ്രിക്ക പോയം, ആഫ്രിക്കയുടെ റൈറ്റർ ആണല്ലേ ഡേവിഡ് ഡയപ്പ് എന്നുള്ളത്. ആൻസർ ഏതാണ്? നെഗ്രിറ്റ്യൂഡ് മൂവ്മെന്റ് അല്ലേ. ഡേവിഡ് ഡയപ്പ് ഈസ് റിലേറ്റഡ് ടു നെഗ്രിറ്റ്യൂഡ് മൂവ്മെന്റ് അല്ലേ. നെഗ്രിറ്റ്യൂഡ് മൂവ്മെന്റ് ഒരു ഫിലോസഫിക്കൽ ആൻഡ് ലിറ്റററി മൂവ്മെന്റ് ആണ്. ഒരു ഫ്രഞ്ചിലാണ് ഇത് ഉടലെടുക്കുന്നത്. അതുപോലെ തന്നെ ആഫ്രിക്ക എന്നുള്ള പോയം ആദ്യമായിട്ട് ഫ്രഞ്ചിലാണ് എഴുതിയതെന്ന് നമുക്കറിയാം. സോ ഡേവിഡ് ഡയപ്പ് ഈസ് റിലേറ്റഡ് ടു നെഗ്രിറ്റ്യൂഡ് മൂവ്മെന്റ്. Then what about telephone conversation? Volsoinga's telephonic conversation in 1963 telephonic conversation publish ചെയ്തിരിക്കുന്നത്. telephonic conversation ഏതാണ്? telephonic conversation 2D ആണ് കറക്റ്റ് ആൻസർ. ഇറ്റ്സ് ദ പോയം ഫ്രം എന്താണ് മോഡേൺ പോയട്രി ഫ്രം ആഫ്രിക്ക. ആ ഒരു കളക്ഷനിൽ നിന്നാണ് ടെലിഫോൺ കോൺവെർസേഷൻ എന്നുള്ള പോയം വന്നിരിക്കുന്നത്. മോഡേൺ പോയട്രി ഫ്രം ആഫ്രിക്ക. Then on his blindness on his blindness മിൽട്ടന്റെ എന്ത് വർക്കാന്നാണ് നമ്മൾ പഠിച്ചത്? യെസ് കറക്റ്റ് ആണ്. ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് ഹിസ് ഓട്ടോബയോഗ്രഫിക്കൽ സോണറ്റ് ആണ്. ഓട്ടോബയോഗ്രഫിക്കൽ സോണറ്റ് ആണ്, കറക്റ്റ് ആണ്. സോ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് ഈസ് റിലേറ്റഡ് ടു ഓട്ടോബയോഗ്രഫിക്കൽ സോണറ്റ്. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് ഹോംബറിയൽ? ഹോംബറിയൽ നമ്മൾ പറഞ്ഞതാണ് അല്ലേ, നമ്മുടെ റോബർട്ട് ഫ്രോസ്റ്റിന്റെ വർക്കാണ്. 1914 വന്നിട്ടുള്ള, നോർത്ത് ഓഫ് ബോസ്റ്റണിൽ വന്നിട്ടുള്ള വർക്കാണ്. 1914 അപ്പോൾ ഈ ഇയറൊക്കെ നിങ്ങളൊന്ന് മൈൻഡിൽ കൊണ്ടുവരിക കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ റോബർട്ട് ഫ്രോസ്റ്റിന് 4 times പുലിസ്റ്റർ പ്രൈസ് കിട്ടിയിട്ടുണ്ട് അല്ലേ. പേഴ്സൺ 4 times പുലിസ്റ്റർ പ്രൈസ് കിട്ടിയിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ റോബർട്ട് ഫ്രോസ്റ്റ് എന്നുള്ളത് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് നോക്കിയേ, ആർട്ടാസ് ടെക്നിക്. ഇനി ഒരെണ്ണം കൂടെ ഉള്ളൂ, ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആർട്ടാസ് ടെക്നിക് ഈസ് റിലേറ്റഡ് ടു വിക്ടർ സ്ലോവ്സ്കി. നമുക്കിവിടെ റഷ്യൻ ഫോർമലിസം അല്ലേ, റോമൻ ജക്കോബ്സൺ, വിക്ടർ സ്ലോവ്സ്കി, അതുപോലെ തന്നെ റഷ്യൻ ഫോർമലിസം, ഇതൊക്കെ നിങ്ങൾ കണക്ട് ചെയ്യുക. ആർട്ടാസ് ടെക്നിക് ഈസ് റിലേറ്റഡ് ടു വിക്ടർ സ്ലോവ്സ്കി. ഓക്കെ, ഇതാണ് ഈ ഒരു മാച്ച് ദ ഫോളോയിങ്ങിൽ വരുന്ന ആൻസേഴ്സ്. ഓക്കെ, അപ്പോൾ എല്ലാം ഡേവിഡ് ഡയപ്പിനെ ഓർക്കുക, ടെലിഫോണിക് കോൺവെർസേഷൻ പറയുമ്പോൾ വോൾസോയിങ്കയെ ഓർക്കുക. ഓക്കെ, ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്, ഹോംബറിയൽ, ആർട്ടാസ് ടെക്നിക്. ഓക്കെ, കിട്ടിയില്ലേ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസേഴ്സ് കിട്ടി? ഓക്കെ, ആർട്ടാസ് ടെക്നിക് ബൈ വിക്ടർ സ്ലോവ്സ്കി. അപ്പോൾ റഷ്യൻ ഫോർമലിസവുമായിട്ട് ഓർക്കുക. ഓക്കെ, 1910 to 1913 വന്നിട്ടുള്ള റഷ്യയിലുണ്ടായ ഒരു മൂവ്മെൻ്റ് ആണ് എന്താ ഈ പറഞ്ഞ റഷ്യൻ ഫോർമലിസം എന്നുള്ളത്. 31 times nominated for Nobel Prize. ശരിയാണ്, 4 times പുലിസ്റ്റർ പ്രൈസ്. ഓക്കെ, അപ്പോൾ നമുക്കിത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് വീണ്ടും ഐഡന്റിഫൈ ചെയ്യാനുള്ളതാണ്. ഒരു എസ്സേ ഐഡന്റിഫൈ ചെയ്യണം. ദ എസ്സേ വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ ദ ഈഗോയിസ്റ്റ്. ദ എസ്സേ ബിഗിൻസ് വിത്ത് ദ ഡിസ്കഷൻ ഓഫ് ദ പോയിറ്റ്സ് പൊസിഷൻ വിത്ത് ദ ഹിസ്റ്ററി ഓഫ് ലിറ്ററേച്ചർ. The author says that criticism is inevitable as breathing. The essay was published in Times Literary Supplement. Which is the essay? Essay identify ചെയ്യാനുള്ളതാണ്. ഏതാണ് ഈ ഒരു essay എന്നുള്ളത്? That means the essay was first published in Egoist in 1919. 1919 വന്ന ആൻസർ വരുന്നു. The essay was first published in Egoist. ഏതാണ് essay? ടി.എസ്. എലിയറ്റ് എന്ന് പറയുന്നു ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് ആണ്. 1919 ഇഗോയിസ്റ്റിൽ അദ്ദേഹം പബ്ലിഷ് ചെയ്ത എസ്സേ ആണ് ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ്. അദ്ദേഹം എന്താണ് ട്രഡീഷനും അതുപോലെ തന്നെ എന്തൊക്കെ ഒരു ക്വാളിറ്റിയാണ് ഒരു റൈറ്റർക്ക് വേണ്ടതെന്നുള്ള വ്യക്തമായിട്ട് ഇതിനകത്ത് നമുക്ക് ആ പോയത്തിൽ ഡിസ്കസ് ചെയ്യുന്നതിന്. ട്രഡീഷൻ മീൻസ് ഹിസ്റ്റോറിക്കൽ സെൻസ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു അല്ലേ. ഈ കാര്യങ്ങളെല്ലാം ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റിലെ ടി.എസ്. എലിയറ്റ് വളരെ വ്യക്തമായി പറയുന്നു. അതുപോലെ തന്നെ ദ എസ്സേ വാസ് പബ്ലിഷ്ഡ് ഇൻ ടൈംസ് ലിറ്റററി സപ്ലിമെന്റ്. ഓക്കെ, 1948 ടി.എസ്. എലിയറ്റിന് നൊബേൽ പ്രൈസ് കിട്ടിയിരിക്കുന്നു. ആ ഇയറും ഓർത്തു വെക്കുക. ഓക്കെ, ആ ഒരു ട്രഡീഷൻ എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള ആ ഒരു കാര്യമാണ് അദ്ദേഹം ആ ഒരു എസ്സേയിൽ ത്രൂ ഔട്ട് പറയുന്നത്. അതുപോലെ റൊമാൻറ്റിക്സിനെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഒപ്പോസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഒരു തിയറിയിൽ ഒരു ഇംപേഴ്സണാലിറ്റി കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങളൊക്കെയും ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റിൽ പറയുന്നു. സോ അപ്പോൾ ഇതിൻ്റെ ഒരു ആൻസർ വരുന്നത് എന്താണ്? ആൻസർ ഏതാണ്? ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് ബൈ ടി.എസ്. എലിയറ്റ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. വീണ്ടും ഐഡന്റിഫൈ ചെയ്യാനുള്ളതാണ് വർക്ക്.
The work was published in 1916. The work was published in 1916. Lang and Parole were introduced in this work. The work became the founding text of structuralism. Easy ആണ്, വേഗത്തിൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. 1916 വന്ന വർക്കാണ്. ലാങ് ആൻഡ് പരോൾ ഇതിനകത്താണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് known as the founding text of structuralism. ഫൗണ്ടിങ് ടെക്സ്റ്റ് ഓഫ് സെൽഫ് എക്സ്പ്രഷനെ അദ്ദേഹം ഒബ്ജക്റ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെയും ശരിയാണ്. ദെൻ ആൻസർ വരുന്നു പ്രിയങ്ക പ്രസാദ്. സൊഷൂർ എന്ന് പറയുന്നു, ശരിയാണ്. സൊഷൂർ ആണ് നമ്മുടെ സ്വിസ് ലിംഗ്വിസ്റ്റ് ആയിട്ടുള്ള ഫെർഡിനാൻഡ് ഡി സൊഷൂറുടെ കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് എന്നുള്ള വർക്കാണ് 1960 പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. സ്ട്രക്ചറലിസത്തിന്റെ ഒരു ഫൗണ്ടിങ് ടെക്സ്റ്റ് ആയിട്ടാണ് കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്താണ് അദ്ദേഹം ലാങ് ആൻഡ് പരോളിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. 1916 ശരിയാണ്, ലാങ് ആൻഡ് പരോൾ. അപ്പൊ ഈ ലാങ് ആൻഡ് പരോൾ നമ്മളിവിടെ പറഞ്ഞ സ്ഥിതിക്ക് അതുമായിട്ട് റെസ്പോണ്ട് ചെയ്തു വരുന്ന വേറെ 2 ടേം കൂടെ ഓർക്കണം. നമ്മുടെ കോമ്പിറ്റൻസ് ആൻഡ് പെർഫോമൻസ് അല്ലെ. കോമ്പിറ്റൻസ് ആൻഡ് പെർഫോമൻസ് ആരുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ദ ടേം കോമ്പിറ്റൻസ് ആൻഡ് പെർഫോമൻസ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് കൂടെ ഒന്ന് കമന്റ് ചെയ്തേ. കോമ്പിറ്റൻസ് ആൻഡ് പെർഫോമൻസ്, കോമ്പിറ്റൻസ് ആൻഡ് പെർഫോമൻസ്, കോമ്പിറ്റൻസ് ആൻഡ് പെർഫോമൻസ്. അത് ശരിയാണ്, നമ്മുടെ സോഷ്യോർ ആണ്, കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് ആണ്. ചോംസ്കി ആണ്. ചോംസ്കിയുടെ 2 ലാങ് ആൻഡ് പരോളിനുള്ള കറസ്പോണ്ടിങ് ടേംസ് ആണ് എന്ത്? കോമ്പിറ്റൻസ് ആൻഡ് പെർഫോമൻസ്. അതൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ, ഓർത്ത് വെക്കുക. ഓക്കെ, ഇപ്പൊ കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. No poet, no artist of any art has his complete meaning alone. His significance, his appreciation is the appreciation of his relation to the dead poets and artists. These words are written by. വേഗത്തിൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓപ്ഷൻ എ വേർഡ്സ്വർത്ത്, ഓപ്ഷൻ ബി ടി.എസ്. എലിയറ്റ്, ഓപ്ഷൻ സി കോളറിഡ്ജ് ആൻഡ് ഓപ്ഷൻ ഡി ആർണാൾഡ്. ആരാണ് ഈ ഒരു ഈ ഒരു ലൈൻസ് എഴുതിയിരിക്കുന്നത്? ഐഡന്റിഫൈ ദ പേഴ്സൺ. കൃഷ്ണപ്രിയ കറക്റ്റ് ആണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. കൃഷ്ണപ്രിയ. സിഗ്നിഫൈഡ് ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. ശരിയാണ്, ശരിയാണ്. ഓക്കെ, കാവ്യ. ഓക്കെ, ഗായത്രി. This words it was written by റിയ. കറക്റ്റ് ആണ്. നമ്മുടെ ടി.എസ്. എലിയറ്റ്, ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ്. ടി.എസ്. എലിയറ്റ്സിന്റെ വേർഡ്സ് ആണ് ഇവിടെ ഈ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ടേംസ് ചോദിക്കാം, അല്ലെങ്കിൽ ഇത് ഏത് വർക്കിൽ നിന്നാണെന്ന് ചോദിക്കാം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കരുതിയിരിക്കാം. ഓക്കെ, അപ്പൊ ടി.എസ്. എലിയറ്റ്, ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ടി.എസ്. എലിയറ്റ് എന്നുള്ളതാണ്. ഓക്കെ, ടി.എസ്. എലിയറ്റ് ഓർത്തു വെക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Honest criticism and sensitive appreciation is directed not upon the poet but upon the poetry. Where is the line taken from? ഈ ഒരു ലൈൻസ് എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സ്റ്റഡി ഓഫ് പോയട്രി, ഓപ്ഷൻ ബി ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് ആൻഡ് ഓപ്ഷൻ സി ലിറിക്കൽ ബാലഡ്സ്. വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ലൈൻസ് തന്നെയാണ് ഈ തന്നിരിക്കുന്നത്. വേഗത്തിൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. Honest criticism and sensitive appreciation is directed not upon the poet but upon the poetry. These lines are taken from ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി. കറക്റ്റ് ഏതാണ് വരുന്നത്? ഓപ്ഷൻ കാവ്യ. ഓപ്ഷൻ ബി ആണ്. ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ദ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റിൽ നിന്നാണ് കേട്ടോ. സ്റ്റഡി ഓഫ് പോയട്രിയിലേക്ക് കുറെ പേര് പോകുന്നു. സ്റ്റഡി ഓഫ് പോയട്രി അല്ല, ഏതാണ്? ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് ആണ്. ഓണസ്റ്റ് ക്രിറ്റിസിസം ആൻഡ് സെൻസിറ്റീവ് അപ്രീസിയേഷൻ ഈസ് ഡയറക്റ്റഡ് നോട്ട് അപ്പോൺ ദ പോയറ്റ് ബട്ട് അപ്പോൺ ദ പോയട്രി. സോ ദ ആൻസർ എന്ന് പറയുന്നത് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ്. ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. മാറിപ്പോവരുത്. സ്റ്റഡി ഓഫ് പോയട്രി കുറെ പേര് കമന്റ് ചെയ്തു. അല്ല, എന്താണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് ബൈ ടി.എസ്. എലിയറ്റ്. ഓക്കെ, അപ്പൊ അത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് എടുത്തിരിക്കുന്നത് ആരാണ്? നമ്മുടെ ടി.എസ്. എലിയറ്റ് ആണ് എന്നുള്ളത് ഓർത്തു വെക്കുക. ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് ബൈ ടി.എസ്. എലിയറ്റ്. ഓക്കെ, ദെൻ നമ്മളിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ടീച്ചിങ് മാക്സിംസ് ദാറ്റ് ഷുഡ് ബി ഫോളോഡ് ഇൻ സ്കൂൾസ്. ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓണസ്റ്റ് ക്രിറ്റിസിസം എന്ന് പറയുന്നത് ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ടീച്ചിങ് മാക്സിംസ് ദാറ്റ് ഷുഡ് ബി ഫോളോഡ് ഇൻ സ്കൂൾസ്. ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. unknown. Option A unknown to known, option B known to unknown, option C all of the above, option D none of these. Teaching maxims
എങ്ങനെയാണ് ഒരു ടീച്ചിങ് മാക്സിംസ് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്? ടീച്ചിങ് മാക്സിംസ് എന്ന് പറയുന്നത് എന്തൊക്കെയായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്? ടീച്ചിങ് മാക്സിംസ് ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി ഏതാണ്? അൺനോൺ ടു നോൺ ആണോ, നോൺ ടു അൺനോൺ ആണോ? നോൺ ടു അൺനോൺ, സിമ്പിൾ ടു കോംപ്ലക്സ്, അബ്സ്ട്രാക്ട് ടു കോൺക്രീറ്റ്, അതാണ് നമ്മൾ ടീച്ചിങ്സ് ഓഫ് മാക്സിംസിൽ നമ്മൾ പഠിക്കുന്നത് അല്ലേ? നോൺ ടു അൺനോൺ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, നോൺ ടു അൺനോൺ. മാറിപ്പോവരുത്, നോൺ ടു അൺനോൺ. കുട്ടികൾക്ക് അറിയുന്ന കാര്യം ആദ്യം പഠിപ്പിക്കുന്നു, പിന്നീട് അവരെ അറിയാത്തതിലേക്ക് കൊണ്ടുവരുന്നു, സിമ്പിളിൽ നിന്ന് കോംപ്ലക്സിലേക്ക് പോകുന്നു അല്ലേ? അതുപോലെ അത് എന്താണ്, ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടാണ് നമ്മൾ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പൊ ആൻസർ ബി ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹു ഈസ് കോൾഡ് ദ ഫൗണ്ടിങ് ഫാദർ ഓഫ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിന്റെ ഫാദർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ആരാണ്? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. ഓപ്ഷൻ എ വൈഗോട്സ്കി, ഓപ്ഷൻ ബി പിയാഷെ, ഓപ്ഷൻ സി സ്കിന്നർ ആൻഡ് ഓപ്ഷൻ ഡി ബ്രൂണ. ഏതാണ്? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ട വ്യക്തി, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ട വ്യക്തിയാണ്, ഓഫ് കോഴ്സ് വൈഗോട്സ്കി. ഓപ്ഷൻ എ ആണ് ആൻസർ. നമ്മുടെ വൈഗോട്സ്കി ആണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫാദർ ഓഫ് സോഷ്യൽ കോഗ്നിറ്റിവിസം എന്ന് പറയുമ്പോഴോ? ഫാദർ ഓഫ് സോഷ്യൽ കോഗ്നിറ്റിവിസം എന്ന് പറയുമ്പോൾ നമുക്ക് ഓർക്കേണ്ട വ്യക്തിയാണ് പിയാഷെ എന്നുള്ളതും ഓർത്തു വെക്കുക. ഓക്കെ, ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ഇസ് റിലേറ്റഡ് ടു വൈഗോട്സ്കി ആണ്. വൈഗോട്സ്കി, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, ZPD, സ്കഫോൾഡിംഗ്, ഈ ടേം ഒക്കെ ഓർത്തു വെക്കുക. കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം ആണ് പിയാഷെയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം ഇസ് റിലേറ്റഡ് ടു പിയാഷെ. ഓക്കെ, കറക്റ്റ് ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലേണിംഗ് ഡിസബിലിറ്റി ഇൻ മോട്ടോർ സ്കിൽസ് ഈസ് ഡാഷ്. Learning disability in motor skills is dash. Option A dyspraxia, option B dyslexia, option C dysgraphia and option D dyscalculia. നമുക്ക് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് പഠിക്കാനുണ്ടല്ലേ, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലേണിംഗ് ഡിസബിലിറ്റി ഇൻ മോട്ടോർ സ്കിൽസ് ഈസ് കാവ്യ കറക്റ്റ് ആണ്. ഏതാണ്? ഓപ്ഷൻ എ ഡിസ്പ്രാക്സിയ. മോട്ടോർ സ്കിൽസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഡിസ്പ്രാക്സിയ ആണ്, ഡിസ്പ്രാക്സിയ. ദെൻ വാട്ട് അബൌട്ട് ഡിസ്ലെക്സിയ? ഡിസ്ലെക്സിയ ഇസ് റിലേറ്റഡ് ടു റീഡിംഗ് ആണ്. ഡിസ്ഗ്രാഫിയ ഇസ് റിലേറ്റഡ് ടു ഡ്രോയിങ് ആൻഡ് റൈറ്റിംഗ് ആണ്. ഡിസ്കാൽക്കുലിയ ഇസ് റിലേറ്റഡ് ടു എന്താണ്? മാത്തമാറ്റിക്സ് ആണ്, കാൽക്കുലേഷൻ ചെയ്യാനുള്ള കഴിവില്ലായ്മ, ദാറ്റ് ഈസ് ഡിസ്കാൽക്കുലിയ. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഡിസ്പ്രാക്സിയ ആണ് മോട്ടോർ സ്കിൽസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, then demonstration is an example of dash. വീണ്ടും ഒരു ഓഡിയോ വിഷ്വൽ എയ്ഡുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഡെമോൺസ്ട്രേഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. ഓപ്ഷൻ എ പ്രൊജക്റ്റഡ് എയ്ഡ്സ്, ഓപ്ഷൻ ബി ആക്ടിവിറ്റി എയ്ഡ്, ഓപ്ഷൻ സി നോൺ പ്രൊജക്റ്റഡ് എയ്ഡ് ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഏതാണ് ഡെമോൺസ്ട്രേഷൻ? ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്ത് എയ്ഡ് ആണ്? ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത് വിച്ച് ടൈപ്പ് ഓഫ് എയ്ഡ് ദീസ് ഡെമോൺസ്ട്രേഷൻ, വിച്ച് ടൈപ്പ് ഓഫ് എയ്ഡ്? പ്രൊജക്റ്റഡ് ആണോ, ആക്ടിവിറ്റി എയ്ഡഡ് ആണോ, നോൺ പ്രൊജക്റ്റഡ് എയ്ഡഡ് ആണോ? ഏതാണ്? ആൻസർ വരുന്നുണ്ട്. ഇറ്റ്സ് ആക്ടിവിറ്റി എയ്ഡ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഓഡിയോ വിഷ്വൽ എയ്ഡ്സിനെ നമ്മൾ പ്രൊജക്റ്റഡ് എയ്ഡ്സ്, നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്സ്, ആക്ടിവിറ്റി എയ്ഡ്സ്, അങ്ങനെ നമ്മൾ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. അതിനകത്ത് ഡെമോൺസ്ട്രേഷൻ ഇറ്റ്സ് റിലേറ്റഡ് ടു ആക്ടിവിറ്റി എയ്ഡ്. ഓക്കെ, നമ്മൾ നേരിട്ട് കണ്ട് പഠിച്ച് മനസ്സിലാക്കുന്നു, നമ്മൾ എക്സിബിഷൻ നടത്തുന്നു, നമ്മൾ ഫീൽഡ് ട്രിപ്പ് പോകുന്നു, ഇതൊക്കെ എന്താണ്? ആക്ടിവിറ്റി റിലേറ്റഡ് ആണ്. സോ ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റി എയ്ഡ് ആണ്, ഓർത്തു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് among the following is not an aim of teaching poetry? ടീച്ചിങ് പോയട്രിയുടെ എയിം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ടു ഡെവലപ്പ് ഈസ്തെറ്റിക് സെൻസ് ഓഫ് സ്റ്റുഡൻസ്, ടു ഡെവലപ്പ് ഇമാജിനേഷൻ ഇൻ സ്റ്റുഡൻസ്, ടു എനേബിൾ സ്റ്റുഡൻസ് ടു അപ്രീഷിയേറ്റ് ദ ബ്യൂട്ടി, ടൈം ആൻഡ് സ്റ്റൈൽ ഓഫ് പോയം, ടു ഡെവലപ്പ് ദ ഹാബിറ്റ് ഓഫ് ലൗഡ് ആൻഡ് സൈലന്റ് റീഡിംഗ്. ഇതിനകത്ത് ടീച്ചിങ് ഓഫ് പോയട്രി നമുക്ക് പഠിക്കാനുള്ള ഒരു സെക്ഷനാണ്. അതിനകത്ത് ടീച്ചിങ് ഓഫ് പോയട്രിയുടെ എയിം അല്ലാത്തത് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഒന്ന് ഓടിച്ചൊന്ന് വേഗത്തിലൊന്ന് വായിച്ചു നോക്കിക്കേ. ടു ഡെവലപ്പ് ഈസ്തെറ്റിക് സെൻസ് ആണോ, ടു ഡെവലപ്പ് ഇമാജിനേഷൻ ആണോ, അതുപോലെ തന്നെ ടു എനേബിൾ സ്റ്റുഡൻസ് ടു അപ്രീഷിയേറ്റ് ദ ബ്യൂട്ടി, റൈം ആൻഡ് സ്റ്റൈൽ ഓഫ് പോയം ആണോ, ടു ഡെവലപ്പ് ദ ഹാബിറ്റ് ഓഫ് ലൗഡ് ആൻഡ് സൈലന്റ് റീഡിംഗ് ആണോ? അർച്ചന, ധന്യ, ശരണ്യ, ശ്രീവിദ്യ. ഓപ്ഷൻസ് ഡി ആണ് കറക്റ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ ടീച്ചിങ് പോയട്രി എന്ന് പറയുന്നത് ഒരിക്കലും എന്താണ് കുട്ടിയുടെ ലൗഡ് ആൻഡ് സൈലന്റ് റീഡിങ്ങിനെ അത് എന്ത് ചെയ്യുന്നില്ല,
ഡെവലപ്പ് ചെയ്യുന്നില്ല. ടീച്ചിങ് പോയട്രി എന്ന് പറയുന്നത് എപ്പോഴും കുട്ടിയുടെ എന്താണ് എസ്തെറ്റിക് സെൻസിനെ ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ ഇമാജിനേഷനെ ഡെവലപ്പ് ചെയ്യാനും അതുപോലെ എന്താണ് ദേ വാണ്ട് ടു അപ്രീഷിയേറ്റ് ദ ബ്യൂട്ടി റൈം ആൻഡ് സ്റ്റൈൽ ഓഫ് പോയം. ഇതൊക്കെയാണ് ടീച്ചിങ് പോയട്രി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും അതിനകത്ത് എന്ത് വരുന്നില്ല, ലൗഡ് ആൻഡ് സൈലന്റ് റീഡിംഗ് വരുന്നില്ല. സോ ഓപ്ഷൻ ഡി ഇസ് ദ റോങ് ആൻസർ. ഓക്കെ ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്ട്രക്ചറലിസ്റ്റ് പോയറ്റിക്സ് ഈസ് എ ടെക്സ്റ്റ് ബൈ. സ്ട്രക്ചറലിസ്റ്റ് വീണ്ടും ഒരു വർക്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്ട്രക്ചറലിസ്റ്റ് പോയറ്റിക്സ്. ഓപ്ഷൻ എ ജൊനാഥൻ കുള്ളർ, ഓപ്ഷൻ ബി ഐ.എ. റിച്ചാർഡ്സ്, ഓപ്ഷൻ സി ക്ലെൻത് ബ്രൂക്സ് ആൻഡ് ഓപ്ഷൻ ഡി ജോൺ ക്രോവ് റാൻസം. സ്ട്രക്ചറലിസ്റ്റ് പോയറ്റിക്സ്. സ്ട്രക്ചറലിസ്റ്റ് പോയറ്റിക്സ് എന്നുള്ളത് ആരുടെ വർക്കാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സ്ട്രക്ചറലിസ്റ്റ് പോയറ്റിക്സ് ഈസ് റിലേറ്റഡ് ടു, കമന്റ് ചെയ്തേ, സ്ട്രക്ചറലിസ്റ്റ് പോയറ്റിക്സ്. സ്ട്രക്ചറലിസ്റ്റ് പോയറ്റിക്സ് എന്ന് പറയുന്ന വർക്ക്, സ്ട്രക്ചറലിസ്റ്റ് പോയറ്റിക്സ് എന്ന് പറയുന്ന വർക്ക് വന്നിരിക്കുന്നത് ഇറ്റ്സ് കുള്ളർ, ജൊനാഥൻ കുള്ളർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് അല്ലേ. ജൊനാഥൻ കുള്ളറിന്റെ ഒരു വർക്കാണ് സ്ട്രക്ചറലിസ്റ്റ് പോയറ്റിക്സ് എന്നുള്ള വർക്ക്. ഓർത്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കാണ് ജൊനാഥൻ കുള്ളർ സ്ട്രക്ചറലിസ്റ്റ് പോയറ്റിക്സ്. ഇറ്റ്സ് എ ടെക്സ്റ്റ് ബൈ ജൊനാഥൻ കുള്ളർ. ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഹൂസ് എപ്പിറ്റാഫ് റീഡ്സ് ഐ ഹാഡ് എ ലവേഴ്സ് ക്വാറൽ വിത്ത് ദ വേൾഡ്. ഒരാളുടെ എപ്പിറ്റാഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഹൂസ് എപ്പിറ്റാഫ്, ആരുടെ എപ്പിറ്റാഫ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഐ ഹാഡ് എ ലവേഴ്സ് ക്വാറൽ വിത്ത് ദ വേൾഡ്. ഓപ്ഷൻ എ കീറ്റ്സ്, ഓപ്ഷൻ ബി ഗ്രേ, ഓപ്ഷൻ സി റോബർട്ട് ഫ്രോസ്റ്റ് ആൻഡ് ഓപ്ഷൻ ഡി ഷെല്ലി. ആരുടെ എപ്പിറ്റാഫിലാണ് ഈ രീതിയിൽ പറഞ്ഞിരിക്കുന്നത്? ഐ ഹാഡ് എ ലവേഴ്സ് ക്വാറൽ വിത്ത് ദ വേൾഡ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. I had a lover's quarrel with the world. I had a lover's quarrel with the world. ആൻസർ വരുന്നുണ്ട്. റിയ, റാബിയ, കറക്റ്റ് ആണ്. ആരാണ്? റോബർട്ട് ഫ്രോസ്റ്റ് ആണ്. എപ്പിറ്റാഫ് കാണുമ്പോഴത്തേക്കും നമ്മുടെ തോമസ് ഗ്രേയിലേക്ക് പോവരുത്. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓഫ് കോഴ്സ് റോബർട്ട് ഫ്രോസ്റ്റ്, നമ്മുടെ ഹോംബറിയൽ അല്ലേ. നമ്മുടെ റോബർട്ട് ഫ്രോസ്റ്റിന്റെ എപ്പിറ്റാഫിലാണ് ഐ ഹാഡ് എ ലവേഴ്സ് ക്വാറൽ വിത്ത് ദ വേൾഡ് എന്നുള്ള ഈ ഒരു വേർഡ്സ് ഉള്ളത്. ആരാണ്? നമ്മുടെ റോബർട്ട് ഫ്രോസ്റ്റ് ആണ് എന്നുള്ളത് ഓർത്തു വെക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Reading done in isolation without the guidance of the teacher helps to develop interest in reading and makes the learner an independent reader. What kind of reading strategy is this? നമുക്ക് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ് 4 സ്കിൽസ് പഠിക്കാനുണ്ട്. അതിനകത്ത് റീഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. റീഡിങ്ങിന്റെ സബ് സ്കിൽസ് വരുന്നുണ്ട്. ഓപ്ഷൻ എ ഇന്റൻസീവ് റീഡിംഗ്, ഓപ്ഷൻ ബി എക്സ്റ്റൻസീവ് റീഡിംഗ്, ഓപ്ഷൻ സി സ്കിമ്മിംഗ് ആൻഡ് ഓപ്ഷൻ ഡി സ്കാനിങ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിതൗട്ട് ദ ഗൈഡൻസ് ഓഫ് ദ ടീച്ചർ ഏത് തരത്തിലുള്ള റീഡിംഗ് ആണ്? വിതൗട്ട് ദ ഗൈഡൻസ് ഓഫ് ടീച്ചർ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. വിതൗട്ട് ദ ഗൈഡൻസ് ഓഫ് ടീച്ചർ ഏത് തരത്തിലുള്ള വർക്കുകൾ, ഏത് തരത്തിലുള്ള റീഡിംഗ് ആണ്? കുട്ടി സ്വന്തം ഒരു എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് വായിക്കുന്നത്, കുട്ടി എന്താണ് ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ വായിക്കുന്നത് ഏതാണ്? ഏത് തരത്തിലുള്ള റീഡിംഗ് ആണ്? പലത് വരുന്നു. ഇന്റൻസീവ് വരുന്നു, എക്സ്റ്റൻസീവ്, സ്കിമ്മിങ് എല്ലാം വരുന്നുണ്ട്. ഏതാണ്? വിതൗട്ട് ദ ഗൈഡൻസ് ഓഫ് ടീച്ചർ ദ റീഡിംഗ് ഈസ് എക്സ്റ്റൻസീവ് റീഡിംഗ് ആണ്. ഒരു കുട്ടി ഒരു ബുക്ക് എടുത്ത് സ്വയം വായിക്കുന്നു ഫോർ ദ എൻജോയ്മെന്റ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, എക്സ്റ്റൻസീവ് റീഡിംഗ്. അങ്ങനെയാണെങ്കിൽ ഇന്റൻസീവ് റീഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്ത് ദ ഗൈഡൻസ് ഓഫ് ടീച്ചർ, ടീച്ചറാണ് പറഞ്ഞു കൊടുക്കുന്നത് കുട്ടിക്ക് ഈ രീതിയിൽ വായിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഗൈഡ്, വിത്ത് ദ ഗൈഡ് ഓഫ് ടീച്ചർ എന്താണ്? ഇന്റൻസീവ് റീഡിംഗ് വരുന്നു. എക്സ്റ്റൻസീവ് റീഡിംഗിൽ ഗൈഡ് ഇല്ല, കുട്ടി സ്വന്തം എൻജോയ്മെന്റിന് വേണ്ടി റീഡിംഗ് നടത്തുകയാണ്. ഓക്കെ, ദെൻ സ്കിമ്മിങ് ആൻഡ് സ്കാനിങ്, വീണ്ടും 2 തരത്തിലുള്ള റീഡിംഗ് അവിടെ പറയുന്നുണ്ട് അല്ലേ. സ്കിമ്മിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ, സ്കിമ്മിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് എന്താണ് ഒരു ടെക്സ്റ്റിൽ നിന്ന് ഒരു ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് എന്താണ് ഒരു ജനറൽ ഐഡിയ ഒരു ടെക്സ്റ്റിനെ പറ്റിയിട്ട് നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട്, ഒരു ടെക്സ്റ്റിന്റെ ഒരു ഓവറോൾ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കിമ്മിങ് എന്ത് ചെയ്യാറുള്ളത്? ഉപയോഗിക്കാറുള്ളത്. സ്കിമ്മിങ് ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. സ്കാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ പെർട്ടിക്കുലർ ഇൻഫർമേഷൻ. ഒരു ഡേറ്റ് ആവാം, ഒരു ഇയർ ആവാം, ഒരു വേർഡ് മീനിങ് ആവാം. ഇതെല്ലാം കണ്ടുപിടിക്കാനാണ് നമ്മൾ സ്കാനിങ്. നമ്മൾ സ്കാൻ ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഇയേഴ്സ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. ഡീപ്പായിട്ട് നമുക്ക് റീഡ് ചെയ്യണം. ദാറ്റ് ഈസ് സ്കാനിങ്. സ്കിമ്മിങ് ഒരു ഓവറോൾ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. എക്സ്റ്റൻസീവ് റീഡിംഗ് വിതൗട്ട് ദ ഗൈഡൻസ് ഓഫ് ടീച്ചർ ആണ് നമ്മൾ ചെയ്തത്. ഇന്റൻസീവ് റീഡിംഗ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടീച്ചർ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് 4 തരത്തിലുള്ള, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ സബ് സ്കിൽസ് ഓഫ് എന്താണ് സ്കാനിങ് ഡിക്ഷണറിയിൽ നിന്നൊരു വേർഡ് മീനിങ് അല്ലെങ്കിൽ ഒരു ബുക്കിൽ നിന്നൊരു ഇയർ കണ്ടെത്താനൊക്കെ ആയിട്ട് നമ്മൾ
മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുന്ന റീഡിംഗ് ടെക്നീക്കാണ് സ്കാനിങ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 4 തരത്തിലുള്ള റീഡിംഗ് നിങ്ങൾ മാറിപ്പോവാതെ നിങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹു ഇസ് ഓൺലി പോയറ്റ് ടു റിസീവ് 4 പുലിസ്റ്റർ പ്രൈസ് ഫോർ പോയട്രി? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. മാർഗരറ്റ് എലിനർ അറ്റ്വുഡ്, സിൽവിയ പ്ലാത്ത്, എസ്ര പൗണ്ട് ആൻഡ് ഓപ്ഷൻ ഡി റോബർട്ട് ഫ്രോസ്റ്റ്. ഈ 4 റൈറ്ററിൽ നിന്നും 4 ടൈംസ് പുലിസ്റ്റർ പ്രൈസ് ലഭിച്ച വ്യക്തിയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. നമ്മളൊന്ന് പറഞ്ഞു പോയതാണ്. കാവ്യ ആൻസർ പറഞ്ഞിരിക്കുന്നു. ഓപ്ഷൻ ഡി റോബർട്ട് ഫ്രോസ്റ്റ് ആണ്. അദ്ദേഹത്തിന് 4 തവണ പുലിസ്റ്റർ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ മാർഗരറ്റ് എലിനോർ ആറ്റ്വുഡ്, ഷീ ഗോട്ട് 2 ബുക്കർ പ്രൈസസ്. 2 തവണ ബുക്കർ പ്രൈസ് ലഭിച്ച വ്യക്തിയാണ് മാർഗരറ്റ് ആറ്റ്വുഡ്. അതും ഓർത്തു വെക്കുക. റോബർട്ട് ഫ്രോസ്റ്റിന് 4 ടൈംസ് പുലിസ്റ്റർ പ്രൈസ്, 31 ടൈംസ് നൊബേൽ. ഇനി അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഓർത്തു വെക്കുക. ഓക്കെ, ഹു ഇസ് കോൾഡ് യുലൈസസ് എ പെർഫെക്റ്റ് പോയം? ഹു ഇസ് കോൾഡ് യുലൈസസ് എ പെർഫെക്റ്റ് പോയം? ഓപ്ഷൻ എ W.B. Yeats, ഓപ്ഷൻ ബി T.S. Eliot, ഓപ്ഷൻ സി അർണോൾഡ് ആൻഡ് ഓപ്ഷൻ ഡി പോപ്പ്. യുലൈസസ് ഒരു പെർഫെക്റ്റ് പോയം ആണെന്ന് വിശേഷിപ്പിച്ചത്. യുലൈസസ് ഈസ് എ പെർഫെക്റ്റ് പോയം ബൈ W.B. Yeats ആണോ, T.S. Eliot ആണോ, അർണോൾഡ് ആണോ, പോപ്പ് ആണോ? ആരാണ് ഈ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്? കമന്റ് ചെയ്തേ. ഹു കോൾഡ് യുലൈസസ് എ പെർഫെക്റ്റ് പോയം? കറക്റ്റ് ആണ്. മാർഗരറ്റ് ആറ്റ്വുഡിന് 2 ടൈംസ് ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ് ആണ്. ദെൻ ഹു കോൾഡ് യുലൈസസ് എ പെർഫെക്റ്റ് പോയം? ഓപ്ഷൻ ബി ആണ്, T.S. Eliot ആണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. യുലൈസസ് എ പെർഫെക്റ്റ് പോയം എന്ന് അഭിപ്രായപ്പെട്ടത് അശ്വതി. കറക്റ്റ് ആണ്. T.S. Eliotന്റെ അഭിപ്രായമാണ് യുലൈസസ് എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് പോയം ആണെന്ന് പറഞ്ഞത്. ഇങ്ങനെയുള്ള കോഡ്സ് ഓർത്ത് വെക്കുക കേട്ടോ. കാരണം ചോദ്യം ഉണ്ടാകും, തീർച്ചയായിട്ടും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്, T.S. Eliot ആണ്. യുലൈസസ് called Ulysses a perfect poem by T.S. Eliot. Okay. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. According to Wordsworth, the best part of language is originally derived from. According to Wordsworth, the best part of language is originally derived from dash. Option A, the elite. Option B, the rustics. Option C, the peasants. Option D, the poets. എവിടെ നിന്നാണ്? According to Wordsworth, from where the best part of language originally derived from? According to Wordsworth, എവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ? എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അതുകൊണ്ടല്ലേ പഠിക്കേണ്ടി വന്നത്. അത് ശരിയാണ്. അത് നമ്മൾ ഇപ്പൊ ചിന്തിച്ചിട്ട് കാര്യമില്ല, കുറെ മുമ്പ് ചിന്തിക്കണമായിരുന്നു. ഓക്കെ, ഏതാണ് ആൻസർ? വരുന്നു ഓപ്ഷൻ ബി, റസ്റ്റിക്. കറക്റ്റ് ആണ്. റസ്റ്റിക്, ദ നാച്ചുറൽ അല്ലെങ്കിൽ ദ നേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളിൽ നിന്നാണ് ഒറിജിനൽ വർക്ക് വരുന്നതെന്നാണ് ആരഭിപ്രായപ്പെട്ടത്? വേർഡ്സ്വർത്ത് അഭിപ്രായപ്പെട്ടത്. സോ ദ ആൻസർ ഓപ്ഷൻ ബി, ദ റസ്റ്റിക്സ് എന്നുള്ളതാണ്. ഓക്കെ, ദ റസ്റ്റിക് ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഓർത്തു വെക്കുക, the rustics. Then next question ലേക്ക് നമുക്ക് പോകാം. According to Saussure, the bond between the signified and the signifier is very easy question. Previous question ആണ്, easy question ആണ്. According to Ferdinand D. Saussure, the bond between the signified and the signifier is dash. Option A natural, option B relative, option C arbitrary and option D cultural. വേഗം തന്നെ കമന്റ് ചെയ്യൂ. എന്താണ് the relation between signified and signifier is? The relation between signifier and signified. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഏതാണ്? ഓപ്ഷൻ സി എന്ന ആൻസർ പറയുന്നു. എന്താണ്? സിഗ്നിഫൈഡും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ആർബിട്രറി ആണെന്നാണ് സോഷൂർ പറഞ്ഞിരിക്കുന്നത്. അക്കോർഡിംഗ് ടു സോഷൂർ, ദ റിലേഷൻ ബിറ്റ്വീൻ സിഗ്നിഫൈഡ് ആൻഡ് ദ സിഗ്നിഫയർ ഈസ് എന്താണ്? ആർബിട്രറി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Opojas is a scholarly group associated with Russian formalism. What is its full form? Opojas എന്ന് പറയുന്ന ആ ഒരു ടേം റഷ്യൻ ഫോർമലിസവുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. Then what you mean by opojas? എന്താണ് opojas എന്നുള്ള ടേമിന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ, സൊസൈറ്റി ഫോർ ദ സ്റ്റഡി ഓഫ് ലിറ്റററി തിയറി. ഓപ്ഷൻ ബി, സൊസൈറ്റി ഫോർ ദ സ്റ്റഡി ഓഫ് പോയറ്റിക് ലാംഗ്വേജ്. ഓപ്ഷൻ സി, സൊസൈറ്റി ഫോർ റഷ്യൻ ലിറ്ററേച്ചർ. ആൻഡ് ഓപ്ഷൻ ഡി, സൊസൈറ്റി ഫോർ ദ സ്റ്റഡി ഓഫ് പോയറ്റിക് ലാംഗ്വേജ് ആൻഡ് ലിറ്റററി തിയറി. ഏതാണ് opojas എന്ന് പറയുന്നത്? opojas
നമുക്കറിയാം റഷ്യൻ ഫോർമലിസവും റഷ്യൻ ലിംഗ്വിസ്റ്റിക് സർക്കിളിൽ വന്നിട്ടുള്ള ഒരു മൂവ്മെന്റ്, ഒരു സർക്കിളിൽ വന്നിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ഒപ്പോജാസ്. സോ അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സൊസൈറ്റി ഫോർ ദ സ്റ്റഡി ഓഫ് പോയറ്റിക് ലാംഗ്വേജ് ആണ്. ഓപ്ഷൻ ബി ആണ്, കറക്റ്റ് ആണ് നിങ്ങൾ പറഞ്ഞത്. സൊസൈറ്റി ഫോർ ദ സ്റ്റഡി ഓഫ് പോയറ്റിക് ലാംഗ്വേജ് ആണ് ഒപ്പോജാസ് എന്നുള്ളത്. Study of poetic language is a society for the study of poetic language, that is ഒപ്പോജാസ്. റഷ്യൻ ഫോർമലിസവുമായിട്ട് ഓർത്തു വെക്കുക. എന്ത് പറ്റി റാബിയ? ഒപ്പോജാസ് എന്ന് പറയുന്നത് റഷ്യൻ ഫോർമലിസവുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. സോ അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സൊസൈറ്റി ഫോർ ദ സ്റ്റഡി ഓഫ് പോയറ്റിക് ലാംഗ്വേജ് ആണ്. സൊസൈറ്റി ഫോർ ദ സ്റ്റഡി ഓഫ് പോയറ്റിക് ലാംഗ്വേജ് ആണ്. ഓക്കെ, കിട്ടിയില്ലേ അതിന്റെ ഫുൾ ഫോം? സൊസൈറ്റി, ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. സൊസൈറ്റി ഫോർ ദ സ്റ്റഡി ഓഫ് പോയറ്റിക് ലാംഗ്വേജ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ ഡാഷ് ഈസ് ദ സോൾ ഓഫ് ട്രാജഡി. അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ ഡാഷ് ഈസ് ദ സോൾ ഓഫ് ട്രാജഡി. ഓപ്ഷൻ എ ഇഥോസ്, ഓപ്ഷൻ ബി ലെക്സിസ്, ഓപ്ഷൻ സി മിഥോസ് ആൻഡ് ഓപ്ഷൻ ഡി മെലോസ്. ഓപ്ഷൻ ഡി മെലോസ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഡാഷ് നമുക്കറിയാം, ഡാഷ് ഈസ് ദ സോൾ ഓഫ് ട്രാജഡി, പ്ലോട്ട് ഈസ് ദ സോൾ ഓഫ് ട്രാജഡി. ഓഫ് കോഴ്സ് ഞാൻ സമ്മതിച്ചു. പക്ഷേ ഈ കുറച്ച് ഈ ടേംസ് കൂടെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പ്ലോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ മിഥോസ് തന്നെയാണ്. ഓക്കെ, അത് ഓർത്തു വെക്കുക. പ്ലോട്ട് ഓർ മിഥോസ്, ഈ ടേം കൂടെ പഠിച്ചു വെക്കണം. പ്ലോട്ട് ഈസ് ദ സോൾ ഓഫ് ട്രാജഡി എല്ലാവർക്കും അറിയാം. മിഥോസ് ആണ്, മിഥോസ് തന്നെയാണ് പ്ലോട്ട്. ആ ഒരു ടേം കൂടെ ഓർത്തു വെക്കുക. ദെൻ ഇഥോസ്, ഇഥോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാരക്ടർ ആണ്. ഇഥോസ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ ആണ്, ഓർത്തു വെക്കുക. ലെക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിക്ഷൻ ആണ്, അത് ഓർത്തു വെക്കുക. മെലോസ് മീൻസ് മ്യൂസിക് ആണ്. ഇങ്ങനെ ഈ 6 എലമെന്റ്സിന്റെയും 2 ടേംസും നിങ്ങൾ പഠിച്ചു വെക്കുക. സോ നമ്മുടെ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് മിഥോസ്, പ്ലോട്ട്, പ്ലോട്ട് തന്നെയാണ് മിഥോസ്. ഇഥോസ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ ആണെന്നും ലെക്സിസ് എന്ന് പറഞ്ഞാൽ ഡിക്ഷൻ ആണെന്നും മെലോസ് എന്ന് പറഞ്ഞാൽ മ്യൂസിക് ആണെന്നും ഓർത്തു വെക്കണം. ഓക്കെ, ഇതിന്റെ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി മിഥോസ് ആണ്. യാ, കറക്റ്റ് ആണ്, മിഥോസ് ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. Which among the following is the right order in which Aristotle arranged the constant part in tragedy based on their significance? ആ ഒരു 6 elements of tragedy അരിസ്റ്റോട്ടിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ഓർഡർ ആണ്? ഓപ്ഷൻ എ ക്യാരക്ടർ, പ്ലോട്ട്, തോട്ട്, ഡിക്ഷൻ, സോങ് ആൻഡ് സ്പെക്ടക്കിൾ. ഓപ്ഷൻ ബി പ്ലോട്ട്, ക്യാരക്ടർ, ഡിക്ഷൻ, തോട്ട്, സ്പെക്ടക്കിൾ ആൻഡ് സോങ്. ഓപ്ഷൻ സി പ്ലോട്ട്, ക്യാരക്ടർ, തോട്ട്, ഡിക്ഷൻ, സോങ് ആൻഡ് സ്പെക്ടക്കിൾ. ഓപ്ഷൻ ഡി ക്യാരക്ടർ, തോട്ട്, പ്ലോട്ട്, ഡിക്ഷൻ, സ്പെക്ടക്കിൾ ആൻഡ് സോങ്. ഏതാണ് ആ ഒരു ഓർഡർ? ഓർഡർ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? കറക്റ്റ് ഓർഡർ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇതും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ഈ 6 എലമെന്റ്സ് ഓഫ് ട്രാജഡിയുടെ കറക്റ്റ് ഓർഡർ? ഏതാണ്? ആൻസർ വരുന്നു ഓപ്ഷൻ സി എന്ന് പറയുന്നു. ഓപ്ഷൻ സി, യാ കറക്റ്റ് ആണ്. പ്ലോട്ട്, ക്യാരക്ടർ, തോട്ട്, ഡിക്ഷൻ, സോങ് ആൻഡ് സ്പെക്ടക്കിൾ. ദിസ് ഈസ് ദ കറക്റ്റ് ഓർഡർ. ആ ഓർഡർ പഠിച്ച് ഈ ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. പ്ലോട്ട് ആണ്, ക്യാരക്ടർ ആണ്, ദെൻ തോട്ട്, ഡിക്ഷൻ, സോങ് ആൻഡ് സ്പെക്ടക്കിൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. ആ ഒരു ഇത് കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൺ പോയറ്റിക്സിനകത്ത് ആ ഒരു ചാപ്റ്റർ ഡിവിഷൻസ് നമ്മളോട് ചോദിക്കാറുണ്ട്. നമുക്കറിയാം ടോട്ടൽ എത്ര ചാപ്റ്റേഴ്സ് ആണ്? ഓൺ പോയറ്റിക്സ് 26 ചാപ്റ്റേഴ്സ് ആണ് അല്ലേ? അതിനകത്ത് ഓരോ ചാപ്റ്ററും എന്താണ് പറയുന്നത് എന്നുള്ളത് കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. 1 to 4 and 25 പോയട്രിയെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, ദെൻ ചാപ്റ്റർ 5 കോമഡി, എപ്പിക്, ട്രാജഡി ഇൻ ജനറൽ വേ. ദെൻ 6 to 19 ചാപ്റ്ററിൽ ട്രാജഡി അതിന്റെ ഡെഫിനിഷൻ പറയുന്നു. ദെൻ 20 to 22 ചാപ്റ്ററിൽ പോയറ്റിക് ഡിക്ഷനെ പറ്റി പറയുന്നു. 23 and 24 എപ്പിക് പോയട്രിയെ പറ്റി പറയുന്നു. ദെൻ ലാസ്റ്റ് ചാപ്റ്റർ 26 കമ്പാരിസൺ ഓഫ് എപ്പിക് ആൻഡ് ട്രാജഡി. വെരി ഇമ്പോർട്ടൻറ്റ്, ഏത് വേണമെങ്കിലും ചോദിക്കാം. സോ ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇത് ഓരോ ചാപ്റ്ററും എന്തൊക്കെയാണ്, എന്തിനെ പറ്റിയാണ് പറയുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കണം. ഓക്കെ, ഇതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം അരിസ്റ്റോട്ടലിൻ്റെ ഓൺ പോയറ്റിക്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ നിങ്ങൾ മൈൻഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. The focus of grammar translation method is on. Very easy question. The focus of grammar translation method. Option A, learning without using mother tongue. Option B, the rules of grammar. Option C, the use of audio visual aids. And option D, providing a lot of practice in speaking English.
ഏതാണ് നമ്മുടെ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് അല്ലേ, ക്ലാസിക്കൽ മെത്തേഡ്, ട്രഡീഷണൽ മെത്തേഡ്, മദർ ടങ്ങിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മെത്തേഡ് ഏതാണ് ഫോക്കസ് ചെയ്യുന്നത്? ലേണിംഗ് വിത്തൗട്ട് യൂസിങ് മദർ ടങ് ആണോ, ദ റൂൾസ് ഓഫ് ഗ്രാമർ ആണോ, ദ യൂസ് ഓഫ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ആണോ, പ്രൊവൈഡിങ് എ ലോട്ട് ഓഫ് പ്രാക്ടീസ് ഇൻ സ്പീക്കിംഗ് ഇംഗ്ലീഷ് ആണോ? ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. എന്താണ്? ദ റൂൾസ് ആണ് അവർ കൂടുതലും പഠിപ്പിക്കുന്നത്, പ്രാക്ടിക്കൽ അവിടെ വരുന്നേ ഇല്ല. മദർ ടങ്ങിനാണ് ഇമ്പോർട്ടൻസ്, അവർ ടാർഗറ്റ് ലാംഗ്വേജ് നോക്കുന്നേ ഇല്ല. സോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. റൂൾസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പ്യുവർലി ലെക്ചർ മെത്തേഡ്, ടീച്ചേഴ്സ് ദേ ആർ യൂസിങ് മദർ ടങ് അല്ലേ, അതാണ് ഈ ഒരു ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ഫോക്കസ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ അടുത്തതിലേക്ക് നമ്മൾ പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, Who proposed monitor model as theory of second language acquisition? നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ നമുക്ക് പഠിക്കാനുണ്ട്. സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷനുടെ മോണിറ്റർ തിയറി ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ എ എഡ്വേർഡ് സാപ്പർ, ഓപ്ഷൻ ബി സ്റ്റീഫൻ ക്രാഷൻ, ഓപ്ഷൻ സി ഡേവിഡ് ഒസൂബൽ ആൻഡ് ഓപ്ഷൻ ഡി കലേബ് ഗട്ടൻഗോ. ആരാണ് നമ്മുടെ മോണിറ്റർ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? മോണിറ്റർ തിയറി സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ ഏതാണ്? ഓപ്ഷൻ ഏതായിട്ടാണ് വരുന്നത്? കമന്റ് ചെയ്തേ. ശരിയാണ്, ഇഷാൻ, ശ്രീവിദ്യ സ്റ്റീഫൻ ക്രാഷൻ ആണല്ലേ മോണിറ്റർ തിയറി ഓർ ഇൻപുട്ട് തിയറി, അല്ലെങ്കിൽ നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ പേര് മറക്കരുത്, സ്റ്റീഫൻ ക്രാഷൻ. അദ്ദേഹത്തിന്റെ ആ ഒരു തിയറി 5 ഡിവിഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷനുമായി ബന്ധപ്പെട്ട് സ്റ്റീഫൻ ക്രാഷന്റെ മോണിറ്റർ മോഡൽ തിയറി ഓർ ഇൻപുട്ട് മോഡൽ തിയറി, അത് ഓർത്ത് വെക്കുക. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. സ്റ്റീഫൻ ക്രാഷൻ റിലേറ്റഡ് ടു സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Dash refrains from using the learner's native language and uses only the target language. നമുക്ക് മെത്തേഡ്സ് പഠിക്കാനുണ്ട് അല്ലേ? അതിനകത്ത് ഡാഷ് refrains from the using of learner's native language and uses only the target language. ഓപ്ഷൻ എ bilingual method, ഓപ്ഷൻ ബി direct method, ഓപ്ഷൻ സി grammar translation method and ഓപ്ഷൻ ഡി communicative approach. ഏതാണ്? യൂസ് ഓൺലി ദ ടാർഗറ്റ് ലാംഗ്വേജ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മൈൻഡിലേക്ക് എത്തണം ഏതാണ്, ഏത് മെത്തേഡാണ് നമ്മൾ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് മെത്തേഡാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത് എന്നുള്ളത്. ഏത് മെത്തേഡാണ്? ഓൺലി ഫോക്കസ് ഓൺ ദ ടാർഗറ്റ് ലാംഗ്വേജ് ഡയറക്റ്റ് മെത്തേഡാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഡയറക്റ്റ് മെത്തേഡാണ്. എന്താണ് അതിനകത്ത്? മദർ ടങ് അവർ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്തുകൊണ്ട് ഓൺലി ദ ടാർഗറ്റ് ലാംഗ്വേജ്, അതിനകത്ത് സ്പീക്കിംഗ് റൈറ്റിംഗ് പ്രാക്ടീസ് കൊടുക്കുന്നു. സോ ഡയറക്റ്റ് മെത്തേഡ് ഈസ് ദ കറക്റ്റ് ആൻസർ. ടാർഗറ്റ് ലാംഗ്വേജിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഡയറക്റ്റ് മെത്തേഡിനാണ്. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. വീണ്ടും ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. നോക്കിക്കേ, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, ബ്ലാക്ക് ബോർഡ്, എപ്പിഡയാസ്കോപ്പ്, ഫീൽഡ് ട്രിപ്പ്, ഡയറമ, ഫ്ലാനൽ ബോർഡ്. റിയൽ ലൈഫ് എക്സ്പീരിയൻസ്, പ്രൊജക്റ്റഡ് എയ്ഡ്, വിഷ്വൽ എയ്ഡ്, ഇൻസ്ട്രക്ഷണൽ എയ്ഡ്, നോൺ പ്രൊജക്റ്റഡ് എയ്ഡ് ആൻഡ് 3D എയ്ഡ്. ഏതാണ് ഇതിൻ്റെ കറക്റ്റായിട്ട് മാച്ചിങ് വരുന്നത് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ തന്നെ നമ്മുടെ ക്ലാസ് ഏകദേശം വൈൻഡപ്പ് ചെയ്യാനായിട്ട് എത്തിക്കഴിഞ്ഞു. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഇതിനകത്തുള്ളൂ. ഇത് വേഗം തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്തേ. വളരെ ഈസി ആയിട്ടുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എന്തുമായിട്ടാണ് വരുന്നത്, ഏതുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്? ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, അതുപോലെ തന്നെ ബ്ലാക്ക് ബോർഡ്, എപ്പിഡയാസ്കോപ്പ്, ഫീൽഡ് ട്രിപ്പ്, ഡയറമ ആൻഡ് ഫ്ലാനൽ ബോർഡ്. വേഗത്തിൽ കമന്റ് ചെയ്തേ. ഏതാണ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്? ഓഡിയോ വിഷ്വൽ എയ്ഡ്സുമായിട്ട് ഏതാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്? ഓഡിയോ വിഷ്വൽ എയ്ഡ്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് A4 എന്ന് പറയുന്നു, ഇൻസ്ട്രക്ഷണൽ എയ്ഡ് എന്ന് പറയുന്നു. കറക്റ്റ് ആണ്. ഓഡിയോ വിഷ്വൽ എയ്ഡ്സിന്റെ വേറൊരു പേര് തന്നെയാണ് എന്ത്? ഇൻസ്ട്രക്ഷണൽ എയ്ഡ്സ് എന്നുള്ളത്. സോ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഓൾസോ നോൺ ആസ് ഇൻസ്ട്രക്ഷണൽ എയ്ഡ്. ദെൻ ബ്ലാക്ക് ബോർഡ്. ബ്ലാക്ക് ബോർഡ് എന്താണ്? നമുക്കറിയാം. ബ്ലാക്ക് ബോർഡ് എന്ത് എയ്ഡാണ്? ഇറ്റ്സ് എ വിഷ്വൽ എയ്ഡ്. ബ്ലാക്ക് ബോർഡ് വിഷ്വൽ എയ്ഡ് ആയിട്ടാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് സി ഏതാണ് വരുന്നത്? എപ്പിഡയാസ്കോപ്പ്. എപ്പിഡയാസ്കോപ്പ് എന്ത് മെത്തേഡാണ്? ഏത് തരത്തിലുള്ള എയ്ഡ് ആണ് വരുന്നത്? എപ്പിഡയാസ്കോപ്പ്. എപ്പിഡയാസ്കോപ്പ് എപ്പിഡയാസ്കോപ്പ് ഈസ് റിലേറ്റഡ് ടു ഏതാണ്? സി എന്ന് പറയുന്നത് ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? സി. പ്രൊജക്റ്റഡ് എയ്ഡ് ആണല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എപ്പിഡയാസ്കോപ്പ് എന്ന് പറയുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്രൊജക്ട്, ഒരു പ്രൊജക്റ്റഡ് എയ്ഡ് ആണ് എന്ത്? എപ്പിഡയാസ്കോപ്പ് എന്നുള്ളത്. ദെൻ വാട്ട് അബൌട്ട് ഫീൽഡ് ട്രിപ്പ്? ഫീൽഡ് ട്രിപ്പ് ഇതിനു മുമ്പ് നമ്മൾ ക്ലാസ്സിലൊന്ന് മെൻഷൻ ചെയ്ത് പോയതാണ് ഏത് തരത്തിലുള്ള ആക്ടിവിറ്റി ആണ് എന്നുള്ളത്. ഫീൽഡ് ട്രിപ്പ് ഇറ്റ്സ് റിലേറ്റഡ് ടു
ഫീൽഡ് ട്രിപ്പ് ശരിയാണ്. ഫീൽഡ് ട്രിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ആക്ടിവിറ്റി എയ്ഡ് ആണ്, റിയൽ ലൈഫ് എക്സ്പീരിയൻസുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. കറക്റ്റ് ആണ്. ഫീൽഡ് ട്രിപ്പ് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. ദെൻ ഡയറമ എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള എയ്ഡ് ആണ്? ഡയറമ എന്ന് പറയുന്നത് ഏതാണ്? ഇറ്റ്സ് എ 3D എയ്ഡ് ആണ്. ഡയറമ എന്ന് പറയുന്നത് 3D എയ്ഡ് ആണ്. നമ്മൾ ഓഡിയോ വിഷ്വൽ എയ്ഡ്സിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഡയറമ എന്ന് പറയുന്നത് 3D എയ്ഡ് ആയിട്ട് വരുന്നു. ദെൻ വാട്ട് അബൌട്ട് ദ ഫ്ലാനൽ ബോർഡ്? ഇനി ഒരെണ്ണം കൂടെ ഉള്ളൂ അല്ലേ? ഫ്ലാനൽ ബോർഡ് ഇറ്റ്സ് എ നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്. അപ്പോൾ ഓഡിയോ വിഷ്വൽ എയ്ഡ്സിനെ പ്രൊജക്റ്റഡ് എയ്ഡ്, നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്സ് ആൻഡ് ആക്ടിവിറ്റി എയ്ഡ് ആയിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട്. അതിനകത്താണ് ഈ പറഞ്ഞ ഈ ഡിവിഷൻസ് വരുന്നത്. വളരെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക. ഐഡന്റിഫൈ ചെയ്യുക. ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ബ്ലാക്ക് ബോർഡ് എപ്പിഡയസ്കോപ്പ് പ്രൊജക്റ്റഡ് എയ്ഡ് ആണ്. ഫീൽഡ് ട്രിപ്പ് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. ആക്ടിവിറ്റി എയ്ഡ് ആണ്. ഡയറമ എന്ന് പറയുന്നത് 3D എയ്ഡും ഫ്ലാനൽ ബോർഡ് എന്ന് പറയുന്നത് നോൺ പ്രൊജക്റ്റഡ് എയ്ഡുമാണ്. ഓക്കെ, അപ്പോൾ നോൺ പ്രൊജക്റ്റഡ് എയ്ഡിനെ തന്നെ പലതായിട്ട് തരംതിരിക്കുന്നുണ്ട്. അതിനകത്താണ് ഈ ഒരു കാറ്റഗറി വരുന്നത്. അപ്പോൾ അത് ഓർത്തു വെക്കുക. ദെൻ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് മോഡേണിസം? ഓപ്ഷൻ എ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ്, ഓപ്ഷൻ ബി അവൻഗാർഡ്, ഓപ്ഷൻ സി ട്രഡീഷണൽ ടൈപ്പ് ഓഫ് കൊഹറന്റ് പോയറ്റിക് സ്ട്രക്ചർ, ഓപ്ഷൻ ഡി ഫ്രാഗ്മെന്റഡ് അട്ടറൻസസ്. അപ്പോൾ മോഡേണിസം ലിറ്റററി ടേംസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ മോഡേണിസത്തുമായിട്ട് എന്താണ് ഇസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് മോഡേണിസം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ്, അവൻഗാർഡ്, ട്രഡീഷണൽ ടൈപ്പ് ഓഫ് കൊഹറന്റ് പോയറ്റിക് സ്ട്രക്ചർ ആൻഡ് ഓപ്ഷൻ ഡി ഫ്രാഗ്മെന്റഡ് അട്ടറൻസസ്. ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? സി ട്രഡീഷണൽ ടൈപ്പ് ഓഫ് കൊഹറന്റ് പോയറ്റിക് സ്ട്രക്ചർ. ഓപ്ഷൻ സി ആണ് ബാക്കിയെല്ലാം മോഡേണിസത്തിന്റെ ഫീച്ചർ ആയിട്ടാണ് വരുന്നത്. സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ്സും അവൻഗാർഡും ഫ്രാഗ്മെന്റഡ് അട്ടറൻസും ഒക്കെ മോഡേണിസത്തിന്റെ പ്രത്യേകതയാണ്. അതിനകത്ത് ട്രഡീഷണൽ ടൈപ്പ് ഓഫ് പോയറ്റിക് സ്ട്രക്ചർ ആണ് എന്ത് ചെയ്യുന്നത്, മോഡേണിസം സപ്പോർട്ട് ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ എന്താണ് ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു 1.5 hours നമ്മൾ ഒരു കുറേ ഭാഗങ്ങൾ കവർ ചെയ്തു അല്ലേ, ഒരുപാട് പോർഷൻസ്. അതുപോലെ തന്നെ പോയട്രിയിൽ നിന്നും ലിറ്റററി ടേംസിൽ നിന്നും അതുപോലെ തന്നെ ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്നാണെങ്കിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഭാഗങ്ങൾ കവർ ചെയ്തു. തീർച്ചയായിട്ടും നിങ്ങൾക്കതൊരു യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് ഓർത്തെടുക്കാനും നമുക്ക് എത്രമാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദെൻ എങ്ങനെയാണ് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയോ? എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? ഒന്ന് ജസ്റ്റ് ഒന്ന് വേഗത്തിലൊന്ന് കമൻറ്റ് ചെയ്തേ, വേഗത്തിലൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാണ്, നല്ല രീതിയിൽ ഇനിയും ഈ ഉള്ള ദിവസങ്ങൾ പഠിച്ച കാര്യങ്ങളൊന്ന് വീണ്ടും വീണ്ടും ഒന്ന് റിവൈസ് ചെയ്ത് പോവുക. ഓക്കെ നിങ്ങളപ്പം ഇത് നമ്മൾ കുറച്ച് പോർഷൻസ് 3 മൊഡ്യൂളാണ് നമ്മൾ ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ജസ്റ്റ് ഡിസ്കസ് ചെയ്തത്. ബാക്കിയുള്ള മൊഡ്യൂൾസും നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക. ഇനി എനിക്ക് ശേഷം നമ്മുടെ അനിത മാം ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അടുത്ത സെഷനായിട്ട് മിസ് ഇപ്പോൾ തന്നെ എത്തും. നിങ്ങൾ ആരും പോവരുത്. ഇത് ഫുൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഒരു ഫൈനൽ ടച്ച് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനി നമുക്ക് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും അല്ലേ, നമ്മുടെ CC LPSC റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കേരളത്തിലുടനീളം നമ്മൾ വിജയം തൂത്തുവാരിയിരിക്കുകയാണ്. ഒരു 1300ഓളം കുട്ടികളാണ് നമ്മുടെ CC സ്റ്റുഡൻസ് ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. ഇനി UPയുടെ ലിസ്റ്റ് വരുമ്പോഴും ഇതിലും കൂടിയ റിസൾട്ട് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കുട്ടികൾ ഇപ്പം നമുക്കും നേടണം, നമ്മുടെ ഫോട്ടോയും ഇങ്ങനെ തന്നെ വരണം അല്ലേ. നമുക്ക് HSAയും HSSTയുടെയും ഒക്കെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഫോട്ടോയും ഇതിനകത്ത് വരണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ HSA കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ഇരിക്കരുത്. അടുത്ത് നമുക്ക് എന്തുണ്ട്, HSST ഉണ്ടല്ലേ, അതിനുവേണ്ടി നമുക്ക് ഒന്നുകൂടെ ആഞ്ഞു പിടിക്കാം. അപ്പോൾ ആ ക്ലാസ്സുകൾ CC എല്ലാ ക്ലാസ്സുകളും, അതായത് നമ്മൾ HSA നമ്മൾ തന്ന പോലെ തന്നെ അതിലും മികച്ച രീതിയിൽ HSSTയുടെ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സെറ്റിൻ്റെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ജോയിൻ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്ത് നോക്കുക. ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങളുടെ സഹകരണത്തിന് ഒരുപാട് നന്ദി. ഉടനെ തന്നെ നമ്മുടെ അനിത മാം എത്തുന്നതാണ്. അപ്പോൾ നിങ്ങളിന്ന് റെഡി ആയിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ.
ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. നമ്മുടെ HSF ഫൈനൽ ടച്ചിൻ്റെ സെക്കൻഡ് സെഷൻ തുടങ്ങുകയാണ്. ആദ്യത്തെ സെഷനിൽ ജാസ്മിൻ മാമിൻ്റെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ക്ലാസ് നിങ്ങളെല്ലാവരും വളരെയധികം ആസ്വദിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇനി അതിനുശേഷം രണ്ടാമത്തെ സെഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ഫോണറ്റിക്സ്, അതായത് മൊഡ്യൂൾ 5 ആയിട്ടുള്ള ലിംഗ്വിസ്റ്റിക്സ്, ഫോണറ്റിക്സ് ആൻഡ് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ദെൻ മൊഡ്യൂൾ 2 ആണ് ഡ്രാമ. ദെൻ മൊഡ്യൂൾ 3 ആണ് പ്രോസ് ആൻഡ് ഫിക്ഷൻ. ഇത്രയും ടോപ്പിക്സാണ്. അതിലെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്ക് നോക്കാം. എല്ലാം നമുക്കറിയാം, വളരെ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ്. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഗുഡ് ആഫ്റ്റർനൂൺ. വളരെ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ സമയം വേസ്റ്റ് ചെയ്യാതെ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് എക്സ്പ്ലനേഷൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ ഓർഡറിലല്ല, മൊഡ്യൂൾ 2 എന്നല്ല തുടങ്ങുന്നത്. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ, ഇനി അതല്ലെങ്കിൽ ഏതൊരു ലൈവ് സെഷൻ ആണെങ്കിലും കുട്ടികൾ ചോദിക്കുക, മാം ഫോണറ്റിക്സിൻ്റെ ക്ലാസ് ഇല്ലേ, ഫോണറ്റിക്സിൻ്റെ ക്ലാസ് ഇല്ലേ, അതെപ്പോഴാണ് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ എത്ര വായിച്ചാലും നമുക്ക് വീണ്ടും ഫോണറ്റിക്സ് ഒന്നും കൂടി നോക്കണം എന്നൊരു തോന്നൽ വരും അല്ലേ. അപ്പോൾ അതൊന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോണറ്റിക്സിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ സെഷനിൽ. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഇസ് ദ സ്റ്റഡി ഓഫ് വോക്കൽ സൗണ്ട്സ് ആൻഡ് സൗണ്ട് ചേഞ്ചസ്, phonemes and their variants in a particular language. Dash is the study of vocal sounds and sound changes, phonemes and their variants in a particular language. എപ്പോഴും ശ്രദ്ധിക്കുക, ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് പെർട്ടിക്കുലർ ലാംഗ്വേജ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ആൻസർ എന്തായിരിക്കും? ഫോണോളജി അല്ലേ? ആൻസർ വരുന്നത് ഫോണോളജി. അപ്പോൾ എന്താണ് ഫോണോളജി? പെർട്ടിക്കുലർ ലാംഗ്വേജ്, ഓരോ ലാംഗ്വേജിനും ഓരോ ഫോണോളജി ആയിരിക്കും. ഇനി അതിൽ നിന്ന് നേരെ വ്യത്യസ്തമായിട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കൂ. ഡാഷ് ഇസ് ദ സയൻസ് ഓഫ് സ്പീച്ച് സൗണ്ട്സ്, their production, transmission and reception and the science to represent them in general. Answer you. Second question, answer you. Dash is the science of speech sounds. വരട്ടെ ആൻസർ. their production, transmission and reception ഏതാണ്? phonetics ആണ്. Dash is the science of speech sounds, their production, transmission and reception and the science to represent them in general. phonetics ആണ് ഇവിടെ ആൻസർ. ഓക്കെ, ഓക്കെ, ആൻസർ കറക്റ്റായിട്ട് വരുന്നുണ്ട്. വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, all the English language sounds are. നമ്മൾ പലതരത്തിലുള്ള സൗണ്ട്സുകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് സൗണ്ട് മെക്കാനിസത്തിൽ നമ്മൾ ഓർഗൻസ് ഓഫ് സ്പീച്ചൊക്കെ പഠിക്കുന്ന സമയത്ത് എന്താണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ സൗണ്ട് എങ്ങനെയാണ് വരുന്നത്? ഏത് രീതിയിലാണ്? പൾമോണിക്. ഇവിടെ ഒരു ടൈപ്പോ എറർ ഉണ്ട്. പൾമോണിക് ഇഗ്രസീവ് സൗണ്ട്സ് അല്ലേ? പൾമോണിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ലങ്സ് ആയിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ സൗണ്ട് വരുന്നത് എവിടെ നിന്നാണ്? ലങ്ങിനാണ് അവിടെ ഇമ്പോർട്ടൻസ് അല്ലേ? അപ്പോൾ പൾമോണിക് ഇഗ്രസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുറത്തേക്ക് വരുന്ന എയറിൽ നിന്നാണ് നമ്മുടെ സൗണ്ടുകൾ വരുന്നത്. ഇൻഗ്രസീവ് ആവുമ്പോൾ എപ്പോഴാണ്? കരയുന്ന സമയത്തൊക്കെ, കുട്ടികളുടെയൊക്കെ കരച്ചിലിൻ്റെ സമയത്ത് എങ്ങനെയാണ്? ഉള്ളിലേക്ക് വലിക്കും അല്ലേ ശ്വാസം, അത് ഇൻഗ്രസീവ് ആണ്. ഇത് ഇഗ്രസീവ് സൗണ്ട്സ് ആണ്. അപ്പോൾ പൾമോണിക് ഇഗ്രസീവ് സൗണ്ട്സ് ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജിനുള്ളത്. വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് ഡിസ്റ്റിങ്ക്റ്റ് യൂണിറ്റ് ഓഫ് സൗണ്ട്? What is the smallest distinctive unit of sound? Answer you. What is the smallest distinctive unit of sound? എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. യെസ്, കൃഷ്ണപ്രിയ, വെരി ഗുഡ്. Phoneme. What is the smallest distinctive unit of sound? Phoneme. Okay. Next question. The vowels which require
കൺസിഡറബിൾ, ഇതും മൊർഫീമും കൂടെ മാറാൻ പാടില്ല. ഫൊനീമും മൊർഫീമും കൂടെ കൺഫ്യൂഷൻ ആവരുത്. ആ മൊർഫീമിൻ്റെ ടോപ്പിക്ക് വരുമ്പോൾ ഞാനത് തമ്മിലുള്ള വ്യത്യാസം ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. എല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ്, നിങ്ങൾ പഠിച്ച ക്വസ്റ്റ്യൻ പേപ്പർ വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ്. അപ്പോൾ പിന്നെ ഈ ചെറിയ കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ദ വവൽസ് വിച്ച് റിക്വയർ കൺസിഡറബിൾ മസ്കുലർ ടെൻഷൻ ഓൺ ദ പാർട്ട് ഓഫ് ദ ടങ് ഈസ് കോൾഡ്. അപ്പം നമുക്കറിയാം, നമ്മൾ സൗണ്ട്സിനെ രണ്ടായി ഡിവൈഡ് ചെയ്തു, വവൽസ് ആൻഡ് കോൺസണൻസ് എന്നുള്ളത്. ഈ വവൽസിൻ്റെ 3 ടേം ലേബിളൊക്കെ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വവൽസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന സമയത്ത് ഇവിടെ വരുന്ന ഒരു റെയർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പോൾ ഇത് അധികം ശ്രദ്ധിക്കപ്പെടാതെ പോവും, അതല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് പോവും. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി, ഓർമ്മിപ്പിക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ എടുത്തിട്ടതാണ്. ദ വവൽസ് വിച്ച് റിക്വയർ കൺസിഡറബിൾ മസ്കുലർ ടെൻഷൻ ഓൺ ദ പാർട്ട് ഓഫ് ദ ടങ്. ചില സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്, ചില വവൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാക്ക് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വലിക്കും, അല്ലേ? വലിച്ചു പിടിക്കേണ്ട അവസരം വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ, ഊ, ഇതൊക്കെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടങ് എങ്ങനെയാണ്? വളരെ ടെൻസാണ്, അല്ലേ? ടെൻഷൻ ഓൺ ദ പാർട്ട് ഓഫ് ദ ടങ് ഈസ് കോൾഡ്, എന്താണ്? ആൻസർ ചെയ്യുന്നുണ്ടല്ലോ എല്ലാവരും, വെരി ഗുഡ്. ടെൻസ് വവൽസ്, അല്ലേ? ടെൻസ് വവൽസ്. അതിൻ്റെ എക്സാമ്പിളാണ് ഈ. ലീപ്പ് എന്ന വേർഡിലെ ഈ എന്ന് പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് അത് ടെൻസ് വവലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ വവൽസ്, അതിൻ്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആണ്. ദ വവൽസ് ഇൻ വിച്ച് ദ ടങ് ഈസ് ഹെൽഡ് ലൂസ്ലി ആർ കോൾഡ്. ടങ് ഈസ് held loosely are called, ആൻസർ ചെയ്യൂ. lax vowels, അല്ലേ? lax vowels. ഫോർ എക്സാമ്പിൾ ലിപ്പ് എന്നതിലെ ഇ എന്നുള്ള ഷോർട്ട് വവൽസ് ഒക്കെ ലാക്സ് വവൽസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഓർമ്മിക്കുക, ടെൻസ് വവൽസ് ആൻഡ് ലാക്സ് വവൽസ്. ദെൻ ദ കോൺസെപ്റ്റ് ഓഫ് cardinal vowel. The concept of cardinal vowel is associated with. The concept of cardinal vowel is associated with. Yes, come on. Concept of cardinal vowel is associated with Daniel Johns. അല്ലേ? Daniel Johns. There are 8 cardinal vowels. നമുക്കറിയാം ആ 8 cardinal, അതുകൊണ്ടാണ് അതിനെ cardinal, മെയിൻ എന്നുള്ള അർത്ഥത്തിലാണ്, ചീഫ് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് cardinal എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് ലാംഗ്വേജിൻ്റെയും വവൽസിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് നിയോഗിക്കാനുള്ള അല്ലെങ്കിൽ കണക്കാക്കുന്നതിനുള്ള ഈ 8 cardinal vowels ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജും അതുപോലെ തന്നെ. സോ ഡാനിയൽ ജോൺസ് ആണ് cardinal vowel എന്ന ടേം ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നത്. Next question. Dash are words which differ only in one phoneme. Important ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. Dash are words which differ only in one phoneme. ഒരേ ഒരു ഫൊനീം സൗണ്ട് മാത്രം മാറ്റമുള്ളതിനെ എന്താ പറയുന്നത്? ഫൊനീം സൗണ്ട്, ഒരേ ഒരു ഫൊനീം സൗണ്ട് മാത്രം മാറ്റമുള്ളതിനെ എന്താ പറയുന്നത്? മിനിമൽ പെയർ, അല്ലേ? മിനിമൽ പെയർ, യെസ്. മിനിമൽ പെയേഴ്സ് ആർ വേർഡ്സ് വിച്ച് ഡിഫർ ഓൺലി ഇൻ വൺ ഫൊനീം. യെസ്, മിനിമൽ പെയർ, വെരി ഗുഡ്. നോക്കൂ, ഇവിടെ 2 വേർഡാണ്, കൂൾ ആൻഡ് പൂൾ, അല്ലേ? ഏതൊക്കെയാണ് ഇവിടുത്തെ വവൽസ്? 2 ഫൊനീംസ്, ക്, പ്, അല്ലേ? അപ്പോൾ ഇത് മാത്രമേ മാറ്റമുള്ളൂ, ക സൗണ്ടും പ സൗണ്ടും മാത്രമേ മാറ്റമുള്ളൂ, മറ്റു രണ്ടും സെയിം ആണ്, ഊൾ, അല്ലേ? അപ്പോൾ ഈ 2 ഫൊനീമിനാണ് മാറ്റം, അത് മിനിമൽ പെയർ എന്ന് അറിയപ്പെടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Dash are the different concrete phonetic variation of the same phoneme. Dash are the different concrete phonetic variation. Phonetic variation എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മയുണ്ടാവണം. Phonetic variation ഏതാണ്? കൃഷ്ണപ്രിയ, വെരി ഗുഡ്. Allophone. Allophones are the different concrete phonetic variation of the same phoneme. Kill, skill, അല്ലേ? Kill, skill, എന്താണ് അവിടെ വേരിയേഷൻ? നോക്കൂ,
ക്ക് എന്നുള്ള സൗണ്ട് ഇനീഷ്യലി വരുന്ന സമയത്ത് അത് നമ്മൾ ആസ്പിറേറ്റഡ് ആയിട്ടാണ് ഉച്ചരിക്കുന്നത് അല്ലേ? ആസ്പിറേറ്റഡ് ആയിട്ടാണ് നമ്മൾ അത് ഉച്ചരിക്കുന്നത്. എന്നാൽ ഇവിടെ ആണെങ്കിലോ, ഇവിടെ ക്ക് മാത്രമേ ഉള്ളൂ, അൺആസ്പിറേറ്റഡ് ആണ്. അപ്പോൾ ഈ വേരിയേഷനെയാണ് അല്ലോഫോൺ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഓപ്പണിങ്ങിൽ അല്ലെങ്കിൽ ഇനീഷ്യലായിട്ട് ക്ക് പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് ഖിൽ ആസ്പിറേറ്റഡ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഒരു പഫ് നമ്മൾ കൊടുത്തിട്ടാണത് പറയുന്നത്. അതേപോലെ സ്കില്ലാണെങ്കിൽ സെക്കൻഡ് സൗണ്ടാണ് അവിടെ ക്ക്. അപ്പോൾ അതുകൊണ്ട് അത് അൺആസ്പിറേറ്റഡ് ആണ് അല്ലേ? യെസ്. അപ്പം അതുകൊണ്ട് അല്ലോഫോൺസ് ആണ്. കോൺക്രീറ്റ് ഫോണറ്റിക് വേരിയേഷൻ ആണ് എന്ത്? അല്ലോഫോൺ. Next question. Dash is the process by which one speech sound gets changed to another under the influence of a third. Dash is the process by which one speech sound gets changed to another under the influence of a third. നമുക്കറിയാം, നമ്മുടെ HSAയുടെ റാപ്പിഡ് റൗണ്ട് ഉണ്ടായിരുന്നു 2-3 സെഷൻ അല്ലേ? അതിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഒരിക്കൽ കൂടെ അതൊന്ന് ഓർമ്മിക്കാനായിട്ട് വീണ്ടും അത് ഇവിടേക്ക് തന്നെ കൊണ്ടുവന്നതാണ് ഈ ക്വസ്റ്റ്യൻസ്. ആൻസർ ചെയ്യൂ, നോക്കട്ടെ. Dash is the process by which one speech sound gets changed to another under the influence of a third. Assimilation. Very good. Assimilation. കുറേ പേര് ആൻസർ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. Next question. The special features which affect speech sounds such as stress, pitch, intonation and juncture are called. The special features which affect speech sounds such as stress, pitch, intonation and juncture are called. എന്താണ്? സുപ്രാസെഗ്മെന്റ്സ് അല്ലേ? സുപ്രാസെഗ്മെന്റ്സ് അല്ലെങ്കിൽ പ്രോസഡിക് ഫീച്ചേഴ്സ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നു. യെസ്. Suprasegmental phonemes or prosodic features or secondary phonemes, ഈ 3 പേരിലും ഇത് അറിയപ്പെടും. ഏതാണ്? The special features which affect speech sounds such as stress, pitch, intonation and juncture. ഇവയെല്ലാം സ്പീച്ച് സൗണ്ട്സിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇവയെ എന്താണ് വിളിക്കുന്നത്? സുപ്രാസെഗ്മെന്റ്സ്, അതല്ലെങ്കിൽ phonemics, suprasegmental phonemes or prosodic features or secondary phonemes എന്ന് വിളിക്കുന്നു. ഓക്കെ. Dash are sounds in the production of which there is an obstruction of the air passage narrowing the oral cavity. Dash are sounds in the production of which there is an obstruction of the air passage narrowing the oral cavity. എന്താണ് ഒബ്സ്ട്രക്ഷൻ? ഓറൽ ക്യാവിറ്റിയിൽ ഒബ്സ്ട്രക്ഷൻ വരുന്ന സൗണ്ട്സ്. യെസ്, കറക്റ്റാണ്. നിങ്ങൾ ആൻസർ ചെയ്യുന്നതൊക്കെ കറക്റ്റാണ്. ഈ ക്വസ്റ്റ്യൻ ആൻസർ വരട്ടെ. നാരോയിങ് ദ ഓറൽ ക്യാവിറ്റി, ഫ്രിക്ഷൻ. യെസ്, കോൺസണൻസ് അല്ലേ? കോൺസണൻസ് ആണ്. കോൺസണൻസ് ആർ സൗണ്ട്സ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് വിച്ച് ദർ ഈസ് ആൻ ഒബ്സ്ട്രക്ഷൻ അല്ലേ? ഏത് കോൺസണൻറ്റ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തും ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. നമ്മുടെ ആ ഓറൽ പാത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തുണ്ടാവും? ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും അല്ലേ? ഫ്രിക്ഷൻലെസ് ആണ് ഏത്? വൊവൽസ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കറിയാം ദർ ആർ 24 കോൺസണൻസ് ആണ്. ആ കോൺസണൻസിനെ നമ്മൾ പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷനും മാനർ ഓഫ് ആർട്ടിക്കുലേഷനും വെച്ച് 2 ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ. കോൺസണൻറ്റ് സൗണ്ട് എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ട്. ധന്യ, ബൈജു, ഐശ്വര്യ, ഫൈസ, പല്ലവി, ശ്രീവിദ്യ അരവിന്ദൻ. യെസ്. ദെൻ അപ്പോൾ ഈ ഓരോ ആൻസർ കാണുമ്പോഴും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലേക്ക് വരണം. അപ്പോൾ എന്തൊക്കെ വരണം ഇവിടെ? കോൺസണൻസ് എന്ന് കാണുമ്പോൾ ദർ ആർ 24 കോൺസണൻസ്. അത് ഏതെല്ലാമെന്ന് ഓർമ്മ വരിക. വോയിസ്ഡ്, വോയിസ്ലെസ് അല്ലേ? അതിനെ 2ആയി തരംതിരിച്ചിരിക്കുന്നു, വോയിസ്ലെസ് ആൻഡ് വോയിസ്ഡ്. ദെൻ പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ, മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ, അടുത്ത ക്ലാസിഫിക്കേഷൻ. അങ്ങനെയാണ് 3 ടേം ലേബലായിട്ട് നമ്മൾ കോൺസണൻസ് എഴുതുന്നത് അല്ലേ?
അതിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ആ സമയത്ത് നമുക്കത് പറയാം. എന്നാലും ബൈലേബിയൽ, ലേബിയോഡെൻ്റൽ, ഡെൻറ്റൽ, അൽവീലാർ, വീലാർ, പലറ്റൽ, പലറ്റോ അൽവീലർ, അല്ലേ? അങ്ങനെ പോകുന്നു ക്ലാസിഫിക്കേഷൻ. പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ, മാനർ ഓഫ് ആർട്ടിക്കുലേഷനിൽ വരുന്നത് പ്ലോസീവ്സ്, ദെൻ പിന്നെ ഏതാണ് ആഫ്രിക്കേറ്റ്സ്, ഫ്രിക്കേറ്റീവ്, എക്സെട്ര. അപ്പോൾ അതെല്ലാം നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ കോൺസണൻസ് എന്ന് കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം ഓർമ്മ വരണം. ദെൻ consonants are classified on the basis of, consonants are classified on the basis of, just നമ്മൾ പറഞ്ഞു അത് എന്താണത്, place of articulation and the manner of articulation. അപ്പോൾ place of articulation എന്ന് പറയുമ്പോൾ അതെല്ലാം ഓർമ്മ വരണം. അതിൻ്റെ എക്സാമ്പിളും manner of articulation ഏതെല്ലാമാണ്, manner of articulation എന്നുള്ളതും ഓർമ്മിക്കാം. Dash is the smallest convenient unit of speech. Dash is the smallest convenient unit of speech. ഏതാണ് smallest convenient unit? ഏതാണ് smallest convenient unit? ആൻസർ ചെയ്തേ. syllable അല്ലേ? syllable അതാണ് സ്മോളസ്റ്റ് കൺവീനിയൻറ്റ് യൂണിറ്റ് ഓഫ് സ്പീച്ച്. അപ്പോൾ സിലബിൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരണം എന്തൊക്കെയാണ്. സിലബിളിനെ തരംതിരിച്ചിരിക്കുന്നത് മോണോസിലബിക് അല്ലേ, 2 സിലബിളുള്ള വാക്കാണെങ്കിൽ, 1 സിലബിളുള്ള വാക്കാണെങ്കിൽ മോണോസിലബിക്, 2 സിലബിളുള്ള വാക്കാണെങ്കിൽ ഡൈസിലബിക്, 3 സിലബിൾസ് ആണെങ്കിൽ ട്രൈസിലബിക്, ദെൻ അതിൽ കൂടുതലാണെങ്കിൽ പോളിസിലബിക്. അപ്പം നമുക്കറിയാം പോളിസിലബിക്കിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് എഴുതി നോക്കാം അല്ലേ. എക്സാമിനേഷൻ, എക്സാമിനേഷൻ എങ്ങനെ നമ്മളത് ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഇഗ് സാം ഇ നെയ് അല്ലേ, എക്സാം ഇ നേഷൻ, എക്സാമിനേഷൻ പോളിസിലബിക് ആണ് അല്ലേ. എത്ര സിലബിൾ ഉണ്ട്, എന്താണ് സിലബിൾ, എങ്ങനെ നമ്മൾ കണക്കാക്കുന്നു, ഒരു വവൽ സൗണ്ട് അവിടെ വന്നിരിക്കണം. 3 ആണോ, നല്ലപോലെ ശ്രദ്ധിച്ച് പറയൂ. ഒരു വവൽ സൗണ്ട് ഒരു സിലബിളിൽ ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ ഒരു വവൽ സൗണ്ട് ഉണ്ടെങ്കിൽ അത് ഒരു സിലബിളാണ് അല്ലേ. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇവിടെ ഇഗ് നോക്കൂ, എക്സാം എന്നാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക അല്ലേ. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എന്താ, ഇഗ് ആണ്, എക്സാം. അപ്പോൾ ഇഗിലെ ഇ ഒരു വവൽ അല്ലേ, കോൺസണൻസ്, ഒരു വവലും ഒരു കോൺസണൻറ്റ്. സ്ട്രക്ചർ ഓഫ് ദ സിലബിൾ എന്താ ചോദിച്ചാൽ ഒരു വവൽ ഒരു കോൺസണൻറ്റ്. ഇഗ് സാം, കോൺസണൻസ്, വവൽ, കോൺസണൻറ്റ്, സാം. അപ്പോൾ എത്ര വവലായി ഇവിടെ, 2 വവലായി. അപ്പോൾ 2 സിലബിളായി. ദെൻ ഈ വവൽ തനിയെയും ഒരു സിലബിളിൽ വരും. നമ്മൾ എന്താണ് വവലിൻ്റെ ന്യൂക്ലിയസ് ഓഫ് ദ സിലബിൾ എന്ന് വിളിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഇ എന്നുള്ളത് ഒരു വവൽ സൗണ്ട് തനിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 3 സിലബിളായി. ദെൻ നെയ്, ന് കോൺസണൻറ്റ്, എയ് വവൽ. ഡിഫ്തോങ് ആണ് എങ്കിൽ കൂടെ നമ്മൾ വവൽ എന്നേ കണക്കാക്കാറുള്ളൂ. നെയ്. അപ്പോൾ എത്ര വവലായി, 1 2 3 4. ഷൻ, കോൺസണൻറ്റ്, വവൽ, കോൺസണൻറ്റ്, CVC. ഓക്കെ, അപ്പോൾ എത്ര വവൽ സൗണ്ട് വന്നു, 1 2 3 4 5. അപ്പോൾ എക്സാമിനേഷൻ എന്നുള്ളത് എത്ര സിലബിൾ ഉള്ളതാണ്, 5 സിലബിൾ ഉണ്ട്. തീർച്ചയായിട്ടും അത് പോളിസിലബിക് ആണ്. ഇനി ഇതിൻ്റെ സ്ട്രെസ് എവിടെ വരിക, സ്ട്രെസ് മാർക്ക് ചെയ്യുകയാണെങ്കിലോ, സ്ട്രെസ് എത്ര സ്ട്രെസ് ഉണ്ടാവും ഇതിൽ, സ്ട്രെസ് എത്ര തരത്തിലാണുള്ളത്, സ്ട്രെസ് എത്ര തരത്തിൽ, പ്രൈമറി സ്ട്രെസ് നമ്മൾ മാർക്ക് ചെയ്യാറുള്ളത് പ്രൈമറി സ്ട്രെസ് ആൻഡ് സെക്കൻഡറി സ്ട്രെസ് അല്ലേ. ഓക്കെ, ഇവിടെ എവിടെ സ്ട്രെസ് വരും, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേ, എവിടെ സ്ട്രെസ് വരിക. കുറേ റൂൾസ് ഉണ്ട് അല്ലേ, സിലബിൾ ആയിട്ട് കണക്റ്റഡ് ആയിട്ടൊരു 8-10 റൂൾസ് ഉണ്ട്. അതിലെന്താണ്, ഏത് റൂളാണ് ഇവിടെ ആപ്ലിക്കബിൾ, TIONൽ അവസാനിക്കുന്ന വാക്ക് അല്ലേ, TIONൽ അവസാനിക്കുന്ന വാക്ക്
തൊട്ടു മുൻപിലെ സിലബിൾ സ്ട്രെസ് ചെയ്യും എന്നാണ്. തൊട്ടു മുൻപിലെ സിലബിൾ സ്ട്രെസ് ചെയ്യും. അപ്പോൾ എവിടെ സ്ട്രെസ് വരുന്നത്? നെയ് എന്ന സ്ഥലത്താണ് സ്ട്രെസ് വരിക. സ്ട്രെസ് എങ്ങനെ മാർക്ക് ചെയ്യുന്നു? വെർട്ടിക്കൽ ബാറായിട്ടാണ് നമ്മൾ ആ സിലബിളിൻ്റെ തൊട്ടു മുൻപ് വേർട്ടിക്കൽ ബാറായിട്ടാണ് സ്ട്രെസ് മാർക്ക് ചെയ്യുന്നത്. ഇത് പ്രൈമറി സ്ട്രെസ്, എല്ലാവർക്കും അറിയാം. എന്നാലും രണ്ടാമത്തെ എവിടെയാണ്? സെക്കൻഡറി സ്ട്രെസ്. വലിയൊരു വാക്കാണല്ലോ. സെക്കൻഡറി സ്ട്രെസ് എവിടെയാണ് വരുന്നത്? യെസ്, നെയിലാണ് വരുന്നത്. സെക്കൻഡറി സ്ട്രെസ് ജാം എന്ന രണ്ടാമത്തെ സിലബിളിന് മുൻപിലാണ് സെക്കൻഡറി സ്ട്രെസ് വരുന്നത്. അപ്പോൾ എക്സാമിനേഷൻ, നെയ് എന്നുള്ളതാണ് അവിടെ സ്ട്രെസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സിലബിളുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. മോണോസിലബിക്, ഡൈസിലബിക്, ട്രൈസിലബിക് ആൻഡ് പോളിസിലബിക്. അതിൻ്റെ കൂട്ടത്തിൽ ട്രാൻസ്ക്രിപ്ഷനും പറഞ്ഞു, അതുപോലെ തന്നെ സ്ട്രെസ് മാർക്ക് ചെയ്യുന്നതും ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, യെസ്, സിലബിളുമായി ബന്ധപ്പെട്ട അടുത്തൊരു ക്വസ്റ്റ്യൻ. ദ വേർഡ് എഡ്യൂക്കേറ്റ് ഹാസ് ഡാഷ് സിലബിൾസ്. ദ വേർഡ് എഡ്യൂക്കേറ്റ് ഹാസ് ഡാഷ് സിലബിൾസ്. വവൽ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം, സിലബിൾ പറയാം. എത്ര വവലുണ്ട്? എഡ്യൂക്കേറ്റ് 3 അല്ലേ? അപ്പോൾ എത്ര സിലബിളാണ്? നിത, എന്താ നിത? മീ ടുഗെദർ അല്ലേ? എന്താ അത്? യെസ്, 2 എങ്ങനെ കിട്ടി? 3. കറക്റ്റ് ആൻസർ ഈസ് 3. എഡ്യൂക്കേറ്റ് 3 വവൽ വന്നിട്ടുണ്ട് അവിടെ. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ദ വേർഡ് എഡ്യൂക്കേറ്റ്, the word educate has 3 syllables. Yes, അടുത്ത question. Dash refers to the phenomenon of pauses in speech. Dash refers to the phenomenon of pauses in speech. സ്പീച്ചിലെ പോസ് വരുന്നതിന് നമ്മളൊരു ടേം ഉണ്ടല്ലോ. എന്താണ് ആ ടേം? 3 ആണ്. എന്താണ് ആ ടേം? ജങ്ചർ അല്ലേ? ജങ്ചർ എന്നുള്ള ടേം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നു. ജങ്ചർ റിഫേഴ്സ് ടു ദ ഫിനോമിനൺ ഓഫ് പോസ് ഇൻ സ്പീച്ച്. ഓക്കെ, വവൽ 4 അല്ലേ മാം? ഏതിലാണ് 4 വവൽ? എഡ്യൂക്കേറ്റിലോ? എഡ്യൂക്കേഷൻ അല്ല, എഡ്യൂക്കേറ്റ് ആണ് വാക്ക് തന്നിരിക്കുന്നത്. എഡ്യൂക്കേറ്റ് 3. അടുത്തത്, the term dash refers to omission of certain sounds, syllables or even words in continuous speech. The term dash refers to omissions of certain sounds, syllables or even words in continuous speech. Words omit ചെയ്യുന്നതിന് എന്താ പറയുന്നത്? എന്താണ്? ഒമിഷൻ. അതിനൊരു ടേം ഉണ്ടല്ലോ. എന്താണ് ടേം? യെസ്, വെരി ഗുഡ്. എലീഷൻ. Elision is the answer. The term elision, elicia എന്ന് പറഞ്ഞാൽ അവോയ്ഡ്, വിത്തൗട്ട്, റിമൂവ് എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, എലീഷൻ. അപ്പോൾ ഇതെല്ലാം ഓർമ്മിക്കുക. ജങ്ചർ, എലീഷൻ, സ്ട്രെസ്, എവറിത്തിങ്. The term elision refers to omissions of certain sounds, syllables or even words in continuous speech. A minimal meaningful unit in the grammatical system of a language. എപ്പോഴും കൺഫ്യൂഷൻ ആവുന്ന 2 കാര്യമാണ്. ഏറ്റവും മിനിമം യൂണിറ്റ് ഓഫ് സൗണ്ട് ചോദിച്ചാൽ ഫൊനീമും, മിനിമം മീനിങ് യൂണിറ്റ്. എപ്പോഴും മിനിമം മീനിങ് യൂണിറ്റ് എന്ന് കണ്ടാൽ എന്താണത്? മൊർഫീം അല്ലേ? മൊർഫീം. A minimal meaningful unit in the grammatical system of a language is called morpheme. അപ്പോൾ മൊർഫീമിനെ കുറിച്ച് പറയുമ്പോൾ എത്ര തരം മൊർഫീം? ബേസിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഫ്രീ മൊർഫീംസ് ആൻഡ് ബൗണ്ട് മൊർഫീംസ് അല്ലേ? ഫ്രീ മൊർഫീംസ് ആണെങ്കിൽ അതിന് ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കാൻ പറ്റും, അതിന് മീനിങ് ഉണ്ടാവും. ഡിക്ഷണറി നോക്കിക്കഴിഞ്ഞാൽ അതിന് മീനിങ് കിട്ടും. ദെൻ ബൗണ്ട് മൊർഫീം ആണെങ്കിൽ അതിന് സ്വതന്ത്രമായി നിൽക്കാൻ കഴിയുകയില്ല. ഫോർ എക്സാമ്പിൾ, ഹാപ്പി എന്നുള്ള വാക്ക്, ഹാപ്പി ഫ്രീ മൊർഫീമാണ്. അൺഹാപ്പി ആണെങ്കിലോ അൺഹാപ്പി, അതിൽ 2 മൊർഫീം ഉണ്ട്. അൺ എന്നുള്ളത് ബൗണ്ട് മൊർഫീം, ഹാപ്പി എന്നുള്ളത് ഫ്രീ മൊർഫീം. ഓക്കെ, അതൊക്കെ ഓർമ്മിക്കാം.
ദെൻ ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ അത് തന്നെയാണ് വരുന്നത്. ദി ING ഇൻ സ്ലീപ്പിംഗ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ദി ING ഇൻ സ്ലീപ്പിംഗ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്, പറയൂ, ബൗണ്ട് മൊർഫീം അല്ലേ. ING എന്നതിന് സ്വതന്ത്രമായി നിൽക്കാനുള്ള കഴിവില്ല. സ്ലീപ്പ് എന്ന വാക്കിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ അതിന് മീനിങ് വരുന്നുള്ളൂ. സോ ദിസ് ഈസ് എ ബൗണ്ട് മൊർഫീം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൊർഫീം ഓൾട്രൻസ് ആർ കോൾഡ്. ഇവിടെയും നമുക്ക് സാധാരണ കൺഫ്യൂഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അല്ലോഫോണും അല്ലോമോർഫും തമ്മിലുള്ള വ്യത്യാസം, അതല്ലെങ്കിൽ അത് ചിലപ്പം അങ്ങോട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ വരുന്നത്. ഇവിടെ എന്താണ്, മോർഫീം ഓൾട്രൻസിനെയാണ് അല്ലോമോർഫ് എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ കുറേ ഉണ്ട്, മൊർഫീമിന് ക്ലാസിഫിക്കേഷൻ കുറേ ഉണ്ട്. പക്ഷെ സാധാരണയായി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫ്രീ മോർഫീം ആൻഡ് ബൗണ്ട് മോർഫീമാണ് ചോദിക്കാറുള്ളത്. മോർഫീം ഓൾട്രൻസ് ആർ കോൾഡ് അല്ലോമോർഫ്സ്. അല്ലോമോർഫ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എക്സാമ്പിളൊക്കെ ഓർമ്മ വരണം, എന്തൊക്കെ വ്യത്യാസങ്ങളാണ് എന്നുള്ളത് അല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതൊക്കെ അല്ലോമോർഫിക് വേരിയേഷൻ ആണ്. പ്ലൂരൽ വരുന്ന സമയത്ത് ബാഗ്സ് അല്ലെങ്കിൽ കാറ്റ്സ്, ബാഗ്സ്, ദെൻ ബോക്സിസ്, ഈ മൂന്നും അല്ലോമോർഫിക് വേരിയേഷൻ ആണ്. ദെൻ വേർഡ്സ് ലൈക്ക് ക്വാക്ക്, ചിർപ്പ്, ബസ് ആർ എക്സാമ്പിൾസ് ഓഫ്. നമ്മൾ എവിടേക്ക് വന്നു? ഇപ്പോൾ തിയറി വന്നു അല്ലേ, ലിംഗ്വിസ്റ്റിക്സിലേക്ക് വന്നു. വേർഡ്സ് ലൈക്ക് ക്വാക്ക്, ചിർപ്പ്, ബസ് ആർ എക്സാമ്പിൾസ് ഓഫ്. പറയൂ, നിങ്ങൾക്കറിയാം. യെസ്, രേഷ്മ രാജ്, വെരി ഗുഡ്. ഒനോമാറ്റോപ്പിയ, റസീന, ഒനോമാറ്റോപ്പിയ, വെരി ഗുഡ്, കറക്റ്റ്. എന്താണ്, ആ വാക്കിൻ്റെ സൗണ്ടിൽ നിന്ന് തന്നെ മീനിങ് വരികയാണ് അല്ലേ. ബസ്സിങ് ഓഫ് ദ ബീ, ഹിസ്സിങ് ഓഫ് ദ സ്നേക്ക്, ആ സൗണ്ടിൽ നിന്ന് തന്നെ അവിടെ മീനിങ്. ആ വാക്ക്, ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം സൈലൻറ്റ് എന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകളെ ഒനോമാറ്റോപ്പിക് വേർഡ്സ് എന്ന് പറയുന്നു. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The type of study of the changes in language over a span of time is called. മാറാതെ നമ്മൾ റാപ്പിഡ് റൗണ്ടിലൊക്കെ പറഞ്ഞതാണ്, കുറേ പ്രാവശ്യം പറഞ്ഞാലും എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ആവുന്ന ഒരു ഭാഗമാണ് ഈ രണ്ട് ക്വസ്റ്റ്യൻ. ദ ടൈപ്പ് ഓഫ് സ്റ്റഡി ഓഫ് ദ ചേഞ്ചസ് ഇൻ എ ലാംഗ്വേജ് ഓവർ എ സ്പാൻ ഓഫ് ടൈം എന്ന് ഓർമ്മിക്കുക. ഓവർ എ സ്പാൻ ഓഫ് ടൈം ഓർമ്മിച്ചാൽ ഡൈക്രോണിക് സ്റ്റഡി. ഓവർ എ സ്പാൻ ഓഫ് ടൈം അല്ലെങ്കിൽ ഹിസ്റ്ററി എന്നൊക്കെ ഓർമ്മിക്കാം, അത് ഡൈക്രോണിക് സ്റ്റഡിയും. Then next question, the type of study which focuses on the analysis of the systematic interrelation of the elements of a single language. അത്രയും ഭാഗം പോട്ടെ, ഓർമ്മിക്കേണ്ട കാര്യം at a particular time. ഏതെങ്കിലും ഒരു പ്രത്യേക കാലഘട്ടത്തെ കാര്യങ്ങൾ മാത്രം പഠനത്തിൽ കൊണ്ടുവരുന്നതിനെ എന്ത് പറയുന്നു? സിങ്ക്രോണിക് സ്റ്റഡി. അപ്പോൾ ഡൈക്രോണിക് സ്റ്റഡിയും സിങ്ക്രോണിക് സ്റ്റഡിയും ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാറാതെ പഠിച്ചു വയ്ക്കുക, ഓർമ്മിച്ച് വയ്ക്കുക. ഡാഷ് ഈസ് ദ സ്റ്റഡി ഓഫ് മീനിങ്. അപ്പോൾ ലിംഗ്വിസ്റ്റിക്സിൻ്റെ ബ്രാഞ്ചസിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഏതെങ്കിലും ഒരു ബ്രാഞ്ച് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നമുക്കറിയാം ഫോണോളജി, മോർഫോളജി, സിൻഡാക്സ്, സിമാൻറ്റിക്സ്, ഇതൊക്കെയാണ് ബ്രാഞ്ചസ്. അപ്പോൾ ഓരോന്നും എന്തിൻ്റെ പഠനമാണ്? യെസ്, ഡാഷ് ഈസ് ദ സ്റ്റഡി ഓഫ് മീനിങ്. മീനിങ്ങിൻ്റെ ആ ഡിസിപ്ലിൻ എന്താണ് പറയുന്നത്? സ്റ്റഡി ഓഫ് മീനിങ്ങിൻ്റെ ഡിസിപ്ലിൻ എന്താ പറയുന്നത്? യെസ്, സിങ്ക്രോണിക്ക കറക്റ്റാണ് കേട്ടോ. സൂര്യ സുധീഷ്, സിമാൻറ്റിക്സ്, വെരി ഗുഡ്. ഡാഷ് ഈസ് ദ സ്റ്റഡി ഓഫ് മീനിങ്, സിമാൻറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് മീനിങ്. എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ട്. ദെൻ അടുത്തത്, ഡാഷ് ഡീൽസ് വിത്ത് ദ റൂൾസ് ഓഫ് സെൻറ്റൻസ് ബിൽഡിംഗ്, ദ കോമ്പിനേഷൻ, ഓർഗനൈസേഷൻ ആൻഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് കോമ്പണൻസ് വിത്തിൻ ദ സെൻറ്റൻസ്. അതെന്താണ്? അതും ഒരു ബ്രാഞ്ച് ഓഫ് ലിംഗ്വിസ്റ്റിക്സിൻ്റെ മറ്റൊരു ബ്രാഞ്ചാണ്. ആൻസർ ചെയ്യൂ, ഏതാണ്? ദ റൂൾസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മിക്കുക സിൻടാക്സ് അല്ലേ. ഡാഷ് ഡീൽസ് വിത്ത് ദ റൂൾസ് ഓഫ് സെൻറ്റൻസ് ബിൽഡിംഗ്, ദ കോമ്പിനേഷൻ, ഓർഗനൈസേഷൻ ആൻഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് കമ്പോണൻസ് വിത്തിൻ ദ സെൻറ്റൻസ്. സിൻടാക്സ് ഈസ് ദ ആൻസർ. വേർഡ്സ് സച്ച് ആസ്
യുനെസ്കോ ആൻഡ് റഡാർ ആർ ഇൻസ്റ്റൻസസ് ഓഫ്, നമുക്കറിയാം, ജസ്റ്റ് ഫൈനൽ ടച്ച് തന്നെയാണ്. എല്ലാ ഏരിയ ഒന്ന് ടച്ച് ചെയ്ത് പോവുകയാണ്. വളരെ വാസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് എല്ലാം ഓരോ ടോപ്പിക്കും കവർ ചെയ്ത് പോകാനുള്ള സമയമില്ല. മാത്രമല്ല നിങ്ങളതെല്ലാം പഠിച്ചു കഴിഞ്ഞതുമാണ്. അപ്പോൾ ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ എന്താണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. അപ്പോൾ ഇതെന്താണ്? വേർഡ്സ് സച്ച് ആസ് യുനെസ്കോ ആൻഡ് റഡാർ ആർ ഇൻസ്റ്റൻസസ് ഓഫ് ആക്രനിം. യെസ്, ആക്രനിം. വേർഡ്സ് സച്ച് ആസ് അപ്പോൾ ആക്രനിം എന്ന ആ വാക്കിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്തെല്ലാം വേർഡ് ഫോർമേഷൻ്റെ എല്ലാ കാര്യങ്ങളും ഓർമ്മിക്കുക. ഏതൊക്കെ രീതിയിലുള്ള വേർഡ് ഫോർമേഷനാണ് നമുക്ക് സിലബസിൽ വരുന്നത് അതെല്ലാം ഇതുമായി കണക്ട് ചെയ്ത് നമുക്ക് ക്ലിപ്പിംഗ്, ബ്ലെൻഡിങ്, അല്ലേ, പോർട്ട്മാൻറ്റിയോ എല്ലാതും ഓർമ്മയിൽ വരണം. ഓക്കെ, അടുത്തത് ദ 3 term ലേബൽ ഓഫ് ഫ് ആൻഡ് വ്. ദ 3 term ലേബൽ, നമ്മൾ കോൺസണൻസിൻ്റെ പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ, മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ, പിന്നെ മൂന്നാമത്തെ ടേം എന്താ പറയുന്നത്? വെദർ വോയിസ്ലെസ് ഓർ വോയിസ്ഡ്, മൂന്നാമത്തെ. അതാണ് 3 term ലേബൽ എന്ന് പറയുന്നത്. അപ്പോൾ 3 term ലേബൽ ഓഫ് ഫ് എന്താണ്? ആൻഡ് 3 term ലേബൽ ഓഫ് വ് എന്താണ്? ലേബിയോ ഡെൻറ്റൽ ഫ്രിക്കേറ്റീവ്, അല്ലേ? ലേബിയോ ഡെൻറ്റൽ ഫ്രിക്കേറ്റീവ്. അതിൽ ഫ് എന്നുള്ളത് വോയിസ്ലെസ് ആണ്, വ് എന്നുള്ളത് വോയിസ്ഡ് ആണ്. അപ്പോഴാണ് 3 term കംപ്ലീറ്റ് ആവുന്നുള്ളൂ, അല്ലേ? ഓക്കെ, യെസ്. അപ്പോൾ ഫൊണറ്റിക്സ് ആ മോഡ്യൂളിൻ്റെ ജസ്റ്റ് ഒരു ഫൈനൽ ടച്ചപ്പ് കഴിഞ്ഞു. ഇനി അടുത്ത ഡ്രാമയിലേക്ക് നോക്കാം. നമുക്ക് ഡ്രാമ നമുക്കറിയാം 10 ഡ്രാമയാണ് സിലബസിലുള്ളത്. എല്ലാം നമ്മൾ റാപ്പിഡ് റൗണ്ടിൽ എല്ലാം നമ്മൾ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. അതിൽ നിന്നൊരു ഹാൻഡ് പിക്ഡ് ക്വസ്റ്റ്യൻസ്, കുറച്ച് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിരിക്കുകയാണ്. നമുക്ക് നോക്കാം. സോ ആദ്യം മാക്ബത്ത്. ഷേക്സ്പിയർ വാസ് എ പാർട്ട് ഓണർ ഓഫ് എ പ്ലേയിങ് കമ്പനി കോൾഡ് Kingsmen, Abbey Theatre, Queensmen, none of these. Shakespeare was a part owner of a playing company. ഷേക്സ്പിയറിനെ കുറിച്ച് നമ്മൾ ബയോഗ്രഫിയൊക്കെ വായിക്കുന്ന സമയത്ത് വരുന്ന ഒരു ഏരിയയാണ്. എന്താണ് ആൻസർ? കിങ്സ് മെൻ. കിങ്സ് മെൻ ആണ്. വെരി ഗുഡ്, കിങ്സ് മെൻ ആണ് ആൻസർ. The play Macbeth appeared in print. Very important question. The play Macbeth appeared in print in, answer endana? 1623. 1623. Okay. The main source the play Macbeth is. The main source of the play Macbeth is myth of Scotland, religion, Holinshed Chronicle of Scotland, Aristotle's Poetics. Answer? The main source of the play Macbeth is Holinshed Chronicle of Scotland, അല്ലേ? Holinshed Chronicle of Scotland. ആൻസർ ഏതാണ്? സി ആണ് ആൻസർ. അടുത്തത് ഒരു കോട്ടാണ്. യെസ്, സി ആണ്, കറക്റ്റ് ആണ്. ഹാഡ് ഹി നോട്ട് റിസംബിൾഡ് മൈ ഫാദർ. ഒരു വെരി ഗുഡ് അല്ലെങ്കിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണ്, ഓർത്തിരിക്കണം. ഹാഡ് ഹി നോട്ട് റിസംബിൾഡ് മൈ ഫാദർ ഐ വുഡ് ഹാവ് ഡൺ ഇറ്റ്. ഹൂ സെഡ് ദിസ്? ഹാഡ് ഹി നോട്ട് റിസംബിൾഡ് മൈ ഫാദർ ഐ വുഡ് ഹാവ് ഡൺ ഇറ്റ്. മാക്ബത്ത്, ലേഡി മാക്ബത്ത്, 3 witches, മാക്ഡഫ്. ആര് പറഞ്ഞു? ആൻസർ കമൻറ്റ് ചെയ്യൂ. ലേഡി മാക്ബത്ത് അല്ലേ? കറക്റ്റ്, ലേഡി മാക്ബത്ത്. ഹൂ സെഡ് ലൈഫ് ഇസ് എ ടെയിൽ? കഴിഞ്ഞ HS എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹൂ സെഡ് ലൈഫ് ഇസ് എ ടെയിൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ് ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂറി. ലൈഫ് ഇസ് എ ടെയിൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ് ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂറി. ലേഡി മാക്ബത്ത്, ബാങ്കോ, മാക്ബത്ത് ആൻഡ് ഡങ്കൻ. ഹൂ സെഡ് ദിസ്? അറിയാം, നിങ്ങൾക്ക് അറിയാം അത്. ആരാ പറഞ്ഞ? മാക്ബത്ത് അല്ലേ? മാക്ബത്തിൻ്റെ ഒരു ഫേമസ് കോട്ടാണത്. ഫെയർ ഈസ് ഫൗൾ ആൻഡ് ഫൗൾ ഈസ് ഫെയർ. അനദർ ഇമ്പോർട്ടൻറ്റ് കോട്ട്. ഫെയർ ഈസ് ഫൗൾ ആൻഡ് ഫൗൾ ഈസ് ഫെയർ. ഹൂസ് വേർഡ്സ് ആർ ദീസ്? ലേഡി മാക്ബത്ത്, കിങ് ഡങ്കൻ, 3 witches, മാക്ഡഫ്. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. ഇത് പറയുമ്പോൾ ഓർമ്മ വരുന്നത്
ത്രീ വിച്ചസും പറഞ്ഞിട്ടുണ്ട്, മാക്ബത്തും പറഞ്ഞിട്ടുണ്ട്. ഇത് പക്ഷേ ഇവിടെ ഓപ്ഷനിൽ മാക്ബത്ത് ഇല്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് ത്രീ വിച്ചസ് തന്നെയാണ്. സോ ഫെയർ ഈസ് ഫൗൾ ആൻഡ് ഫൗൾ ഈസ് ഫെയർ ഈസ് എ കോട്ട് ബൈ ത്രീ വിച്ചസ്. ഓക്കെ, then moving on to the next drama. Pygmalion is a legendary figure of Cyprus in dash mythology. Pygmalion is a legendary figure of Cyprus in dash mythology. ഏതാണ്? Celtic, Norse, Greek, none of these. Comment to you. ഏതാണ്? Yes. ഗ്രീക്ക് അല്ലേ? ആൻസർ ഗ്രീക്ക്. യെസ്, സി ആണ്. പിഗ്മാലിയൻ വാസ് മോർ ഫെമിലിയർ ഫ്രം. കഴിഞ്ഞ HSAക്ക് പിഗ്മാലിയൻ എന്ന് ക്വസ്റ്റ്യൻ വന്നത് എന്താണ്? ഫിലിം അഡാപ്റ്റേഷൻ ഏതാണെന്നാണ് ചോദിച്ചത്. 4 ചോയ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിഗ്മാലിയൻ ഫിലിം അഡാപ്റ്റേഷൻ. പിഗ്മാലിയൻ എന്ന പേരിൽ തന്നെയാണ് ഫിലിമിലേക്ക് അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ മൈ ഫെയർ ലേഡിയും ആണോ എന്ന് റാപ്പിഡ് റൗണ്ട് എടുക്കുന്ന സമയത്ത് 1-2 പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ടെലിവിഷൻ സീരീസ് ആയിട്ടാണ് മൈ ഫെയർ ലേഡി എന്നുള്ളത് വന്നിരിക്കുന്നത്. സോ പിഗ്മാലിയൻ വാസ് മോർ ഫെമിലിയർ ഫ്രം നോർസ് മിത്തോളജീസ്, കെൽട്ടിക് മിത്സ്, ഓവിഡ്സ് മെറ്റമോർഫോസിസ്, ചോസസ് കാൻറ്റർബറി ടെയിൽസ്. ഏതാണ് ആൻസർ? ഓവിഡ്സ് മെറ്റമോർഫോസിസ്. ഓക്കെ, ഹെൻറി ഹിഗിൻസ് വാസ് സ്പെഷ്യലൈസ്ഡ് ഇൻ. അപ്പോൾ പിഗ്മാലിയൻ വരുമ്പോൾ എല്ലാം ഓർമ്മ വരണം അല്ലേ? കഥാപാത്രങ്ങൾ, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, പിന്നെ ക്ലൈമാക്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വരണം. ഹെൻറി ഹിഗിൻസ് വാസ് സ്പെഷ്യലൈസ്ഡ് ഇൻ കെമിസ്ട്രി, ലിറ്ററേച്ചർ, ഫൊണറ്റിക്സ്, മാത്തമാറ്റിക്സ്. ആദിത്യൻ, ആരേലും ഒരു ഹായ് തരാമോ? എന്താ അത്, നെറ്റിൻ്റെ പ്രശ്നമുണ്ടോ? ഹെൻറി ഹിഗിൻസ് വാസ് സ്പെഷ്യലൈസ്ഡ് ഇൻ ഫൊണറ്റിക്സ് അല്ലേ? സി ആണ് ആൻസർ, ഫൊണറ്റിക്സ്. ഹൂ വാസ് പിഗ്മാലിയൻ? ഹിസ്റ്റോറിയൻ, ആൻഷ്യന്റ് ഗ്രീക്ക് സ്കൾപ്റ്റർ, ഗോഡ് ഓഫ് ലവ്, ഫൊണറ്റീഷ്യൻ. ഹൂ വാസ് പിഗ്മാലിയൻ? ആൻസർ ആൻഷ്യന്റ് ഗ്രീക്ക് സ്കൾപ്റ്റർ. ഹൂ വാസ് നെപ്പോമക്? ഒരു റെയർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, ഓർത്ത് വയ്ക്കുക. ഹൂ വാസ് നെപ്പോമക്? എലിസസ് ലവർ, a student of Higgins, Eliza's teacher, none of them. Answer you. Who was Nepomuk? Yes, B, a student of Higgins. Very good. Then next, moving on to the next drama, Riders to the Sea. Author J.M. Synge, Irish writer. Who advised? An important question, I think. Who advised Synge to go to Aran Island in Ireland? അപ്പോൾ റൈഡേഴ്സ് ടു ദ സീ എന്ന ഡ്രാമ എഴുതാനുള്ള മെറ്റീരിയൽ കളക്ട് ചെയ്തത് എവിടെ നിന്നാണ്? ആരൻ ഐലൻഡ്സിൽ നിന്നാണ്. അപ്പോൾ ആരാണ് അതിന് അഡ്വൈസ് ചെയ്തത്? ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏതൊരു ഈ റൈഡേഴ്സ് ടു ദ സീ എടുത്ത് വായിക്കുമ്പം അത് ഇൻട്രൊഡക്ഷനോ ഓതറെ കുറിച്ചൊക്കെ വായിക്കുമ്പോൾ നമുക്ക് WBH ഇല്ലാത്തൊരു പാരഗ്രാഫ് അതിലില്ല. ആ ഹോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ. So I think it's an important one. Who advised Synge to go to Aran Island in Ireland? W.B. Yeats. Answer. അറിയാലോ എല്ലാവർക്കും, W.B. Yeats. Who is the protagonist of the play? അപ്പോൾ ഏതെങ്കിലും ചില പ്ലേയുടെ പ്രൊട്ടാഗണിസ്റ്റ് മാത്രമേ ഈ ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ എല്ലാ പ്ലേയുടെയും തന്നിരിക്കുന്ന സിലബസിൽ എല്ലാ പ്ലേയുടെ പ്രൊട്ടാഗണിസ്റ്റും ഓർത്ത് വെക്കണം. സോ ഹു ഈസ് ദ പ്രൊട്ടാഗണിസ്റ്റ് ഓഫ് ദ പ്ലേ റൈഡേഴ്സ് ടു ദ സീ? ആൻസർ ചെയ്യൂ. Who is the protagonist? Answer? Maurya. Okay, very good. Maurya is the protagonist of the play. There was a star up against the moon. The position of the star and the moon indicates a statement question. There was a star up against the moon. The position of the star and the moon indicates എന്താണ്? സ്റ്റോം അല്ലേ? സ്റ്റോം. Riders to the Sea is considered as a dash
Riders to the Sea is considered as a monologue, farce, poetic play. None of these. ഏതാണ്? Poetic play. Dash is an archetypal symbol of supernatural force in constant conflict with man. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഓർത്ത് വെക്കേണ്ടതാണ്. ഡാഷ് ഈസ് എൻ ആർക്കിടൈപ്പൽ സിമ്പിൾ. നമ്മൾ ആർക്കിടൈപ്സ് ടേംസ് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സിമ്പിൾസ് ധാരാളം ഉപയോഗിക്കാറുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ആർക്കിടൈപ്പൽ സിമ്പിൾ ഏതാണ്? സൂപ്പർനാച്ചുറൽ ഫോഴ്സിന്റെ ആർക്കിടൈപ്പൽ സിമ്പിൾ ആണ് സി ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, സി. In the play Riders to the Sea, horse symbolizes, another important question, horse symbols ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Horse symbolizes what? Power. Okay. Then Death of a Salesman, a long play അല്ലേ? വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു പ്ലേ ആണ് ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ. എത്ര ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നമുക്ക് അതിന് ക്രിയേറ്റ് ചെയ്യാം. എന്നാലും കുറച്ച് ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം. ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ വൺ പുലിറ്റ്സർ പ്രൈസ് ഇൻ, ഓർത്ത് വയ്ക്കുക, ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ വൺ പുലിറ്റ്സർ പ്രൈസ് ഇൻ 1949. പ്രൊട്ടാഗണിസ്റ്റ് ഓഫ് ദ പ്ലേ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ, വില്ലി ലോമൻ, ലിൻഡ ലോമൻ, അങ്കിൾ ബെൻ, ഹാപ്പി ലോമൻ. എല്ലാവർക്കും അറിയാം, റാപ്പിഡ് റൗണ്ടിലും ധാരാളം ക്വസ്റ്റ്യൻ ചോദിച്ചതാണത് അല്ലേ. വില്ലി ലോമൻ ഈസ് ദ പ്രൊട്ടാഗണിസ്റ്റ്, വില്ലി ലോമൻ. Willie ends his life by jumping into a river, by poison, driving rashly and causing an accident. None of the above. Answer C. Driving rashly and causing an accident. Miller used the technique of narration dash in the play Death of a Salesman. Miller used the technique of narration. ഏത് തരത്തിലുള്ള ടെക്നിക് ഓഫ് നരേഷൻ ആണ്? ഡ്രാമാറ്റിക് മോണോലോഗ്, സോളിലക്കി, സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ്. നൺ ഓഫ് ദീസ്. ഓർമ്മിക്കുക, സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് മെത്തേഡിലാണ് ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് പറയുന്ന സമയത്ത് നമുക്ക് യുലീസസിൻ്റെ, ജെയിംസ് ജോയ്സിൻ്റെ യുലീസസ് ഓർമ്മ വരും. അപ്പോൾ ജെയിംസ് ജോയ്സിൻ്റെ യുലീസസ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് മെത്തേഡിൽ എഴുതിയതാണ്. ബ്രിട്ടീഷ് ലിറ്ററേച്ചറാണ് ഇത്, അമേരിക്കൻ ലിറ്ററേച്ചറാണ്. അത് ഓർമ്മിച്ച് വെക്കുക. അമേരിക്കൻ ലിറ്ററേച്ചറിലെ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ എന്നുള്ളതും സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് മെത്തേഡിലൂടെ എഴുതിയിട്ടുള്ള ഒരു പ്ലേ ആണ്. ഓക്കെ, നെക്സ്റ്റ് വെയിറ്റിംഗ് ഫോർ ഗോദോ, സാമുവൽ ബെക്കറ്റിൻ്റെ. അപ്പോൾ വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരണം അബ്സേർഡ് ഡ്രാമ അല്ലേ, അബ്സേർഡ്, തിയേറ്റർ ഓഫ് അബ്സേർഡ് എന്നുള്ളത് ഓർമ്മ വരണം. യെസ്, ദ പ്ലേ വെയിറ്റിംഗ് ഫോർ ഗോദോ ഈസ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് ഹിസ്റ്ററി പ്ലേസ്, തിയേറ്റർ ഓഫ് അബ്സേർഡ്, തിയേറ്റർ ഓഫ് ക്രൂവൽറ്റി, മ്യൂസിക്കൽ തിയേറ്റർ. ഇതാണ് ആൻസർ, തിയേറ്റർ ഓഫ് അബ്സേർഡ്. തിയേറ്റർ ഓഫ് അബ്സേർഡിൽ എഴുതിയിട്ടുള്ളതാണ് വെയിറ്റിംഗ് ഫോർ ഗോദോ എന്നുള്ള ഡ്രാമ. Who informs Pozzo and Lucky that Godot won't be coming on the first day? Who informs Pozzo and Lucky that Godot won't be coming on the first day? ആരാ ഇൻഫോം ചെയ്തത്? ലക്കി, പോസോ, എ ബോയ്, ഗോദോ ഹിംസെൽഫ്. പ്ലീസ്, ലക്കി, പോസോ, എ ബോയ്, ഗോദോ ഹിംസെൽഫ്. പറയൂ, ഏതാണ്? യെസ്, എ ബോയ് അല്ലേ, എ ബോയ് ആണ് ആൻസർ. വെയിറ്റിംഗ് ഫോർ ഗോദോ വാസ് ഒറിജിനലി റിട്ടൺ ഇൻ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ, മറക്കണ്ട. വെയിറ്റിംഗ് ഫോർ ഗോദോ വാസ് ഒറിജിനലി റിട്ടൺ ഇൻ ലാറ്റിൻ, ജർമ്മൻ, ഗ്രീക്ക് ആൻഡ് ഫ്രഞ്ച്. ഫ്രഞ്ചിലാണ്. വെയിറ്റിംഗ് ഫോർ ഗോദോ വാസ് ഒറിജിനലി റിട്ടൺ ഇൻ ഫ്രഞ്ച്. The term Godot refers to mankind, the universe, the earth, God. The term Godot refers to God. Then next play, the importance of being earnest. Oscar Wilde was profoundly influenced by the aesthetic movement with its slogan,
എസ്തെറ്റിക് മൂവ്മെൻറ്റ്. ഏത് എസ്തെറ്റിക് മൂവ്മെൻ്റ് ആണ്? എസ്തെറ്റിസിസം എന്ന മൂവ്മെൻറ്റ്. അതിൻ്റെ സ്ലോഗനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആർട്ട് ഫോർ ആർട്സ് സേക്ക്. ആർട്ട് ഫോർ ആർട്സ് സേക്ക്. Wilde was always remembered for a famous quote. Wilde was always remembered for a famous quote. Important ആണ്. I have nothing to declare except my genius. ഒരു പക്ഷേ ഈ ഒരു കൊട്ടേഷൻ തന്നിട്ട് ഇത് ആരുടെ ആണെന്നും ചോദിക്കാം. I have nothing to declare except my genius. ഈ ഒരു കൊട്ടേഷൻ വൈൽഡുമായിട്ട് ഓർമ്മിച്ച് വെക്കാം. A play written by, അതുപോലെ തന്നെ മറ്റൊരു കമൻ്റ് ആണ്. A play written by a butterfly for butterflies. Which play is described as this? A butterfly for butterflies. വീണ്ടും ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏർണസ്റ്റ് തന്നെയാണ് ആൻസർ വരുന്നത്. Which is a mythical character created by Algernon as his favorite pastime? This is also important one. Which is the mythical character created by Algernon as his favorite pastime? ബൺബറി. ബൺബറി എന്നുള്ളതൊരു ഫിക്ഷണൽ ക്യാരക്ടറാണ്, ഒരു മിത്തിക്കൽ ക്യാരക്ടറാണ്. എന്താണ് ആ ഒരു ടേം കൊണ്ട് അർത്ഥമാക്കുന്നത്? ഇറ്റ് എനേബിൾഡ് ഹിം ടു വിസിറ്റ് വേരിയസ് പ്ലേസസ് ഫോർ പ്ലഷർ. പ്ലഷറിന് വേണ്ടിയിട്ട് കുറേ വിസിറ്റ് നടത്താൻ വേണ്ടി അതിനു വേണ്ടി സൗകര്യപൂർവ്വം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫിക്ഷണൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ബൺബറി. ബൺബറിയിങ് എന്നുള്ളൊരു ടേമും ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും കമൻറ്റ് ചെയ്യുന്നുണ്ട്. യെസ്. What is the concluding dialogue in the play? നമുക്കറിയാം പോയട്രി ആണെങ്കിൽ നമ്മൾ ഓപ്പണിംഗ് ലൈൻ, ക്ലോസിംഗ് ലൈൻ ഒക്കെ ചോദിക്കാറുണ്ട് അല്ലേ? അതേപോലെ കൺക്ലൂഡിംഗ് ഡയലോഗ്, ഒരു ഡ്രാമയിലെ കൺക്ലൂഡിംഗ് ഡയലോഗ് ചോദിക്കുകയാണെങ്കിലോ എന്തായിരിക്കും? ഓൺട്ട് അഗസ്റ്റ, I have now realized for the first time in my life the vital importance of being earnest. Aunt Augusta, I have now realized for the first time in my life the vital importance of being earnest. Okay, concluding dialogue of the play ആണ്. And next drama, The School for Scandal, Sheridan. Scandal may be allowable but in a man. ഡ്രാമയിൽ അധികം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. Who said these words to whom? Scandal may be allowable but in a man. Maria to Lady Sneerwell and Joseph about Benjamin. I have been the most miserable dog. മറ്റൊരു കമൻ്റ് ആണ്, മറ്റൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. യെസ്, I have been the most miserable dog. Who said these words? ആരാണ്? പീറ്റർ ടീസൽ. പീറ്റർ ടീസലിൻ്റെ ഒരു കൊട്ടേഷനാണ് I have been the most miserable dog. I may wear a little charity in my face. Another important quote. I may wear a little charity in my face. Whose words are these? ജോസഫ്. ജോസഫ് എന്ന ക്യാരക്ടറുടെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കോട്ടാണ് I may wear a little charity in my face. It includes an elaborate parody of famous speech in. It includes an elaborate parody of famous speech in ഒഥെല്ലോ ബൈ ഷേക്സ്പിയർ. അതും ഓർമ്മിക്കുക. ഷേക്സ്പിയറിൻ്റെ ഒഥെല്ലോ എന്നുള്ള കൃതിയിൽ വരുന്ന ഒരു സ്പീച്ച് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. അതിൻ്റെ പാരഡി ആണെന്നാണ് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ആൻ ഇലോബറേറ്റ് പാരഡി ഓഫ് ഫേമസ് സ്പീച്ച് ഇൻ ഒഥെല്ലോ ബൈ ഷേക്സ്പിയർ. നെക്സ്റ്റ്, ഗ്ലാസ് മെനാജറി. ഗ്ലാസ് മെനാജറി ഈസ് എ ഡാഷ് പ്ലേ, എ മെമ്മറി പ്ലേ. ഓർമ്മിക്കാം. The play is developed from his short story. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. The play is developed from his short story Portrait of a Girl in Glass. 1943 എഴുതിയിട്ടുള്ള ഷോർട്ട് സ്റ്റോറിയിൽ നിന്നാണ് ഗ്ലാസ് മിനാജറി എന്ന ഡ്രാമ ക്രിയേറ്റ് ചെയ്തത്. The glass symbolizes the fragility of. ഡ്രാമയിൽ ധാരാളം സിമ്പിൾസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇവിടെ ഗ്ലാസ് എന്നുള്ള ആ ടേം അല്ലെങ്കിൽ ആ ഓബ്ജക്റ്റ് എന്തിനെ സിംബലൈസ് ചെയ്യുന്നു? ഫ്രെജിലിറ്റിയാണ് സിംബലൈസ് ചെയ്യുന്നത്. ഫ്രെജൈൽ എന്ന് പറഞ്ഞാൽ വീക്ക്, ദുർബലം എന്നുള്ള അർത്ഥം. അപ്പോൾ ആരുടെ ഫ്രെജിലിറ്റിയാണ്? ലോറ വിങ്ഫീൽഡ് അല്ലേ? ലോറ. യെസ്, കറക്റ്റ് ആൻസർ ആണ്. ദെൻ ഇനി ഡ്രാമ ജസ്റ്റ് ഒരു ഫൈനൽ ടച്ച് നടത്തി അടുത്ത നമ്മൾ പ്രോസ് ആൻഡ് ഫിക്ഷനിലേക്ക് പോവുകയാണ്. എത്രയും വേഗം നമുക്ക് പ്രോസ് ആൻഡ് ഫിക്ഷൻ കംപ്ലീറ്റ് ചെയ്യാം.
ഫ്രാൻസിസ് ബേക്കൺസ് മോസ്റ്റ് നോട്ടബിൾ വർക്ക്. ഫ്രാൻസിസ് ബേക്കൺസ് മോസ്റ്റ് നോട്ടബിൾ വർക്ക്. ഓഫ് സ്റ്റഡീസ് ഷുവർ ആണ്. ഓഫ് സ്റ്റഡീസിന് ധാരാളം ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ വരാറുണ്ട്. നോവം ഓർഗാനം. നോവം ഓർഗാനം. ദ കോട്ട് റീഡിംഗ് മേക്ക് ദ ഫുൾ മാൻ ഡാഷ് കംസ് ഇൻ ദ എസ്സേ. കമൻറ്റ് ചെയ്യൂ, ഏത് എസ്സേയിൽ വരുന്നതാ? ഇതൊക്കെ നിങ്ങൾക്ക് ബൈഹാർട്ടാണ് അല്ലേ? റീഡിംഗ് മേക്ക് ദ ഫുൾ മാൻ ഓഫ് സ്റ്റഡീസ്. ഓഫ് സ്റ്റഡീസ് എന്നെടുത്ത ഭാഗമാണ് റീഡിംഗ് മേക്ക് ദ ഫുൾ മാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The chief use of study according to Bacon is. The chief use of study according to Bacon is delight. അല്ലേ? Delight. Bacon called his essays, important ആണ്, dispersed meditations. ഓർത്ത് വയ്ക്കുക. Bacon called his essays dispersed meditations. Who described Bacon as the wisest, brightest, meanest of mankind? Who described Bacon as the wisest, brightest and meanest? Meanest എന്ന് പറഞ്ഞാൽ അർത്ഥം ചീപ്പ് അല്ലേ? ആരാണ് അങ്ങനെ കമൻറ്റ് ചെയ്തത്? അലക്സാണ്ടർ പോപ്പ്. അലക്സാണ്ടർ പോപ്പ്. യെസ്, കറക്റ്റ് ആൻസർ ആണ്. എല്ലാവരും നന്നായിട്ട് ആൻസർ ചെയ്യുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊക്കെ റെഡി ആയി. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടേ വേണ്ടു അല്ലേ കയ്യിൽ? വെരി ഗുഡ്. Then history makes a man wise, poets witty, mathematics subtle and natural philosophy dash. History makes a man wise, poets witty, mathematics subtle and natural philosophy deep. ഇതും ഒരു ഫേമസ് കോട്ടാണ് ഓഫ് സ്റ്റഡീസിൽ. The pseudonym of A.G. Gardner is. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് വന്നു. The pseudonym of A.G. Gardner എല്ലാവർക്കും അറിയാം. കമൻറ്റ് ചെയ്യൂ. Alpha of the Pluff. Alpha of the Pluff. Everybody would be getting in everybody else's way and nobody would get anywhere is a line from the essay. Everybody would be getting in everybody else's way and nobody would get anywhere is a line from the essay on the rule of the road. On the rule of the road. The American poet mentioned by Gardner in the essay. Another important ആയിട്ടുള്ള ഫാക്ട്സ് മാത്രമാണ് ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. An American poet mentioned by Gardner in the essay, Ella Wheeler Wilcox. Ella Wheeler Wilcox. Richard Steele with Addison was the co-founder of the magazine. Richard Steele Addison ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? Richard Steele with Addison was the co-founder of the magazine The Spectator. The Spectator. ധാരാളം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നൊരു ക്വസ്റ്റ്യൻ ആണിത് കേട്ടോ. ദെൻ ദ ഫസ്റ്റ് ജേർണൽ. ഇത് രണ്ടും കൂടെ മാറാൻ പാടില്ല. കോ-ഫൗണ്ടറും അതുപോലെ തന്നെ ഫസ്റ്റ് ജേർണലും. ദ ഫസ്റ്റ് ജേർണൽ ഓഫ് റിച്ചാർഡ് സ്റ്റീൽ, The Tatler. The first journal of Richard Steele, The Tatler. The pseudonym of Richard Steele. The pseudonym of Richard Steele, Isaac Bickerstaff. Isaac Bickerstaff. Okay. Dr. Radhakrishnan does not approve of an education devoid of. Dr. Radhakrishnan does not approve of an education devoid of moral values. According to Dr. Radhakrishnan, what is a meaningless concept? According to Dr. Radhakrishnan, what is a meaningless concept? Division of culture. Important ആണ് ഈ പോയിന്റ്സ് ഒക്കെ ഓർത്ത് വയ്ക്കുക. Division of culture. The teachers have no authority to decide what shall be taught or what the methods of instruction are to be is a quote from. The teachers have no authority to decide what shall be taught. അതിൽ പറയുന്നുണ്ടല്ലേ, എംപ്ലോയർ എന്താണോ പറയുന്നത് അത് പഠിപ്പിക്കുക, അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ടൊന്നും പഠിപ്പിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ആർക്കില്ല എന്ന് പറയുന്നത്? ടീച്ചേഴ്സിനില്ല എന്ന് പറയുന്നു ആ കാലഘട്ടത്തിൽ. എന്താണ് ആൻസർ വരുന്നത്? ഫങ്ഷൻസ് ഓഫ് എ ടീച്ചർ എന്നുള്ളതിലെ ഒരു ഫേമസ് കോട്ടാണ്. ഹു ഈസ് ദ പ്രൊട്ടാഗണിസ്റ്റ് ഓഫ് ദ നോവൽ? പ്രോസ് കഴിഞ്ഞു, ഇനി നമ്മൾ നോവലിലേക്ക് വന്നു. അവസാനത്തെ വൈൻഡിങ് അപ്പ് ആവാനായി. ഹു ഈസ് ദ പ്രൊട്ടാഗണിസ്റ്റ് ഓഫ് ദ നോവൽ? ദ ബ്ലൂവസ്റ്റ് ഐ ആണ് ഉദ്ദേശിച്ചത്. പെക്കോള ബ്രീഡ്ലൗ. പെക്കോള ബ്രീഡ്ലൗ. The bluest eye opens with a prologue of. The bluest eye opens with a prologue of
ദ Dick and Jane സ്റ്റോറി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ. ദ Dick and Jane സ്റ്റോറി. സിംബൽസ് യൂസ്ഡ് ഇൻ ദ നോവൽ. ദ ബ്ലൂവസ്റ്റ് സ്റ്റൈല് ഉപയോഗിച്ചിട്ടുള്ള സിംബൽസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ലൈറ്റ് എന്തിനെ സിംബലൈസ് ചെയ്യുന്നു? ലൈറ്റ്, ബ്ലൂ ഐസ്, സിംബൽ ഓഫ് ബ്യൂട്ടി. ഫ്ലവേഴ്സ്, അതായത് മാരിഗോൾഡ്, സിംബൽ ഓഫ് ഹോപ്പ് ആൻഡ് ഹാപ്പിനെസ്. 3 മൂവി സ്റ്റാർസ്, അൺഅറ്റൈനബിൾ ഗോൾസ് ആണ് സിംബലൈസ് ചെയ്യുന്നത്. ഡിക്ക് ആൻഡ് ജെയിൻ എപ്പിസോഡ് മറ്റൊരു സിംബലാണ്. 4 സീസൺസ്, ഓട്ടം, വിന്റർ, സ്പ്രിംഗ് ആൻഡ് സമ്മർ. ഇത് ഐറോണിക് ആയിട്ടാണ് നോവലിൽ കൊടുത്തിരിക്കുന്നത്. ഓരോ ചാപ്റ്റേഴ്സിൻ്റെ പേര് ഓട്ടം, വിന്റർ, സ്പ്രിംഗ് ആൻഡ് സമ്മർ ആണ്. ഓക്കെ, ദെൻ which major literary prize did the novel The God of Small Things win in the year 1997? അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്നുള്ള നോവൽ. അത് ഓർമ്മിക്കുക. അതിനുശേഷം അവർ എഴുതിയിട്ടുള്ള നോവലിൻ്റെ പേരും കൂടെ ഓർമ്മിക്കണം. ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്. അപ്പോൾ ഏത് ലിറ്റററി പ്രൈസാണ്? ബുക്കർ പ്രൈസാണ്. ഏത് വർഷമാണ്? 1997ലാണ്. ഓക്കെ. What was the first book of Arundhati Roy? What was the first book of Arundhati Roy? The God of Small Things. ഈ ക്വസ്റ്റ്യൻ്റെ ഒപ്പമാണ് നേരത്തെ പറഞ്ഞ ആ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് അവരുടെ സെക്കൻഡ് നോവലാണ്. അത് ഓർമ്മിക്കണം. ദ ഇമേജ് ഓഫ് വാട്ടർ ലില്ലി റിപ്രസെൻറ്റ്സ്. ദ ഇമേജ് ഓഫ് വാട്ടർ ലില്ലി റിപ്രസെൻറ്റ്സ് ഇൻ ദ നോവൽ ദ ഇമ്പോർട്ടൻസ് ഓഫ് small things in everyday life. The importance of small things in everyday life. Which narrative technique is used by Roy in this novel? Which narrative technique ഏതാണ് ഉപയോഗിച്ചിരിക്കുന്നത്? മോഡിഫൈഡ് ഫോം ഓഫ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ്. നോട്ട് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ബട്ട് മോഡിഫൈഡ് ഫോം, ഒരു അല്പം മാറ്റം വരുത്തിയിട്ടുള്ള സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് മെത്തേഡാണ് ഈ നോവലിൽ അരുന്ധതി റോയ് ഉപയോഗിച്ചിരിക്കുന്നത്. ദെൻ ദ സിംബൽസ് ഇൻ ദ നോവൽ ആർ Papachi's moth, Paradise Pickles and Preserves, Plymouth, The History House, The River Meenachil and Rahel's Toy Watch. എല്ലാം ഓർമ്മിക്കുക. ഇതെല്ലാം ഓരോരോ ക്വസ്റ്റ്യനായി ചോദിക്കുന്നതിന് പകരം ഒരുമിച്ച് സിംബൽസ് ഏതെല്ലാമാണ് എന്ന് ഉൾപ്പെടുത്തിയതാണ്. വാട്ട് ഈസ് എ സിഗ്നിഫിക്കൻറ്റ് തീം ഇൻ ദ നോവൽ? പ്രധാനപ്പെട്ട തീം എന്താണ്? ഇൻഡിപെൻഡൻസ് ഓഫ് വിമൺ ആണ് അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിലെ പ്രധാനപ്പെട്ട തീം. ഓക്കെ, അപ്പോൾ ഈ സെഷൻ കൺക്ലൂഡ് ചെയ്യാനായി. അതിന് മുൻപായിട്ട് നമുക്ക് ഇനി ഇപ്പോൾ HSC എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് HSST ഉണ്ട് അല്ലേ? HSST എക്സാമിനുള്ള പ്രിപ്പറേഷനാണ് ഇനി നിങ്ങൾക്ക് ലക്ഷ്യമുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ HSSTയുടെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ സിലബസൊക്കെ എല്ലാം കവർ ചെയ്തിട്ട് ധാരാളം MCQs ഒക്കെ ആയി ക്യാപ്സ്യൂൾ രൂപത്തിൽ ഒരു നല്ല ഒരു ക്രാഷ് കോഴ്സ് ഇപ്പം തന്നെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെയാണ് LPSക്ക് ഒരുപാട് റാങ്കുകൾ നമ്മുടെ CC സ്റ്റുഡൻസിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് HSC ആണെങ്കിൽ HSST ആണെങ്കിലൊക്കെ ഉയർന്ന റാങ്കിൽ എത്താൻ സഹായിക്കുന്ന രീതിയിലുള്ള കോഴ്സുകളുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം സുവോളജി, ബോട്ടണി, ഇംഗ്ലീഷ്, മാത്സ്, ഫിസിക്സ്, മലയാളം, ഇക്കണോമിക്സ്, ഇതിനെല്ലാം കെമിസ്ട്രി, കൊമേഴ്സ്, ജനറൽ പേപ്പറിനെല്ലാം നമുക്ക് ക്ലാസ്സുകളുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ടീമിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ധന്യ മാം ഉണ്ട്, ജാസ്മിൻ മാം ഉണ്ട്. ജാസ്മിൻ മാമിൻ്റെ ക്ലാസ് ഇപ്പം നിങ്ങൾ കേട്ട് കഴിഞ്ഞു. അതോടൊപ്പം എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഫീച്ചേഴ്സാണ് എന്താണ്, നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ ക്ലാസ്സുകൾ, സിലബസ് ബേസ്ഡ് ക്ലാസ്സസ് ഉണ്ട്, നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് സിസ്റ്റം, അതുപോലെ സോൾവ്ഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ധാരാളം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൊടുക്കാറുണ്ട്. ലൈവ് ക്ലാസ് ധാരാളമുണ്ട്. അതുപോലെ തന്നെയാണ് വാട്സാപ്പ്, ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. നമുക്ക് വീക്ക്ലി എക്സാംസ്, മോക്ക് ടെസ്റ്റ്, അതുപോലെ തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റിവിഷൻ ടൈം ടേബിൾ. അപ്പോൾ അതുപോലെ വീഡിയോ ക്ലാസ്, PDF നോട്ട്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മിസ്സ് പറയും. ശ്രീകല മാമിൻ്റെ സെഷനാണ് അടുത്തത്. ഇംഗ്ലീഷ് ഗ്രാമർ മാം മുഴുവൻ കവർ ചെയ്യും. അതുകൊണ്ട് അടിപൊളി സെഷന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യാം. ആരും പോവരുത്, എല്ലാവരും ഇടണ്ടാവും. ഈ സെഷനും കൂടെ വൈൻഡപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ലീവ് ചെയ്യാൻ പാടുള്ളൂ. കാരണം കൂടുതൽ പോയിൻറ്റ്സ് നിങ്ങൾക്ക് എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് വളരെ ഇഫക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഇംപ്രസീവായിട്ടുള്ള ക്ലാസ്സായിട്ട് ശ്രീകല മാം വരും. താങ്ക് യു സോ മച്ച്.
വെൽക്കം ബാക്ക്. അടിപൊളി സെഷൻസ് ആയിരുന്നു അല്ലേ? ജാസ്മിൻ മിസ്സിന്റെയും നമ്മുടെ അനിത മിസ്സിന്റെ ഒക്കെ സെഷൻ അടിപൊളിയായിരുന്നില്ലേ? ഒന്ന് കമന്റ് ചെയ്തേ, വേഗം കമന്റ് ചെയ്തേ. ആൻഡ് വേർ ഇസ് യുവർ എനർജി? നല്ല അടിപൊളി എനർജിയിൽ എനിക്ക് ത്രൂ ഔട്ട് കമന്റ്സ് വേണം, നല്ല അടിപൊളി കമന്റ്സ് വേണം എനിക്ക് കേട്ടോ. എല്ലാവരും ഇപ്പൊ ഓൾമോസ്റ്റ് 6 മോഡ്യൂൾസ് നിങ്ങൾ കവർ ചെയ്തു. നിങ്ങളുടെ സിലബസിൽ ഇനി 2 മോഡ്യൂളും കൂടി ഉണ്ട്. അപ്പൊ എല്ലാവരും ചോദിക്കേണ്ട മിസ്സേ ജനറൽ പേപ്പർ എവിടെയെന്ന് അല്ലേ? ജനറൽ പേപ്പറിന്റെ ഓൾറെഡി ലൈവ് സെഷന്റെ ലിങ്ക് ഈ ലൈവ് കഴിയുമ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ HSI സ്റ്റുഡൻസിന് വേണ്ടി ഒരു ലൈവ് നടത്തിയിരുന്നു. അപ്പോൾ അത് നിങ്ങൾ കാണുക. അതിൽ ആതിര മാം, ശില്പ മാം എല്ലാവരും ഉണ്ട്. എല്ലാവരുടെയും സെഷൻസ് ഉണ്ടാവും, നിങ്ങളത് കാണുക. അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ എന്താ പറയുക ഫൈനൽ ടച്ച് ഫോർ ദി ജനറൽ പേപ്പർ അടിപൊളിയായിട്ട് തന്നെ കവർ ചെയ്യാൻ പറ്റും. ഇനി ബാക്ക് ടു ഗ്രാമർ 2 മോഡ്യൂൾ ഉണ്ട്. അടിപൊളിയല്ലേ? വേഗം, ഐ വാണ്ട് യുവർ ഫുൾ എനർജി. തലയ്ക്ക് കൈ കൊടുത്തിരിക്കുന്നവർക്ക് ഒന്ന് ചാടി എഴുന്നേറ്റേ ആൻഡ് ടേക്ക് യുവർ ബുക്ക്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യട്ടെ ഞാൻ. ഗുഡ് ഈവനിങ് വൺ ആൻഡ് ഓൾ. ഓക്കെ, അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. എനിക്ക് കമന്റ്സ് വേണം. സോ ദ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടെൻസസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ടെൻസസിൽ ഇമ്പോർട്ടന്റ് കീവേഡ്സ് പറഞ്ഞു പോവുകയാണ്. ടെൻസസിൽ നിന്നൊക്കെ എന്തായാലും ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ നമുക്ക് നോക്കാം ടെൻസസിലെ ക്വസ്റ്റ്യൻസ് അല്ലേ? ഓക്കെ, സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഷീ ഡാഷ് TV when her husband came. ആൻസേഴ്സ് സിയുടെ PDF നമ്മൾ അഡീഷണൽ സെഷൻ തന്നതല്ലേ ഷാബിന? ഞാൻ ചെക്ക് ചെയ്യട്ടെ കേട്ടോ. അഡീഷണൽ സെഷൻ ആണ് തന്നത്. ഓക്കെ, നമ്മുടെ റാപ്പിഡ് കോഴ്സ് നമ്മൾ 10 മണിക്കൂറത്തെ 10 ക്ലാസ്സസ് 2 മണിക്കൂർ 20 മണിക്കൂറത്തെ ക്ലാസ് വെച്ചിട്ട് നമ്മൾ തന്നു. അതിൽ അഡീഷണൽ സെഷൻസ് ആയിട്ടാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനും കറണ്ട് അഫയേഴ്സും എക്സ്ട്രാ ആണ് ഇട്ടത് കേട്ടോ. ഓക്കെ, ഫൈൻ, വെരി ഗുഡ്. ആൻസർ ഇസ് വാസ് വാച്ചിങ്. എന്താ കീവേഡ്? എനിക്ക് കീവേഡ് കാണണം. എന്താ കീവേഡ്? കീവേഡ് പറയൂ. ടെൻസിൽ കീവേഡ് വേണം. ഇനി അങ്ങോട്ട് ടെൻസിൽ നിങ്ങൾ ആൻസർ പറയുന്നതിനൊപ്പം എനിക്ക് കീവേഡ് കാണണം. കീവേഡ് വേണം നമുക്ക്. എന്തിനാണ് നമ്മൾ ഇത് വലിച്ചു വാരി പഠിക്കുന്നത്? കീവേഡ് പറയൂ. വാട്ട് ഇസ് എ കീവേഡ്? പറയൂ ഗോകുൽ മുരളി. യെസ്, എന്താണ് കീവേഡ്? വെൻ അല്ലേ? വെൻ വരുമ്പോ നിങ്ങളുടെ സെന്റൻസിന്റെ ഒരു ഭാഗം ഷുഡ് ബി ഇൻ പാസ്റ്റ് കണ്ടിന്യൂസ് ആൻഡ് ദ അതർ ഭാഗം ഷുഡ് ബി ഇൻ എന്താണ്? സിമ്പിൾ പാസ്റ്റ്. വെരി ഗുഡ്. സിമ്പിൾ പാസ്റ്റ്. മനസ്സിലായോ? ഒരു ഭാഗം പാസ്റ്റ് കണ്ടിന്യൂസിലും അടുത്ത ഭാഗം സിമ്പിൾ പാസ്റ്റിലും ആയിരിക്കണം. വെൻ മാത്രമാണോ ഒരു കീവേഡ് ആയിട്ടുള്ളത്? വേറൊരു കീവേഡും കൂടി സെയിം സിനാരിയോയിൽ വേറൊരു കീവേഡും കൂടി പറഞ്ഞേ പെട്ടെന്ന്. വേറൊരു കീവേഡും കൂടി. She cut her finger while she dash vegetables. Was cutting, cut, had cut. വെൻ മാത്രമാണോ കീവേഡ്? ഇതേ സിനാരിയോയിൽ ഒരു കീവേഡും കൂടി ഉണ്ട്. പറയാമോ? യെസ്, ഇതേ സിനാരിയോയിൽ ഒരു കീവേഡും കൂടി. വെൻ പറഞ്ഞു, ഒരു കീവേഡ് കൂടി ഉണ്ടെന്നേ. എന്താ അത്? വൈൽ. യെസ്, വൈൽ അല്ലേ? കണ്ടോ? വൈൽ വന്നാലും ഇതേപോലെ തന്നെയാണ്. യു ഹാവ് ടു യൂസ് വാട്ട്? ഒരു പാർട്ട് ഓഫ് ദ സെന്റൻസ് വിൽ ബി ഇൻ പാസ്റ്റ് കണ്ടിന്യൂസ് ആൻഡ് ദി അതർ പാർട്ട് വിൽ ബി ഇൻ സിമ്പിൾ പാസ്റ്റ്. കേട്ടോ? സിമ്പിൾ പാസ്റ്റ്. ഇനി ഇതേ ക്വസ്റ്റ്യൻ ഇഫിൽ വരുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ മറന്നാലും നിങ്ങൾ ഓർമ്മിപ്പിക്കണേ. ഇഫിൽ വരുമ്പോൾ എനിക്ക് സെയിം ടോപ്പിക്കിൽ ഒരു ക്വസ്റ്റ്യൻ പറയാനുണ്ട്. അവിടെ പറയാം. Okay, moving on to the next question. He always dashed to prove that the earth revolves around the sun. Tries, was trying, is trying. And the keyword. You have to specify the keyword also. Yes, when and while. Very good. Simple past. Good. Okay, ഇവിടെ എന്താ keyword? He always dashed to prove that the earth revolves around the sun. എവിടെ? ട്രൈഡ് ആണോ റാബിയ? ട്രൈഡ് ആണോ? തെറ്റിപ്പോയില്ലേ? ഇവിടുത്തെ കീവേഡ് എന്താ? നീലിമ. ഓൾവേസ് ആണ്. ഓൾവേസ് ഹാബിച്വൽ ആക്ഷൻ. സോ എന്താ? ഹാബിച്വൽ ആക്ഷൻ ആണെങ്കിൽ ട്രൈസ്. മനസ്സിലായോ? സോ ഹാബിച്വൽ ആക്ഷൻ ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റ്. അപ്പോ കീവേഡ്സ് എന്തൊക്കെയാണ്? വേഗം പറഞ്ഞേ. സിമ്പിൾ പാസ്റ്റിലെ കീവേഡ്സ് എന്തൊക്കെയാണ്? ഓൾവേസ്, എവറി ഡേ, ഫ്രീക്വന്റ്ലി, റെഗുലർലി, സെൽഡം അല്ലെ? ഇങ്ങനെയുള്ള യൂഷ്വലി ഇതെല്ലാമാണ് സിമ്പിൾ പാസ്റ്റിന്റെ കീവേഡ്. അപ്പൊ ഇതെല്ലാം വന്നാൽ യു ഹാവ് ടു ഐഡന്റിഫൈ ദാറ്റ് ദ സെന്റൻസ് ഷുഡ് ബി ഇൻ സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. നൗ ആണെങ്കിൽ വാട്ട് ഇസ് ദ ടെൻസ് ദാറ്റ് ഇസ് ടു ബി യൂസ്ഡ്? നൗ ആണ് കീവേഡ് എങ്കിൽ വാട്ട് ഇസ് ദ ടെൻസ് ദാറ്റ് ഇസ് ടു ബി യൂസ്ഡ്? വേഗം പറയൂ.
നൗ ആണെങ്കിൽ എന്താണ്? വേഗം പറയണം കേട്ടോ, ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സിമ്പിൾ പ്രസന്റ് ആണോ നൗ വന്നാല്? പ്രസന്റ് കണ്ടിന്യൂസ് ഈസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം പ്ലസ് ing ഫോം ഓഫ് ദി verb. മനസ്സിലായോ? നൗ പറഞ്ഞാല് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് പ്രസന്റ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇംഗ്ലീഷുകാരാണ് നിങ്ങൾ അല്ലെ? ഇംഗ്ലീഷുകാർക്കായിട്ട് അറിയില്ലേ 4 ടെൻസ് ഉണ്ടെന്ന്? പ്രസന്റ് കണ്ടിന്യൂസ്. ഗുഡ്. അടുത്തത്, he saw me by chance and dashed the car. Stop, stopped, stops, was stopping. വേഗം. അല്ല, ട്രൈസ് പ്രസന്റ്, സിമ്പിൾ പ്രസന്റ് ആണ്. ഓൾവേസ് വരുമ്പോൾ സിമ്പിൾ പ്രസന്റ്, ട്രൈസ് ട്ടോ. Okay, then what is the answer for the next question? He saw me by chance and dash. Always വരുമ്പോൾ സിമ്പിൾ പ്രസന്റ് ആണ്. ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയോ? ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി തോന്നുന്നു. എനിവേസ് ഓൾവേസ് വരുമ്പോൾ സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പ്രസന്റ്. ഞാൻ സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞോ? ഓക്കെ ഓക്കെ, അത് വായിന്ന് സ്ലിപ്പ് ഓഫ് ടങ് ആണേ. സിമ്പിൾ പ്രസന്റ് ആണ് കേട്ടോ. വെരി ഗുഡ്. ആൻസർ വരുന്നു ഇറ്റ് സ്റ്റോപ്ഡ് അല്ലേ? ഹി സോ മീ. നോക്കിക്കേ, എലിമിനേറ്റ് യുവർ ഓപ്ഷൻസ്. എപ്പോഴും എലിമിനേറ്റ് യുവർ ഓപ്ഷൻ. ഹി സോ മീ, ദിസ് ഇസ് വാട്ട്? ദിസ് ഇസ് എന്താ? ദിസ് ഇസ് പാസ്റ്റ് അല്ലേ? ദിസ് ഇസ് പാസ്റ്റ്. സോ ടെൻസ് മിസ്മാച്ച് വരാൻ പാടില്ല. ത്രൂ ഔട്ട് പാസ്റ്റ് ടെൻസ് ആയിരിക്കണം. ഓക്കെ, സോറി മിസ്, ഞാൻ സ്ലിപ്പ് ഓഫ് ടങ് ആണ്. സിമ്പിൾ പ്രസന്റ് ആണ് കേട്ടോ. ഓക്കെ, ഇവിടെ സോമി ആണ്, അപ്പൊ പാസ്റ്റ് ടെൻസ് മാത്രമേ വരാൻ പാടുള്ളൂ. പാസ്റ്റ് ടെൻസ് അല്ലാത്തവരെ വെട്ടിക്കളയാം. വാസ് സ്റ്റോപ്പിംഗ് എന്നുള്ളതിന് ഒരു റെലവൻസും ഇല്ല. സോ അതും തെറ്റാണ്. ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഓൾവേസ് ഗോ ഫോർ എലിമിനേഷൻ കേട്ടോ. ഓൾവേസ് ഗോ ഫോർ എലിമിനേഷൻ. Going on to the next question. How many pecks of wine dash yesterday? How many pecks of wine dash yesterday? വേഗം. How many pecks of wine dash yesterday? എന്ത് വരും? You have drank. Were you drinking? Okay. Did you drink? Do you drink? എന്ത് വരും? എന്ത് വരും? Eliminate the option. ഞാൻ വീണ്ടും പറയുന്നു, ഗ്രാമർ നിങ്ങൾക്ക് തെറ്റത്തില്ല. You go for the elimination. Okay. എന്ത് വരും? Yesterday. ഓക്കെ, അപ്പൊ എന്ത് നമുക്ക് പറയാൻ പറ്റും? എന്ത് പറയാൻ പറ്റും? ഇനി ഇതിനകത്ത് തെറ്റുകൾ നോക്കാം നമുക്ക് അല്ലെ? ഡു യു ഡ്രിങ്ക് ശരിയാവോ? ഉറപ്പില്ല, അതവിടെ നിൽക്കട്ടെ. ഡിഡ് യു ഡ്രിങ്ക് അറിയില്ല. യു ഹാവ് ഡ്രാങ്ക്. ഒന്നാമത്തെ കാര്യം ഹാസ്, ഹാവ്, ഹാഡിന്റെ കൂടെ എന്ത് വരണം? V3 ഫോം ഓഫ് ദ വരണം. V3 ഫോം ഓഫ് ദ വേർബ് വരണം. സോ ഡ്രിങ്ക്, ഡ്രാങ്ക്. ഡ്രാങ്ക് ആണോ? അല്ല, ഡ്രങ്ക് ആണ്. സോ ദിസ് ഇസ് റോങ്. ഇത് തന്നെ എലിമിനേറ്റ് ചെയ്യാം അല്ലെ? പിന്നെ ഡിഡ് യു ഡ്രിങ്ക് ഉണ്ട്, ഡു യു ഡ്രിങ്ക് ഉണ്ട്. യെസ്റ്റർഡേ ആണ്. സോ ഡിഡ് യു ഡ്രിങ്ക് അല്ലേ? ഡു യു ഡ്രിങ്ക് എന്ന് പറയുന്നത് ഒരു ഹാബിച്വൽ ആക്ഷനെയാണ് കാണിക്കുന്നത്. സോ ദാറ്റ് കനോട്ട് ബി യൂസ് ദർ അല്ലേ? സപ്പോസ് ഇവിടെ യെസ്റ്റർഡേ ഇല്ല എന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഹൗ മെനി പെഗ്സ് ഓഫ് വൈൻ ഡു യു ഡ്രിങ്ക്. സാധാരണഗതിയിൽ നീ എത്ര പെഗ് വൈൻ കഴിക്കാറുണ്ട്? സോ ഹൗ മെനി പെഗ്സ് ഓഫ് വൈൻ ഡു യു ഡ്രിങ്ക്. ഓക്കെ, സോ ഡിഡ് യു ഡ്രിങ്ക് ആണ് ഇവിടുത്തെ ആൻസർ. വെരി ഗുഡ്. അടുത്തത്, she still remembers the day when she first dashed to the church. She still remembers. Okay, she still remembers the day when she first dashed to the church. Went, was going, gone, going. She still remembers the day when she. ഇവിടെ ഞാൻ എന്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളിങ്ങനെ കുട്ടികളെ തത്തമ്മേ പൂച്ച 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 എന്ന് പറയുന്ന പോലെ എന്താണ് വെൻ പറയുമ്പം ing ഫോം വരണം 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 എന്ന് പറയും. ശരിയല്ലേ? അപ്പൊ ഇവിടെ ing ഫോം ആരെങ്കിലും എഴുതിയാൽ അത് തെറ്റും കേട്ടോ. ആ സെന്റൻസിന്റെ സെൻസ് മനസ്സിലാക്കണം. വെന്റ് ആണ്. ബിക്കോസ് ഫസ്റ്റ് ഡേ ഷീ വെന്റ് ടു ദി ചർച്ച് ആണ്. ആദ്യമായിട്ട് പോയപ്പോൾ, പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നില്ലല്ലോ, ഒരിക്കൽ പോയപ്പോൾ ഉള്ള ദിവസമാണ് അവൾക്ക് എന്താ എന്ന് ഓർമ്മയിൽ വരുന്നത്. സോ വെന്റ് ആണ് അല്ലെ? അവിടെ വെൻ എന്ന് പറയുന്ന കീവേഡിനെ നിങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. ഓക്കെ, ഗുഡ്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ എനിക്ക് 2 കാര്യങ്ങൾ പറയാനുണ്ട്. വേഗം വേണം. ഇവിടെ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ബിഫോർ ഐ ഡാഷ് ദി സ്റ്റേഷൻ. പറയൂ, ഈ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ പറയണം. എല്ലാവരും പറയണം. ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ബിഫോർ ഐ ഡാഷ് ദി സ്റ്റേഷൻ. പറയാമോ? The train had left before I dashed the station. Reach, was reaching, reached, reaches. Reached ആണ് പറഞ്ഞത്. കറക്റ്റ് ആണ്. Reached ആണ്. കാരണം
രണ്ട് പാസ്റ്റ് ആക്ഷൻസ് ഉണ്ടെങ്കിൽ ആദ്യം നടന്നതിന്റെ കൂടെ പാസ്റ്റ് പെർഫെക്റ്റ് വേണം. ദാ പാസ്റ്റ് പെർഫെക്റ്റ് വന്നു. രണ്ടാമത് നടക്കുന്നത് എന്തിലായിരിക്കണം? സിമ്പിൾ പാസ്റ്റിലായിരിക്കണം. വെൽ ഡൺ, അതെല്ലാവരും പറഞ്ഞു. നൗ എൻ്റെ ക്വസ്റ്റ്യൻ അതല്ല. സപ്പോസ് എൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കും. ദ ട്രെയിൻ ഡാഷ് ലീവിൻ്റെ ഏത് ഫോം നിങ്ങൾ ഉപയോഗിക്കും? ബാക്കി ക്വസ്റ്റ്യൻ എന്താണ്? ബിഫോർ ഐ റീച്ച് ദി സ്റ്റേഷൻ. ഇവിടെ നിങ്ങൾ റീച്ച്ഡ് ആണ് പഠിച്ചത്. ഞാനിവിടെ ചോദിക്കുന്നു റീച്ച് ആണ്. റീച്ച് അങ്ങനെയാണെങ്കിൽ എന്ത് ചേഞ്ച് ഈ സെന്റൻസിൽ വരും? ഇത് ബാങ്കിൽ ചോദിച്ചൊരു കണ്ടൊരു ക്വസ്റ്റ്യൻ ആണ് റീസെന്റ്. പറയാമോ? ഇവിടെ എന്ത് വരും? ദ ട്രെയിൻ ഡാഷ് ലീവിൻ്റെ ഏത് ഫോം നിങ്ങൾ ഉപയോഗിക്കും? ബിഫോർ ഐ റീച്ച് ദി സ്റ്റേഷൻ. സി റീച്ച് ആണ്, റീച്ച്ഡ് അല്ല. റീച്ച് ആണ്. പറയാമോ? തെറ്റി. ആലോചിച്ച് നോക്കിക്കേ. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തും, അല്ലെങ്കിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും ട്രെയിൻ പോയിട്ടുണ്ടാകും. ഇറ്റ്സ് ഫ്യൂച്ചർ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ പറഞ്ഞു, നമ്മൾ ഫ്യൂച്ചറിൽ ഒരു ഇൻസിഡൻറ്റോ ഒരു ടൈമോ പറയുമ്പോൾ അതിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്ന ആക്ഷൻ ആണെങ്കിൽ യു ഷുഡ് റൈറ്റ് ഇറ്റ് ഇൻ ഫ്യൂച്ചർ പെർഫെക്റ്റ്. വുഡ് ലീവ് അല്ല, വിൽ ഹാവ് ലെഫ്റ്റ്. ഇത് ഞാൻ ഇൻ ഹൗസിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണല്ലോ. എവിടെ നിങ്ങളുടെ ആൻസേഴ്സ്? ഇൻ ഹൗസുകാർ എവിടെ? ഗോകുലൊക്കെ എവിടെ? ഇത് ഇൻ ഹൗസിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണല്ലോ. വിൽ ഹാവ് ലെഫ്റ്റ് ട്ടോ. കാരണം ഞാൻ സ്റ്റേഷനിൽ എത്തുമ്പോഴത്തേക്കും ഗോകുൽ വിൽ ലീവ് ആണോ? ഗോകുൽ മുരളി വിൽ ലീവ് ആണോ? വിൽ ഹാവ് ലെഫ്റ്റ് അല്ലേ? ഞാൻ സ്റ്റേഷനിൽ എത്തുമ്പോഴത്തേക്കും ട്രെയിൻ പോയിട്ടുണ്ടാകും. ഒരു പെർട്ടിക്കുലർ ഇവന്റ്, ഫ്യൂച്ചറിൽ ടൈം ആവാം, ഇവന്റ് ആവാം, അത് പറയുമ്പം ആ ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്ന ആക്ഷൻ നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റിലായിരിക്കണം പറയുന്നത്. സോ വിൽ ഹാവ് ലെഫ്റ്റ്. ക്ലിയർ? will have left, would have അല്ല, will have left. Okay? Clear? Next question. Okay. Moving on to the next question. Question tag. വേഗം വരണം. വേഗം question tags പറയണം. ഷടപടേന്ന് ആൻസർ പറയണം കേട്ടോ. He doesn't want to go to college today. ഞാൻ കുറച്ച് കൂടുതൽ question tag ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വേഗം ഒന്ന് ആൻസർ പറഞ്ഞേ. വേഗം. He doesn't want to go to college today. Yes. എന്താണ്? Does. ഇവിടുത്തെ ഓക്സിലറി വേർബ് അന്വേഷിക്കുക. ഓക്സിലറി എത്ര പഠിച്ചാലും തെറ്റുക. ചെവിക്കൊന്ന് പിടിച്ചേ ഗോകുലേ, മറക്കത്തില്ല കേട്ടോ, മറക്കരുത് കേട്ടോ. ഓക്കെ. ഡു ഹി എങ്ങനെയാ വരിക? ആരാ പറഞ്ഞ ഡു ഹി? എടോ ഹി സിംഗുലർ അല്ലേ, ഡു പ്ലൂറൽ അല്ലേ? ശരിയാവോ? പറ്റത്തില്ല. ഡസ് ഹി. ഓക്കെ, ഡസ് ഹി. ഓക്കെ, ഡു ഹി അല്ല. ഡു ഹി പറഞ്ഞവരൊക്കെ അവൻ്റെ തലയ്ക്കൊന്ന് കിഴുക്കുക കേട്ടോ. ഡു ഹി. ലെറ്റ്സ് പ്രേ ടു ഗോഡ്. വേഗം, ഇതൊക്കെ ഈസിയാണ്. വേഗം പറയൂ. ലെറ്റ്സ് പ്രേ ടു ഗോഡ്. ലെറ്റ്സ് പ്രേ ടു ഗോഡ്. Let's pray to God. Very good. എന്താ വരാ? Shall we? അല്ലേ? Okay. Let us pray to God. Shall we? Okay. Next question. Okay. Next question. You had met me before. 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 Identify the auxiliary verb. It is had. Sentence is positive, so your tag should be negative. Hadn't you? Okay? മനസ്സിലായില്ല? പ്ലീസ് എൻഡ് ചെയ്യുമ്പോൾ will you ആണ്. നേരത്തെ നമ്മൾ പ്ലീസ് എല്ലാം ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ? പ്ലീസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പ്ലീസിലുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റസ് എന്ന് പറയുകയാണെങ്കിൽ അത് will you തന്നെയാണ് ടാഗ്, അത് ഡൗട്ടില്ല. പ്ലീസ് വന്നാൽ will you ആണ് ടാഗ് കേട്ടോ. ഇവിടെ hadn't you ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. We couldn't enjoy the picnic. We couldn't enjoy the picnic. Couldn't. അപ്പോൾ your auxiliary verb is
could ആണ് auxiliary verb വരിക. So you have to write could. Sentence is negative, so your tag should be positive. So could we, could we, could we. Okay, very good. സാരല്ല, ഓക്കെ, തെറ്റിയത് സാരല്ല, ഇപ്പം അങ്ങ് പഠിച്ചാൽ മതി, അത്രേ ഉള്ളൂ കേട്ടോ. നത്തിങ് മോർ ടു വറി. അടുത്തത് എവറിബഡി വാസ് വാച്ചിങ് ദ ടി വി. വേഗം, ഇതെനിക്ക് നിങ്ങൾ ആൻസർ പറഞ്ഞാൽ തന്നെ പറ്റുള്ളൂ. വേഗം പറയൂ, വേഗം പറയൂ. Everybody was watching the TV. Everybody was watching the TV. Everybody was watching the TV. Yes. എന്താ വരാ? Everybody was watching the TV. Identify the auxiliary verb. വേഗം. വെരി ഗുഡ്, വെരി ഗുഡ്. ആദ്യം നമ്മൾ ഐഡന്റിഫൈ ദി ഓക്സിലറി വേർബ്. അപ്പൊ വാസ് എഴുതി, സെന്റൻസ് പോസിറ്റീവ് ആണ്, അപ്പൊ ടാഗ് നെഗറ്റീവ് ആണ്. വാസ് ഇൻ ദേ എഴുതി, തെറ്റി. തെറ്റിയോ? വെരി ഗുഡ്. ഒപ്റ്റിമിസ്റ്റിന് തെറ്റി കേട്ടോ. എന്താ വരിക? ബിക്കോസ് വാസ് ഇൻ ദേ അല്ല, ദേ പ്ലൂറൽ ആണ്, അപ്പൊ വാസ് ഉപയോഗിക്കാൻ പാടില്ല. വേറിന്റ് ദേ ആണ്, വേറിന്റ് ദേ. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സംതിങ് മസ്റ്റ് ബി ഡൺ ഫോർ എസ്. ടാഗ് മസ്റ്റും മൈറ്റും ഒന്നും പൊതുവെ വരാറില്ല, പക്ഷെ നമ്മൾ ചാൻസ് എടുക്കേണ്ട, നമുക്ക് പഠിക്കാം. ഓക്കെ, സംതിങ് മസ്റ്റ് ബി ഡൺ. എന്താ വരിക? സംതിങ് മസ്റ്റ് ബി ഡൺ. വേഗം. സംതിങ് മസ്റ്റ് ബി ഡൺ. സംതിങ് മസ്റ്റ് ബി ഡൺ. യെസ്, സംതിങ് മസ്റ്റ് ബി ഡൺ. എന്ത് വരും? മസ്റ്റിന്റെ ടാഗ് മസ്റ്റന്റ് അല്ലേ? മസന്റ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. മസന്റ്. സംതിങ് മസ്റ്റ് ബി ഡൺ ഫോർ us. മസന്റ് ഇറ്റ്. വെരി ഗുഡ്. മസന്റ് ഇറ്റ്. ഗുഡ്, ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ, അതൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, സംവൺ മൈറ്റ് കം. അതോടൊപ്പം തന്നെ ഔട്ട് ടുന്റെ ടാഗ് എന്താന്ന് നിങ്ങൾ പറയണം. ഔട്ട് ടുന്റെ ടാഗ് എന്താ? നെഗറ്റീവ് ഇന്ററോഗേറ്റീവ് ഫോം. യൂസ് ടുന്റെ ഡിഡിന്റ് എന്ന് പറയുന്നില്ലേ, അതുപോലെ ആമിന്റെ ആറിന്റെ എന്ന് പറയുന്നില്ലേ. സിമിലർലി വാട്ട് ഇസ് ദി ടാഗ് ഫോർ ഔട്ട് ടു? അതും പറയണം. മൈറ്റിന്റെ ടാഗ് എന്താന്ന് പറയണം. വേഗം. എന്ത് വരും? സംവൺ മൈറ്റ് കം. ഐഡന്റിഫൈ ദി ഓക്സിലറി. ഇറ്റ് ഇസ് മൈറ്റ് അല്ലേ? മൈറ്റ് in the negative form is mightn't. Mightn't they. Okay, mightn't they. Okay, അതുപോലെ തന്നെ out to ന്റെ ടാഗ് shouldn't ആണ് അല്ലേ? ഇനി someone വരുമ്പോൾ mightn't they തന്നെ വരണം എന്നില്ല കേട്ടോ. mightn't എന്താ പറയാ, he or sheയും വരാം. someone ആണ്, somebody ആണ് theyയുടെ കറക്റ്റ് ടാഗ്. ഓക്കെ, ഇവിടെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഗീവ് അറ്റൻഷൻ ഫോർ യുവർ ഓപ്ഷൻസ്. ഇനി ഔട്ട് ടുന്റെ ടാഗ് കറക്റ്റ് ആയിട്ട് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? shouldn't ആണ് കേട്ടോ. ഔട്ട് ടുന്റെ ടാഗ് shouldn't ആണ്. ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്യുക. ഔട്ട് ടുന്റെ ടാഗ് അതെ യൂസ് ടുന്റെ ആണ് didn't. യൂസ് ടുടെ ആണ് didn't. ഞാൻ ഇവിടെ പറഞ്ഞത് ഔട്ട് ടുന്റെ ടാഗ് shouldn't ആണ്. ഓക്കെ, ഔട്ട് ടുന്റെ ടാഗ് shouldn't ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹി നീഡ്സ് മണി. വേഗം പറഞ്ഞേ. ഹി നീഡ്സ് മണി. ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യനിൽ ആൻസർ അറിയാവുന്നവർ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. പക്ഷെ ഇത് തെറ്റാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ കൊണ്ട് ഞാൻ എക്സ്പ്ലനേഷൻ തുടങ്ങുവാണ്. ഹി നീഡ്സ് മണി ബിക്കോസ് നീഡും ഡെയറും അതുപോലെ ഹാഡും ഇവർ മൂന്നും ക്വസ്റ്റ്യൻ ടാഗിൽ വന്നാൽ നിങ്ങളൊന്ന് സൂക്ഷിക്കണം. കാരണം ഇവർ എന്തും കൂടി ആവാൻ സാധ്യതയുണ്ട്, മെയിൻ വേർബും കൂടി ആവാൻ സാധ്യതയുണ്ട് അല്ലേ? ഫോർ എക്സാമ്പിൾ, ഹി നീഡ്സ് മണി, അവന് പണം വേണം അല്ലേ? അവൻ നീഡ്സ് മണി, ആ വേണം എന്ന അർത്ഥത്തിലാണ് നീഡ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നീഡ് മറ്റൊരു അർത്ഥത്തിലല്ല. നീഡ് എന്ന് പറയുന്നത് എന്താ? വേണം എന്ന അർത്ഥത്തിലാണ് നീഡ് ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ്? നീഡ് ഇവിടെ മെയിൻ വേർബ് ആണ്. സോ യു ഹാവ് ടു ഐഡന്റിഫൈ ദി ഓക്സിലറി വേർബ്, ദാറ്റ് ഇസ് doesn't he. ഇനി നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാൻ അറിയില്ലെങ്കിൽ ഞാനൊരു എളുപ്പവഴി പറഞ്ഞുതരാം. എപ്പോഴൊക്കെ നീഡ് പോസിറ്റീവ് ആണോ അപ്പോഴൊക്കെ നീഡ് മെയിൻ വേർബ് ആണ്. അപ്പൊ നമ്മൾ ഓക്സിലറി വേർബ് കണ്ടുപിടിക്കണം. ഇനി എപ്പോഴൊക്കെ നീഡ് നെഗറ്റീവ് ആണോ, അതായത് ഹി അല്ലെങ്കിൽ ഷീ നീഡ് നോട്ട് കം, ഷീ നീഡ് നോട്ട് കം എന്നാണെന്നുണ്ടെങ്കിൽ എപ്പോഴൊക്കെ നീഡ് നെഗറ്റീവ് ആണോ, സോ യു ഹാവ് ടു ഫൈൻഡ് വാട്ട്? യു ഹാവ് ടു ഫൈൻഡ്
യെസ്, നീഡ് നോട്ട് കം എന്ന് പറയുമ്പോൾ നീഡ് നോട്ട് നെഗറ്റീവ് ആണ്, സോ അത് ഓക്സിലറി ആണ്. നീഡ് ഷീ, അതെ, നീഡ്, ഡെയർ, പിന്നെ അതുപോലെ ഹാഡ് വരുമ്പോഴും ഇതേ പ്രശ്നമുണ്ട്. ഐ ഹാഡ് ലഞ്ച്, എന്താ ഇതിന്റെ ടാഗ്? ഐ ഹാഡ് ലഞ്ചിന്റെ ടാഗ് എന്താ? ഐ ഹാഡ് ലഞ്ചിന്റെ ടാഗ് എന്താ? ഹാഡ് ഇൻ ഡ്യൂ എന്ന് പറഞ്ഞോ? പറഞ്ഞെങ്കിൽ തെറ്റി. എന്താണ്? ഐ ഹാഡ് ലഞ്ച് എന്ന് പറഞ്ഞാൽ അവിടെ ഹാഡ് കഴിച്ചു എന്ന അർത്ഥത്തിലെ മെയിൻ വേർബ് ആണ്. സോ യു ഹാവ് ടു ഫൈൻഡ് ദി ഓക്സിലറി വേർബ്. പാസ്റ്റ് ടെൻസ് ആണ്, ഹാഡ് പാസ്റ്റ് ടെൻസ് ആണ്. സോ യുവർ ഓക്സിലറി വേർബ് വിൽ ബി ഡിഡ്ന്റ് ഐ. ഡിഡ്ന്റ് ഐ. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക കേട്ടോ, നീഡും ഡെയറും സൂക്ഷിക്കണം. നെക്സ്റ്റ്, ഐ നീഡൻറ്റ് റൈറ്റ്. ഒറ്റയടിക്ക് ആൻസർ പറയാൻ പറ്റും. നീഡൻറ്റ് റൈറ്റ്, നീഡ് നെഗറ്റീവ് ടേം ആണ്. നീഡ് നെഗറ്റീവ് ആയിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ നെഗറ്റീവ് ആയിട്ട് കിടക്കുമ്പോൾ ഇറ്റ് ഈസ് വാട്ട്? ഇറ്റ് ഈസ് ഓക്സിലറി. കാരണം അവിടെ റൈറ്റ് എന്ന് പറയുന്ന വെർബ് ഓൾറെഡി ഉണ്ട്. സോ ദാറ്റ് ഈസ് എൻ ഓക്സിലറി വെർബ്. അങ്ങനെ ഓക്സിലറി വെർബ് ആവുമ്പം യു ക്യാൻ ഡയറക്ട്ലി യൂസ് ഇറ്റ്. സോ നീഡ് ഐ ആണ് ഇവിടുത്തെ ടാഗ്. നീഡ് ഐ ആണ് ഇവിടുത്തെ ടാഗ്. ഓക്കെ, ഇനി അടുത്തത് നിഷ നീഡ് നോട്ട് ഗോ ദർ. സെയിം ക്വസ്റ്റ്യൻ, ഒരു വ്യത്യാസമില്ല, സെയിം ക്വസ്റ്റ്യൻ ആണ്. നീഡ് നോട്ട് ആണ് വന്നിരിക്കുന്നത്. സോ നീഡ് ഷീ. നീഡ് ഷീ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ LPSA UPSA നമ്മുടെ പുതിയ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് കഴിഞ്ഞ പ്രാവശ്യം കോമ്പറ്റേറ്റീവ് ക്രാക്കിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത റിസൾട്ടാണ്, ഒന്നും പറയാനില്ല. ഞങ്ങൾ ഒരൊറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടുകൂടി വർക്ക് ചെയ്ത് നേടിയ റിസൾട്ടാണ്. ആൻഡ് ആ സ്റ്റുഡൻസ് ഹാവ് പ്രൂവ്ഡ് ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ LPSA UPSA പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾ അടുത്ത LPSA UPSAക്ക് പ്രിപ്പയർ ചെയ്തവരാണെങ്കിൽ ഇങ്ങ് പോരെ. വി ക്യാൻ ഡു ഇറ്റ് ടുഗെദർ, വി ക്യാൻ മേക്ക് ഇറ്റ് ടുഗെദർ. ഓക്കെ, അപ്പോൾ അതാണ് പറയാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. സോ LPSA UPSA അവസരങ്ങളുടെ ചാകര മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും വേണമെങ്കിൽ തീർച്ചയായിട്ടും ഇത് റെഫർ ചെയ്യുക. ആൻഡ് ആരെങ്കിലും ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഓക്കെ, അടുത്തത് കൺവേർട്ട് സിമ്പിൾ സെന്റൻസ് ഇൻടു കോമ്പൗണ്ട് സെന്റൻസ്. നിങ്ങളുടെ സിലബസിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെന്റൻസസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെന്റൻസസ്. ഓക്കെ, അതായത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെന്റൻസസ് എന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും ചോദിക്കാം. നിങ്ങളോട് കമ്പാരറ്റീവ് ടു സൂപ്പർലേറ്റീവ് ചോദിക്കാം, സൂപ്പർലേറ്റീവ് ടു എന്ത് വേണമെങ്കിലും ചോദിക്കാം അല്ലേ. വാട്ട് എവർ നിങ്ങൾക്ക് ചോദിക്കാം. ഫീ നിങ്ങൾ ഈ നമ്പറിലേക്ക് മാത്രം അന്വേഷിക്കുക കേട്ടോ. നമ്മുടെ 8589083568 എന്ന നമ്പറിലേക്ക് തന്നെ വിളിച്ച് നോക്കുക. ഓക്കെ, thank you. And okay, transformation of sentences is very important. അവിടെ നിങ്ങൾക്ക് വരുന്നത് മെയിൻ ആയിട്ട് ആക്റ്റീവ് പാസീവ് മാത്രമല്ല, എന്താ കമ്പാരിറ്റീവ് ടു സൂപ്പർലേറ്റീവ് ടു എന്ത് വേണമെങ്കിലും വരാം അല്ലേ. പിന്നെ അതുപോലെ തന്നെ അസർട്ടീവ് ടു എക്സ്ക്ലമേറ്ററി, സിമ്പിൾ സെന്റൻസ് ടു കോമ്പൗണ്ട്, ആ കൺവേർഷൻ, അതിൽ ഏത് കൺവേർഷൻ വേണമെങ്കിലും അവിടെ ചോദിക്കാം. HSC ഇംഗ്ലീഷിൽ വരണം ട്ടോ. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് വേണമെങ്കിൽ പറയാനാ വന്നത്, നിങ്ങൾക്കല്ല ട്ടോ. ഓക്കെ, വെരി ഗുഡ് റൈനി, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ശരി, കൺവേർട്ട് ദ സിമ്പിൾ സെന്റൻസസ് ഇൻ ടു കോമ്പൗണ്ട് സെന്റൻസ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുക. ദ ടീച്ചർ പണിഷ് ദ ബോയ് ഫോർ ഡിസൊബീഡിയൻസ്. ഇത് നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ചാടിക്കേറി അതിനെ ഇത് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു പണി നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ ഏതാണ് സിമ്പിൾ സെന്റൻസ് എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ഇതിൽ ഏതാണ് സിമ്പിൾ സെന്റൻസ് എന്ന് നോക്കുക. ഇനി ബീയിങ് ഡിസൊബീഡിയന്റ് ദ ബോയ് വാസ് പണിഷ്ഡ് ബൈ ദ ടീച്ചർ, ദ ബോയ് വാസ് ഡിസൊബീഡിയന്റ് ആൻഡ് ദ ടീച്ചർ പണിഷ്ഡ് ഹിം. ഇത് എന്തായാലും സിമ്പിൾ സെന്റൻസ് അല്ല. ആൻഡ് എന്ന് പറയുന്ന കൺജങ്ഷൻ വന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് റോങ് അല്ലേ. ദ ബോയ് വാസ് ഡിസൊബീഡിയന്റ് ഫുൾ സ്റ്റോപ്പ് ദ ടീച്ചർ പണിഷ്ഡ് ഹിം. ഇതെങ്ങനെ സിമ്പിൾ സെന്റൻസ് ആവണേ? നോ. ആൻഡ് your answer is being disobedient the boy was punished. Okay, being disobedient the boy was punished by the teacher. അപ്പം അർത്ഥം മാറാൻ പാടില്ല. നിങ്ങൾ കൺവേർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോൾ അർത്ഥം മാറാൻ പാടില്ല. അറ്റ് ദ സെയിം ടൈം സിമ്പിൾ സെന്റൻസ് വരണം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റൂൾ. ആ രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഓപ്ഷനിലേക്ക് നോക്കുക. നിങ്ങൾ ഈ സെന്റൻസിനെ കുത്തിപ്പിടിച്ചെന്ന് കൺവേർട്ട് ചെയ്യാനൊന്നും നോക്കുക വേണ്ട. അതൊന്നും നടക്കില്ല കേട്ടോ. കാരണം നമ്മൾ കൂളായിട്ടല്ലല്ലോ പരീക്ഷ എഴുതുന്നത്. നമുക്ക് ലോകത്തില്ലാത്ത ടെൻഷനാണ് അവിടെ ഉണ്ടാവുക അല്ലേ. അപ്പോൾ അതൊന്നും ആലോചിക്കേണ്ട. ആൻഡ് ബിഫോർ ദാറ്റ് എന്തൊക്കെയാണ് കീവേഡ്സ്? സിമ്പിൾ സെന്റൻസിന്റെ കീവേഡ്സ് നമുക്കറിയാം. കീവേഡ് എന്നുള്ളതിനേക്കാളും ഒരു കൺവേർട്ട് ദ സിമ്പിൾ സെന്റൻസ് ഇൻ ടു കോമ്പൗണ്ട് സെന്റൻസ് ആണ്. ഓക്കെ, സോ ആൻസർ ബി ആണ് കേട്ടോ. ആൻസർ ബി ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചത് തെറ്റിപ്പോയി. കോമ്പൗണ്ട് സെന്റൻസ് ആണ്. യെസ്, അതെ, കോമ്പൗണ്ട് ആണ് കേട്ടോ. അപ്പൊ കോമ്പൗണ്ട് സെന്റൻസസിന്റെ കീവേഡ്സ് ഒന്ന് പറയാമോ ആർക്കെങ്കിലും? കോമ്പൗണ്ട് സെന്റൻസസിന്റെ കീവേഡ്സ് ഒന്ന് പറയാമോ? കോമ്പൗണ്ട് സെന്റൻസിന്റെ
അതെ കോമ്പൗണ്ട് ആണ് ഓക്കെ കീവേഡ് എന്താ കോമ്പൗണ്ട് സെന്റൻസിന്റെ? ഫാൻ ബോയ്സ്. കോഡ് ഓർമ്മയുണ്ടോ? ഫാൻ ബോയ്സ് എന്താ അത് കോഡ്? ഫാൻ ബോയ്സ് എന്ന് പറയുമ്പം എഫ് ഫോർ, എ ഫോർ ആൻഡ്, എൻ ഫോർ നോർ, പിന്നെ ബി ഫോർ ബട്ട്, ഓ ഫോർ എന്താ? ഓ ഫോർ ഓർ, വൈ ഫോർ യെറ്റ്, എസ് ഫോർ സ്റ്റിൽ. സോറി, സോ. സ്റ്റിൽ അല്ല, സോ അല്ലെ? ഇത്രയാണ് ഫാൻ ബോയ്സ്. ഓക്കെ, ഫാൻ ബോയ്സ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ കോഡ്. ഇതുണ്ടെങ്കിൽ സെന്റൻസ് കോമ്പൗണ്ട് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൽ നോക്കുക. ഇതിലിപ്പോ ഇതാ ആൻഡ് കിടപ്പുണ്ട് അല്ലെ? ഇനി അർത്ഥം സെയിം ആണോ നോക്കുക. അർത്ഥം സെയിം ആണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, ആൻസറിലേക്ക് പോവാ. അല്ലാതെ നിങ്ങൾ ഒരിക്കലും അതിനെ കൺവേർട്ട് ചെയ്ത് കളിക്കാൻ നിൽക്കരുത് കേട്ടോ. സോ ഫാൻ ബോയ്സ് ആണ് നമ്മുടെ കോമ്പൗണ്ട് സെന്റൻസിന്റെ കോഡ്. അതുപോലെ സിമ്പിൾ കോംപ്ലക്സ് ആണെങ്കിൽ എന്തുണ്ട്? വെൻ, വെന്നെവർ, അങ്ങനെ സോ കൃഷ്ണ സോ. ഓക്കെ, ഇനി കോംപ്ലക്സ് ആണെങ്കിൽ അതിനകത്ത് വെൻ വരും, വെന്നെവർ വരും, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കോംപ്ലക്സിനകത്ത് വരും. ഓക്കെ, പിന്നെ ഇത്രയാണ് ഇതിനകത്ത് പറയാനുള്ളത് അല്ലേ? സോ അതെ, ഫോർ ആൻഡ് നോർ ബട്ട് ഓർ യെറ്റ് സോ. ദാൻ ഇത് ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. ഇത് ഒരു ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെന്റൻസ് ആണ്. സ്വിറ്റ്സർലാൻഡ് ഇസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ കൺട്രി ഇൻ ദ വേൾഡ്. റീറൈറ്റ് ദ സെന്റൻസ് യൂസിങ് ദാൻ. അതായത് ഈ സൂപ്പർലേറ്റീവ് സെന്റൻസിനെ എന്തിലോട്ടാക്കണം? കമ്പാരിറ്റീവിലോട്ട് ആക്കണം അല്ലെ? സൂപ്പർലേറ്റീവ് സെന്റൻസിനെ എന്തിലോട്ടാക്കണം? കമ്പാരിറ്റീവിലോട്ട് ആക്കണം. അപ്പൊ നോക്കിക്കേ, സ്വിറ്റ്സർലാൻഡ് ഇസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ കൺട്രി ഇൻ ദ വേൾഡ്. ഫാൻ ബോയ്സിന്റെ കോഡാണത്. അതായത് ബി മീൻസ് ബട്ട്, O means or, Y means yet, S means so. N for nor ആണ് ഹസീന. നോർ കേട്ടോ. നോർ ആണ് N. ഫാനിലെ N നോർ ആണ് കേട്ടോ. ഓക്കെ, ഇനി സ്വിറ്റ്സർലാൻഡ് ഇസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ കൺട്രി ഇൻ ദ വേൾഡ്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും? ദാൻ വരണം എന്തായാലും. അപ്പൊ നോക്കിക്കേ, ഇവിടെ ദാനേ ഇല്ല, സെന്റൻസ് റോങ് ആണ്. ഇനി സ്വിറ്റ്സർലാൻഡ് ഇസ് ബ്യൂട്ടിഫുൾ ദാൻ എനി അതർ കൺട്രീസ് ഇൻ ദ വേൾഡ്. സ്വിറ്റ്സർലാൻഡ് ഇസ് മോർ ബ്യൂട്ടിഫുൾ. കണ്ടോ? ദാൻ വരണമെങ്കിൽ അവിടെ എന്ത് വരണം? കമ്പാരിറ്റീവ് ഫോം ഓഫ് ദ വേർബ് വരണം. ദൈവം സഹായിച്ചാൽ അത് അവിടെ ഇല്ല. സോ ദാറ്റ് ഇസ് റോങ് അല്ലേ? എനിക്കറിയാം 5:10 എന്ന് എനിക്കറിയാം, ബട്ട് ഐ ഹാവ് ടു ടേക്ക് ദ ക്ലാസ് അല്ലേ? റിയലി സോറി. ഓക്കെ, സ്വിറ്റ്സർലാൻഡ് ഇസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ എനി അതർ കൺട്രി ഇൻ ദ വേൾഡ് അല്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷഹാന ഈസ് ടോളർ ദാൻ ശ്രുതി. വെറുതെ ഞാനൊന്ന് ക്വസ്റ്റ്യൻ ഇട്ടതാണ്, നിങ്ങളത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതിനെ ഒന്ന് സൂപ്പർലേറ്റീവിലോട്ട് ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്യാം. അപ്പൊ എങ്ങനെ വരും? ഷഹാന ഈസ് ദ ടോളസ്റ്റ് ഗേൾ അല്ലേ? അല്ലെങ്കിൽ ഇത് സൂപ്പർലേറ്റീവ് ആണ്. പോസിറ്റീവ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നോ അതർ ഗേൾ ഈസ് ആസ് ടോൾ ആസ് ഷഹാന. ഓക്കെ, നോ അതർ ഗേൾ ഈസ് ആസ് ടോൾ ആസ് ഷഹാന. ഓക്കെ, ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഇത് വെറുതെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ടോളർ ദാൻ അതിനെ നമ്മൾ രണ്ട് ഫോമിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്തു. ഇതൊക്കെ ട്രാൻസ്ഫോർമേഷനിൽ വരും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്റർചേഞ്ച് ഓഫ് എക്സ്ക്ലമേറ്ററി സെന്റൻസസ് ടു അസർട്ടീവ് സെന്റൻസ്. ഓക്കെ, എക്സ്ക്ലമേറ്ററി സെന്റൻസസിനെ അസർട്ടീവ് സെന്റൻസ് ആക്കണം. സി, സെന്റൻസ് ഇതാണ്, ഹൗ ക്യൂട്ട് ഷീ ഇസ്. അതിനെ നമ്മൾ എന്താക്കണം? അസർട്ടീവ് സെന്റൻസ് ആക്കണം. അപ്പൊ നമുക്ക് നോക്കാം, ഓപ്ഷൻസ് നോക്കാം. ഷീ ഈസ് ക്യൂട്ട്, കുഴപ്പമില്ല, അവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് ഷീ ഈസ് സോ ക്യൂട്ട്. പിന്നെ കിടക്കുന്നത് ഷീ ഈസ് വെരി ക്യൂട്ട്. പിന്നെ കിടക്കുന്നത് ഷീ ഈസ് ഗ്രേറ്റ് ക്യൂട്ട്. ഇപ്പൊ തമ്മിൽ ഭേദം ഇതൊക്കെ ഒരു സുഖമില്ല അല്ലെ? ഷീ ഈസ് വെരി ക്യൂട്ട് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഷീ ഈസ് വെരി ക്യൂട്ട്. ഓക്കെ, അത് ജസ്റ്റ് കൺവേർഷൻ ഓഫ് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ടു അസർട്ടീവ്. ഇതുപോലെ ഇൻട്രോഗേഷൻ വരും, എല്ലാം വരും കേട്ടോ. അപ്പൊ അങ്ങനെ നോക്കി എഴുതുക. പിന്നെ അടുത്തത് ട്രാൻസ്ഫോം ദ അഫർമേറ്റീവ് സെന്റൻസ് ടു നെഗറ്റീവ് സെന്റൻസ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ഇൻ ഹൗസിൽ കൊടുത്തപ്പം എനിക്ക് ഓർമ്മയുണ്ട്, ഒരുമാതിരിപ്പെട്ട എല്ലാവരും തെറ്റിച്ചു അല്ലേ? എല്ലാവരും തെറ്റിച്ചു. ഓക്കെ, നമുക്ക് നോക്കാം. മൈ സിസ്റ്റർ ഇസ് വൈസ്. മൈ സിസ്റ്റർ ഇസ് വൈസ്. അപ്പൊ അതിന്റെ നെഗറ്റീവ് ഫോം ആണ് നോക്കേണ്ടത്. അപ്പോൾ മോസ്റ്റ്ലി എല്ലാവരും തന്നിരുന്ന ആൻസർ ഷീ ഇസ് നോട്ട് വൈസ് എന്നാണ്.
ഒരിക്കലും നിങ്ങൾ നെഗറ്റീവിലോട്ട് മാറ്റുമ്പോൾ അർത്ഥം മാറാൻ പാടില്ല. ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോൾ അർത്ഥം മാറാൻ പാടില്ല. സോ ഷീ ഈസ് നോട്ട് വൈസ് എന്ന് പറയുമ്പോൾ തെറ്റാണ്, ബട്ട് ഷീ ഈസ് നോട്ട് ഫൂൾ ആണ് കറക്റ്റ്. മനസ്സിലായോ? ഷീ ഈസ് നോട്ട് ഫൂൾ. അപ്പൊ കറക്റ്റ് ആയി, നെഗറ്റീവും ആയി, അർത്ഥം മാറിയിട്ടില്ല കേട്ടോ. ആ രീതിയിൽ വേണം നമ്മൾ കറക്റ്റ് ആയിട്ട് ആൻസർ അയക്കാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ക്ലോസ് എന്ത് വരും? ഇഫ് യു ബോയിൽ വാട്ടർ ഇറ്റ് ഡാഷ് ടു വേപ്പേഴ്സ്. അതുപോലെ ഡാഷ് യു വർക്ക് ഹാർഡ് യു കാൻ സെക്യൂർ ഫസ്റ്റ് പൊസിഷൻ. അൺലെസ് ആണോ അൺടിൽ ആണോ? ഓക്കെ, യെസ്, എന്ത് വരും? ഇഫ് യു ബോയിൽ വാട്ടർ. അപ്പൊ ഇഫ് യു ബോയിൽ വാട്ടർ എന്ന് കാണുമ്പോൾ സാധാരണഗതിയിൽ കുട്ടികൾ വിൽ ടേൺ എഴുതും, കാരണം ടൈപ്പ് 1 സെന്റൻസ് ആണ്, ടൈപ്പ് 1 എന്നുള്ള ഓർമ്മയില്ല. പക്ഷെ അത് തെറ്റാണ്, ബിക്കോസ് ദിസ് ഈസ് എ ഫാക്ട്. ഓക്കെ, ദിസ് ഈസ് എ ഫാക്ട്. ഓക്കെ, അങ്ങനെ ഫാക്ട് ബേസ്ഡ് ആയിട്ട് വരുമ്പോൾ യു ഹാവ് ടു റൈറ്റ് ടേൺസ് കേട്ടോ. സിമ്പിൾ പ്രസന്റ് ഫാക്ട് ബേസ്ഡ് ആയിട്ട് വരുമ്പോൾ ടേൺസ് ആണ്. വെരി ഗുഡ്. ഇപ്പൊ എല്ലാവരുടെ ആൻസേഴ്സ് വരുന്നുണ്ട്. അൺലെസ് യു വർക്ക് ഹാർഡ്, ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല, അവിടെ ആൻസർ വന്നു കഴിഞ്ഞു. അൺലെസ് യു വർക്ക് ഹാർഡ്, അൺടിൽ എന്ന് പറഞ്ഞാൽ അത് വരെ എന്നാണ് അർത്ഥം. സോ ഇവിടെ അൺലെസ് യു വർക്ക് ഹാർഡ്. ഗുഡ്. അടുത്തത്, യു മസ്റ്റ് അബ്സ്റ്റെയിൻ ഡാഷ് സ്മോക്കിംഗ് അല്ലേ? യു മസ്റ്റ് അബ്സ്റ്റെയിൻ ഡാഷ് സ്മോക്കിംഗ്. അബ്സ്റ്റെയിൻ അല്ലെങ്കിൽ റിഫ്രെയിൻ ഇങ്ങനെയുള്ള വാക്കുകൾ വരുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് ഫ്രം ആണ്. ഓക്കെ, അത് പഠിച്ചു വെച്ചേക്കുക, അത് ഒരുപാട് അടുത്ത് ചോദിച്ചിട്ടുണ്ട്. എന്താ പറയാ? യു മസ്റ്റ് അബ്സ്റ്റെയിൻ ഫ്രം. ആൻസർ ഇസ് ഓപ്ഷൻ എ, ഫ്രം. ഓക്കെ, she was late dash it was raining continuously. She was late dash it was raining continuously. After, because, while. Conjunction എന്ത് വരും? She was late because it was raining continuously. Because it was raining continuously അല്ലേ? Because it was raining continuously. Very good. Spot the error. Spot the error. ഞാൻ റാപ്പിഡ് സെഷനിൽ പറഞ്ഞിരുന്നു. ഓക്കെ, സ്പോട്ട് ദി എറർ. ദ ക്രിമിനൽ വാസ് സെന്റൻസ്ഡ് ടു ഡെത്ത് ആൻഡ് വാസ് ഹങ് ഫോർ ഹിസ് ക്രൈം. ഇത് നിങ്ങൾ ആൻസർ പറയുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം അത് ഇമ്പോർട്ടൻ്റ് ആയി വന്നുകൊണ്ടിരിക്കുക. അത് പല എക്സാമിനും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ക്രിമിനൽ വാസ് സെന്റൻസ്ഡ് ടു ഡെത്ത് ആൻഡ് വാസ് ഹങ് ഫോർ ഹിസ് ക്രൈം. ഇവിടെ എറർ എവിടെയാണ്? എറർ എവിടെയാണ്? കമന്റ് ചെയ്യൂ. യെസ്, സിയിലാണ് എറർ വരുന്നത്. വൈ? ബിക്കോസ് ഹങ് എന്ന് പറയുന്ന വാക്ക് ശരിയാണ്. ഹാങ്ങിന്റെ V1 V2 V3 ഫോം എടുക്കുമ്പോൾ നമുക്ക് ഹാങ് ഹങ് ഒക്കെ വരും അല്ലേ? പക്ഷേ ഒരാളെ തൂക്കിക്കൊല്ലുക ആ ഒരു അർത്ഥത്തിൽ വരുമ്പോൾ ഒരിക്കലും നമ്മൾ ഹങ് അല്ല ഉപയോഗിക്കുക, ഹാങ്ഡ് ആണ് ഉപയോഗിക്കുക. ഈ ഹാങ്ഡ് എന്ന് പറയുന്ന വേർഡ് എക്സ്ക്ലൂസീവ്ലി ക്യാപിറ്റൽ പണിഷ്മെന്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. സോ ഹി വാസ് ഹാങ് ടു ഡെത്ത് ആണ്, ഹങ് അല്ല. ഹങ് എവിടെ യൂസ് ചെയ്യാം? ദ പിക്ചർ വാസ് ഹങ് ഓൺ ദി വാൾ. പിക്ചർ വാളിൽ തൂക്കിയിട്ടിരുന്നു, അവിടെ നിങ്ങൾക്ക് ഹങ് ഉപയോഗിക്കാം. പക്ഷെ തൂക്കിക്കൊല്ലുക ഈ ഒരു സിനാരിയോയിൽ യു ഹാവ് ടു യൂസ് ഹാങ്ഡ്. ക്ലിയർ ആണേ? വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നൗ വി ഹാഡ് സ്വാം അക്രോസ് ദ റിവർ ബിഫോർ ദി സൺ സെറ്റ്സ്. ഇതിൽ എവിടെയാണ് എറർ? ഹാങ്ഡ് ആണ്, ഹങ്ഡ് അല്ല, ഹാങ്ഡ്. curtain was hung. Okay, okay, okay. We had swam alla, swum aanu, swum aanu. Team onnu just ഒന്ന് പോയി എൻക്വയറി ചെയ്യൂ. Okay, swum. Because swim, swam, swum ആണ്. Very good. അടുത്തത്, he said that he will help me to secure a decent job. He said that he will help me to secure a decent job. എന്താണ്? He said that. Past tense ആണ്. So ഇവിടെ എന്ത് വരണം? Past tense അല്ല, past tense തന്നെ വരണം. Tense mismatch വരാൻ പാടില്ല. So would ആണ് വരേണ്ടത്. Would. So he would help me. Okay. The next question. The recent symposium on censorship indicated that to refrain with saying or writing something others might object to is a form of self-censorship. Okay, so the recent symposium on censorship indicated that to ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞേ ഉള്ളൂ, refrain from ആണ്, with അല്ല, refrain from ആണ് ട്ടോ, refrain from ആണ്. Okay,
മൂവിംഗ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടോം റിസീവ്ഡ് റിച്ച് ഡാഷ് ഫോർ ഹിസ് റെസിറ്റേഷൻ. നല്ല വാക്കുകൾ എന്ന അർത്ഥത്തിലാണ് വരേണ്ടത്. കോംപ്ലിമെന്റ്സ്, കോംപ്ലയൻസ്, കോംപ്ലിമെന്റ്സ്, കോംപ്ലിമെന്റ്സ്. ഇങ്ങനെ ഒരു വാക്കില്ല, ഇത് തെറ്റാണ് അല്ലേ? അത് കാണുമ്പോൾ തന്നെ അറിയാം. കോംപ്ലിമെന്റ്സ്, നല്ല വാക്ക് എന്നുള്ളത് ഏതാണ് മോളെ? ഇത് സ്പീഡ് കുറയ്ക്കുന്നത് എന്തുകൊണ്ടാണ്, സ്പീഡ് കുറയ്ക്കാൻ നിൽക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് ഇത് റിവിഷൻ ആണ്. അത് മാത്രമല്ല ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉള്ള ആൾക്കാരുണ്ട്. സോ അതൊന്നും കൂടി കാണാൻ നിങ്ങൾ ശ്രമിക്കുക. പിന്നെ ഓൾറെഡി 5 മണി വരെയാണ് നമ്മൾ ടൈം പറഞ്ഞത് ആൻഡ് വി ആർ റണ്ണിങ് ഔട്ട്. അതുകൊണ്ടാണ് ട്ടോ. ഇറ്റ്സ് ബിക്കോസ് ഓഫ് യുവർ സൈഡ്. ഒരുപാട് പേര് ചോദിച്ചു, അതുകൊണ്ടാണ് ട്ടോ. ഡോണ്ട് വറി, ഒന്നും കൂടി കണ്ടാൽ മതി. ഓക്കെ, യെസ്, കോംപ്ലിമെന്റ് ആണ് ഇവിടുത്തെ ആൻസർ. കംപ്ലയൻസ് എന്ന് പറഞ്ഞാൽ പാലിക്കുക എന്നാണ് അർത്ഥം. കംപ്ലയൻസ് എന്ന് പറഞ്ഞാൽ പാലിക്കുക. കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ സംതിങ് ദാറ്റ് കംപ്ലീറ്റ്സ്. ഇത് ഓർക്കാൻ എളുപ്പമാണ്. ഈ കോംപ്ലിമെന്റ്സിന് ഇയും ഐയും ഓർക്കാൻ എളുപ്പം. ഇത്രയും വാക്ക് കംപ്ലീറ്റ്സിൽ സെയിം ആണ് അല്ലേ? അതേപോലെ കോംപ്ലിമെന്റ്സ് എന്ന് പറയുമ്പം ഞാൻ എപ്പോഴും ഓർക്കുന്നത് എങ്ങനെയാണ്? ഐ കോംപ്ലിമെന്റ് മൈസെൽഫ്. കണ്ടോ? ഐ കോംപ്ലിമെന്റ് മൈസെൽഫ്. അങ്ങനെ ഓർത്താൽ നമ്മളത് മറക്കത്തില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടീച്ചർ അഡ്വൈസ്ഡ് ഹർ സ്റ്റുഡന്റ് നോട്ട് ടു, എന്ത് വരും? നോട്ട് ടു ഡാഷ്, കള്ളം പറയരുത്. വേഗം ഒരു കാര്യം പറയാം. ലേ ഉണ്ട്, ലൈ ഉണ്ട്, ലൈ ഉണ്ട്. ഇത് 3 ഇംഗ്ലീഷ് വാക്കുകളാണ് നിങ്ങൾക്ക് എപ്പോഴും തെറ്റിപ്പോകുന്നത്. ആൻഡ് യു ഹാവ് 12 ക്വസ്റ്റ്യൻസ് ഓൾറെഡി ആസ്ക്ഡ് ഫോർ PSC എക്സാംസ്. നമുക്കൊന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യാം. V1, V2, V3. ഓക്കെ, സോ ലേ എന്ന് പറഞ്ഞാൽ ഹെൻ ലേസ് എഗ്, മുട്ടയിടുക, കിടത്തുക എന്ന അർത്ഥത്തിലാണ് നിങ്ങൾ ലേ ഉപയോഗിക്കുക. അതിന്റെ V2, V3 എന്ന് പറയുന്നത് ലെയ്ഡുമാണ്. കുഴപ്പമില്ല. അതെ, അടുത്തത് ലൈ എന്ന് പറയുമ്പം 2 ലൈ ഉണ്ട്. കള്ളം പറയുക എന്ന ലൈ ഉണ്ട്. അത് ഇതാണെന്ന് വിചാരിക്കാം. നമുക്ക് ലൈഡ് എന്ന് അതിനെ എടുക്കാം. അതേപോലെ അടുത്ത ലൈ ആണ് ഇത് കിടത്തുക എന്നുള്ളതിന് ലേ ആണെങ്കിൽ കിടക്കുക എന്നുള്ളതിന് ലൈ ആണ്. ഓക്കെ, കിടക്കുക എന്നുള്ളതിന് ലൈ ആണ്. അതിന്റെ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് ലേയും ലെയിനുമാണ്. നോക്കിക്കേ, ഇത് രണ്ടും കണ്ടോ? അപ്പൊ ലേ വരുന്ന സെന്റൻസ് നിങ്ങൾ സൂക്ഷിക്കണം. ഒരിടത്ത് പ്രസന്റ് ടെൻസ് ആയിരിക്കും, കിടത്തുക, ഇടുക എന്ന അർത്ഥത്തിലാണെങ്കിൽ ഒരിടത്ത് പാസ്റ്റ് ടെൻസ് ആയിരിക്കും. ഓക്കെ, ഇത് കൃത്യമായിട്ട് നോക്കി പഠിക്കുക. ഇതിൽ നിന്ന് 12 ക്വസ്റ്റ്യൻ PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഡാഷ് കശ്മീർ ഇസ് ഡാഷ് സ്വിറ്റ്സർലാൻഡ് ഓഫ് ഇന്ത്യ. വെരി ഈസി. ഡാഷ് കശ്മീർ ഇസ് ഡാഷ് സ്വിറ്റ്സർലാൻഡ് ഓഫ് ഇന്ത്യ. എന്താ വരിക? പ്ലേസിന് മുൻപേ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇവിടെ ദ കശ്മീർ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. സോ നോ ആർട്ടിക്കിൾ. ഓക്കെ, ഡാഷ് സ്വിറ്റ്സർലാൻഡ് ഓഫ് ഇന്ത്യ. പക്ഷേ ഇവിടെ കമ്പയർ ചെയ്യുവാണ്, സ്വിറ്റ്സർലാൻഡിനോട് കമ്പയർ ചെയ്യുവാണ്. സോ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ദ സ്വിറ്റ്സർലാൻഡ് ഓഫ് ഇന്ത്യ. ഓക്കെ, സോ എക്സ് ദ, സി ആണ് ആൻസർ. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഒരുപാട് വട്ടം ചെയ്തിട്ടുണ്ട്. ഈ കാളിദാസ ഈസ് ദ ഷേക്സ്പിയർ ഓഫ് ഇന്ത്യ. അതേപോലെയാണ് കശ്മീർ ഈസ് ദ സ്വിറ്റ്സർലാൻഡ് ഓഫ് ഇന്ത്യ. ഹൗ ഡിഡ് യു ട്രാവൽ ടു ശ്രീലങ്ക? ഇവിടെ ഡാഷ് ഉണ്ട് കേട്ടോ. How did you travel to dash Sri Lanka? Ship, dash ship or by dash aeroplane. Okay, വീണ്ടും ആർട്ടിക്കിൾസ് തന്നെയാണ്. ശ്രീലങ്ക എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ആർട്ടിക്കിൾ വേണ്ട. സോ എക്സ് ആണ്. ഡാഷ് ഷിപ്പ് ഓർ ബൈ ഡാഷ് എയ്റോപ്ലെയിൻ എന്ത് വരും? ഒന്നും വേണ്ട. ഷിപ്പ് ഓർ ബൈ പ്ലെയിൻ അത്രയും ചോദിച്ചാൽ മതി. എയും ആനും ഒന്നും വേണ്ട. സോ ഓൾ ആർ നോ ആർട്ടിക്കിൾ. നമ്മൾ ആരോടും ചോദിക്കില്ലല്ലോ നിങ്ങൾ എങ്ങനെയാ പോണേ, ഒരു ഷിപ്പിലാണോ ഒരു പ്ലെയിനിലാണോ എന്ന് ചോദിക്കില്ല. ഷിപ്പിലാണോ പ്ലെയിനിലാണോ എന്നല്ലേ ചോദിക്കുള്ളൂ. സോ ഡാഷ് ഡാഷ് ഡാഷ്. ഓക്കെ, സി അല്ല. സി എല്ലാവരും തെറ്റിക്കും. സി അല്ല കേട്ടോ. ബിക്കോസ് നിങ്ങൾ എങ്ങനെയാ പോകുന്നത്? ഷിപ്പിലാണോ പ്ലെയിനിലാണോ എന്ന് ചോദിക്കും. ഒരു ഷിപ്പിലാണോ ഒരു പ്ലെയിനിലാണോ നമ്മൾ ചോദിക്കുമോ? ചോദിക്കില്ല. അതാണ് വ്യത്യാസം കേട്ടോ. അടുത്തത് സെന്റൻസ് അറേഞ്ച്മെന്റ്. നിങ്ങൾക്ക് ഒരു പാർട്ട് ഓഫ് സിലബസ് ആണ്. സെന്റൻസ് അറേഞ്ച്മെന്റ് ഉണ്ട്, വേർഡ് അറേഞ്ച്മെന്റ് ഉണ്ട്. അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കണം. സെന്റൻസ് അറേഞ്ച്മെന്റ് ആണ് ഞാനിവിടെ പറയുന്നത്. വേർഡ് അറേഞ്ച്മെന്റ് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓപ്ഷൻസ് ഒന്നും വേണ്ട. എല്ലാ ടോപ്പിക്കോട് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ പറഞ്ഞു പോകുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. ദ ബ്ലോസമിംഗ് ഫ്ലവേഴ്സ് ആൻഡ് വീക്കനിങ് റൂട്ട്സ് ഓഫ് അവർ സൊസൈറ്റി, ഡ്രഗ് അഡിക്ഷൻ വിച്ച് ഇസ് ഈറ്റിംഗ് അവേ ഇസ് ദ മോൺസ്റ്റർ. ഇത് ഏത് ഓർഡറിൽ എഴുതിയാൽ മീനിങ് ഫുൾ സെന്റൻസ് ആകും? Okay, you have to arrange these 4 parts into a meaningful sentence. That is what the question is about. അപ്പോൾ നമുക്ക് നോക്കാം എന്ത് വരും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്ഷനിൽ നിന്ന് ചിന്തിക്കണം. സി ഡി ബി സി എ നമുക്ക് നോക്കാം. ഡി എന്ന് പറയുമ്പോൾ ഈസ് ദ മോൺസ്റ്റർ ഡ്രഗ് അഡിക്ഷൻ. തെറ്റ്, ഒരു ബന്ധവും ഇല്ല, പോയി. ഡി സി ബി എ ഈസ് ദ മോൺസ്റ്റർ വിച്ച് ഇസ് ഈറ്റിംഗ്. നോ, ഈസ് ദ മോൺസ്റ്റർ ക്വസ്റ്റ്യൻ ആയിട്ട് തുടങ്ങുകയാണെങ്കിലല്ലേ അത് പറ്റുള്ളൂ. സോ ദാറ്റ് ഇസ് ഓൾസോ റോങ്. ഇനി ബി ഡി സി എ drug addiction is the monster which is eating the blossoming flowers and weakening roots of our society. അടുത്തത് BCDA drug addiction
വിച്ച് ഇസ് ഈറ്റിംഗ് അവേ, അതിനേക്കാൾ നല്ലത് ഓപ്ഷൻ സി ആണ് അല്ലേ. സോ ഓപ്ഷൻ സി ആണ്, BDCA. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഞാൻ പെട്ടെന്ന് കുറച്ച് കീവേഡ്സ് പറയാം. whenever your word ends with side it means killing. okay, whenever your word ends with side it means killing. okay, അതായത് suicide, killing of oneself, pesticide, killing of pest, അങ്ങനെ ഒരുപാട് സൈഡുകളുണ്ട് അല്ലേ. പാട്രിസൈഡ്, killing of father, matricide, killing of mother, mariticide, killing of husband, പിന്നെ sororicide, killing of sister, uxoricide, killing of wife, regicide, killing of king, regiment ആലോചിച്ചാൽ മതി, killing of king. പിന്നെ അതുപോലെ തന്നെ ആർക്കിയിൽ എൻഡ് ചെയ്യുന്ന വേർഡ്സ് ആണെങ്കിൽ അതെന്താ അവിടെ ചെയ്യുന്നത്, ഗവൺമെന്റ് ആണ് അല്ലേ. ഗവൺമെന്റ് എന്നുള്ള അർത്ഥത്തിൽ വരുന്ന ആർക്കി എന്നുള്ള വേർഡ്സ് ആണ്. ഫോർ എക്സാമ്പിൾ അനാർക്കി, അതുപോലെ എന്താ പറയാ, അങ്ങനെ ഒരുപാട് വേർഡ്സ് ഉണ്ട് അല്ലേ. അതുപോലെ ക്രസിയിൽ എൻഡ് ചെയ്യുന്ന വേർഡ്സ്, ആർക്കി അവിടെ നിൽക്കട്ടെ, ക്രസിയിൽ എൻഡ് ചെയ്യുന്ന വേർഡ്സ് നോക്കി, ബ്യൂറോക്രസി അല്ലേ. യെസ്, ബ്യൂറോക്രസി. പിന്നെ എന്താ ബ്യൂറോക്രസി നമുക്കറിയാം, ഡെമോക്രസി അല്ലേ. അപ്പോൾ അതെല്ലാം ഇറ്റ്സ് റിലേറ്റഡ് ടു ഗവൺമെന്റ്. അതുപോലെ ഗൈനോക്രസി ഉണ്ട്, ഇറ്റ്സ് എ ഗവൺമെന്റ് ബൈ വിമൻ. പിന്നെ അതുപോലെ പ്ലൂട്ടോക്രസി ഉണ്ട്, പിന്നെ അരിസ്റ്റോക്രസി ഉണ്ട്, ഗവൺമെന്റ് ബൈ നോബിൾ പീപ്പിൾ. അപ്പോൾ എപ്പോഴും അങ്ങനത്തെ ഇത് കീവേഡ്സ് വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, മൊണാർക്കി, അനാർക്കി, അതെ. അതുപോലെ ഫ്രേസൽ വേർബ്, ഒരുപാട് ഫ്രേസൽ വേർബ്സ് ഉണ്ട്. നമുക്കൊന്നും കളയാൻ പറ്റത്തില്ല, എല്ലാം ഇവിടെ പറയാൻ പറ്റത്തുമില്ല, ബിക്കോസ് ഇറ്റ്സ് എ വെരി ലോങ് ടോപ്പിക്. എന്നാലും റീസെൻ്റ്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്ന ഒരെണ്ണമാണ് ഗിവ് ഇന്നും ഗിവ് അപ്പും. ഓക്കെ, ഗിവ് ഇന്നും ഗിവ് അപ്പും. ഐ ഗേവ് അപ്പ് സ്മോക്കിംഗ് എന്ന് പറയുമ്പോൾ അബാൻഡൻ. ഓക്കെ, ഐ ഗിവ് ഇൻ എന്ന് പറയുമ്പോൾ സറണ്ടർ. ഓക്കെ, ഐ ഗിവ് ഇൻ, ഐ ഗിവ് അപ്പ്. ഓക്കെ, പിന്നെ വേറെന്താ, വേറെ ഉണ്ട് ഒരുപാട് ഫ്രേസൽ വെർബ് ഉണ്ട്. CCPP ഒന്നും ഞാൻ പറയുന്നില്ല, അത് ഞാനും കേട്ട് നിങ്ങളും മടുത്തു. ഇവിടെ നമ്മൾ ടീമിൽ നിന്ന് ചിരിക്കുക, അത് പറയരുത് എന്നാണ് പറയുന്നത്, ഞാൻ പറയുന്നില്ല. പിന്നെ അതുപോലെ തന്നെ വേറെന്താ, ഗിവൻ, ലുക്ക് ആഫ്റ്റർ, ലുക്കപ്പ് മീൻസ് സെർച്ച് ഇൻ ആൻ അറേഞ്ച്ഡ് ഓർഡർ, അതാണ് ലുക്കപ്പ്. ഓക്കെ, പിന്നെ ടേക്ക് ആഫ്റ്റർ, റിസെമ്പിൾ, ലുക്ക് ആഫ്റ്റർ, ടേക്ക് കെയർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരുപാടുണ്ട്. മേക്ക് ഔട്ട്, അണ്ടർസ്റ്റാൻഡ്, ടേക്ക് ഔട്ട്, ടേക്ക് ഡൗൺ, എഴുതുക. ഓക്കെ, അങ്ങനെ ഒരുപാട് ഫ്രേസൽ വേർബ്സ് ഉണ്ട്. നിങ്ങൾ ടൈം പോകുന്നതുകൊണ്ട് തന്നെ ഞാനത് മുഴുവൻ പറയുന്നില്ല. ഓക്കെ, അപ്പം എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. പരീക്ഷ നന്നായിട്ട് എഴുതുക, തെറ്റിക്കാതെ എഴുതുക, നമ്മൾ ശാന്തമായിട്ട് പരീക്ഷ എഴുതുക. ഡോണ്ട് പാനിക് യുവർ സെൽഫ്. എന്തായാലും ഇതിൻ്റെ എന്താ പറയുക, എൻഡ് റിസൾട്ടിനെ പറ്റി നിങ്ങൾ ബോദർ ചെയ്യാതെ സമാധാനപരമായിട്ട് പരീക്ഷ എഴുതുക കേട്ടോ. നെഗറ്റീവ്സ് വരുത്താതിരിക്കുക. CCPP എന്താണെന്ന് ചോദിക്കേണ്ട ഒന്നുമില്ലടോ, ഇതാണ് CCPP. കോൾ ഓഫ്, ക്യാൻസൽ, പുട്ട് ഓഫ്, പോസ്റ്റ്പോൺ. CCPP. ഓക്കെ, CCPP. കം അക്രോസ്, ആക്സിഡൻ്റലി വരിക. പുട്ട് അക്രോസ്, കമ്മ്യൂണിക്കേറ്റ് കേട്ടോ. കം അക്രോസ്, ആക്സിഡൻ്റലി മീറ്റ് ചെയ്യുക. പുട്ട് അക്രോസ്, എന്താ പറയുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കേട്ടോ. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. നന്നായിട്ട് പഠിക്കുക, സമാധാനമായിട്ട് പഠിക്കുക. 2 ദിവസമേ ഉള്ളൂ. സന്തോഷമായിട്ടിരിക്കുക, പ്രയോറിറ്റൈസ് യുവർ സെൽഫ്, മേക്ക് യുവർ സെൽഫ് വെരി ഹാപ്പി, പോസിറ്റീവായിട്ടിരിക്കുക. അയ്യോ എനിക്ക് കിട്ടുമോ എന്ന് ആലോചിക്കാതിരിക്കുക. നന്നായിട്ട് പഠിക്കുക. യു ട്രൈ യുവർ ബെസ്റ്റ്, ഡു യുവർ ബെസ്റ്റ്. ബാക്കിയെല്ലാം അപ് ടു അല്ലേ, അത് അതിൻ്റെതായ വഴിക്ക് നടക്കട്ടെ. ഓക്കെ, സോ മക്കളെ നന്നായിട്ട് എഴുതുക. ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഓൾ ദ വെരി ബെസ്റ്റ് ടു വൺ ആൻഡ് ഓൾ. ഇത് കഴിഞ്ഞ് ആരും പഠിത്തം നിർത്തരുത്. HSSC-ലോട്ട് മുന്നോട്ട് പോവുക, ബിക്കോസ് ദാറ്റ് ഇസ് അനദർ ബിഗസ്റ്റ് ഓപ്പർച്യൂണിറ്റി. സോ അതിലോട്ട് മുന്നോട്ട് പോവുക കേട്ടാ. സോ വീണ്ടും കാണാം, നമ്മുടെ യൂട്യൂബിലുണ്ട് കേട്ടോ, വീണ്ടും കാണാം. സോ വൺസ് അഗെയിൻ ഓൾ ദ വെരി ബെസ്റ്റ്. റോക്ക് യുവർ എക്സാം. നമുക്ക് വീണ്ടും കാണാം. എക്സാം അനാലിസിസുമായിട്ട് ഞങ്ങൾ വരും കേട്ടോ. 15-ാം തീയതി എക്സാം അനാലിസിസുമായിട്ട് ഞങ്ങൾ വരും. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.